പഠിപ്പിച്ചിട്ടുള്ളത്. യാത്രയിലാണെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കാൻ പാടില്ല. അവിടെ ഇന്നലെ ഒരു ചോദ്യം വന്നതുകൊണ്ട് അത് സംബന്ധമായ 1-2 വാക്ക് കൂട്ടിച്ചേർത്ത് സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. 132 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യുന്ന ഒരാൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ 132 കിലോമീറ്ററിൽ കൂടുതൽ എത്രയായാലും ഇവിടുന്ന് ബോംബെക്ക് പോവുക, ഡൽഹി, അജ്മീർ, കാശ്മീർ ഒക്കെ പോകുമ്പോൾ 2-3 ദിവസം ട്രെയിനിൽ ഇരിക്കേണ്ടി വരും. അപ്പൊ ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങാനും പറ്റൂല, തിമില മനസ്സിലാക്കാനും പറ്റൂല. അപ്പൊ എങ്ങനെ നിസ്കരിക്കും എന്നുള്ള ഒരു പരാമർശമാണ് ഇന്നലെ വന്നത്. അത് ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അത് വിശദീകരിച്ച് ചോദിച്ചത്. അപ്പൊ ഇന്ന് പറയാം എന്ന് പറഞ്ഞ് ഞാൻ പോയതാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖസ്ർ ജംഅ് ഒരു ദിവസം അത് മാത്രം പറയേണ്ടതായിരുന്നു. നിസ്കാരവും സുന്നത്ത് നിസ്കാരവും ജമാഅത്തും പറയുന്ന സ്ഥിതിക്ക് ഖസ്ർ ജംഉം കൂടി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ആവശ്യം വരുന്ന ഒരു വിഷയമാണ്. അത് അതിന്റെ ഉപാധികൾ സ്വീകരിച്ചില്ലെങ്കിൽ വെറുതെ ആ നിസ്കാരം നഷ്ടപ്പെടുത്തലേ ഉണ്ടാവുള്ളൂ. ഹജ്ജിന് പോകുമ്പോൾ, പ്രത്യേകിച്ച് ഉംറക്ക് പോകുമ്പോഴൊക്കെ ഇത് ആവശ്യമാണ്. ഇവിടുന്ന് ബോംബെ, ഡൽഹി, അജ്മീർ പോകാത്ത ആളുകൾ കുറവായിരിക്കും. ചിലപ്പോഴെല്ലാം അത്ര ദൂരം പോയില്ലെങ്കിലും ഖസ്റായ യാത്രകളിലും ഇത് ആവശ്യമായി വരും. അല്ലാഹുവെന്ന് കണ്ടാലൊക്കെ നമ്മൾക്ക് കുടുങ്ങിയ ചില സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരും. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ നിസ്കാരത്തിന്റെ ഷർത്തുകളിൽ പെട്ടതാണ് ഖിബലക്ക് മുന്നിടുക എന്നുള്ളത്. ഖിബലക്ക് മുന്നിടൽ ഷർത്താണ്. ഖിബല അറിയാൻ സാഹചര്യമില്ല, അല്ലെങ്കിൽ നിസ്കാരം കഴിയുന്നത് വരെ ആ ഖിബലക്ക് മുന്നിട്ടുകൊണ്ടിരിക്കാൻ സാഹചര്യം അനുകൂലമല്ല എങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തെങ്കിലും ഖിബലക്ക് മുന്നിടൽ ഷർത്താണ്. അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഖിബലക്ക് മുന്നിടൽ, ട്രെയിൻ ഏകദേശം ഇന്ന സ്ഥലത്ത് എത്തിയാൽ നിർത്തും എന്നൊരു ധാരണ നമുക്ക് വരുമല്ലോ. അടുത്ത സ്റ്റേഷനിൽ ഇന്ന സമയത്ത് നിർത്തും. പ്രത്യേകിച്ച് ഇപ്പം മൊബൈലൊക്കെ കയ്യിലുള്ളത് കൊണ്ടും നെറ്റ് സൗകര്യം ഉള്ളത് കൊണ്ടും നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തിയെന്നും അടുത്ത സ്റ്റോപ്പ് എവിടെയെന്നും അവിടത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ടെന്നും ഏത് ടൈമിന് അവിടെ എത്തുമെന്നും ഇപ്പോൾ റൈറ്റ് ടൈമിനാണോ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ മൊബൈൽ വർദ്ധിച്ച കാലഘട്ടങ്ങളിൽ അതിനൊക്കെ സൗകര്യമുണ്ട്. ഇനി അതൊന്നും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒളു ഉണ്ടാക്കി റെഡിയായി നിന്നാൽ അടുത്ത ഒരു സ്റ്റോപ്പിൽ ട്രെയിൻ നിർത്തുമെന്ന് കണ്ടാൽ ആ ട്രെയിനിൽ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നിസ്കാരം ഖസ്റും ജംഉമാക്കി 2 റക്അത്താക്കി നിസ്കരിക്കാം. ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അവിടെ ചില നിയമപ്രശ്നങ്ങൾ വരുന്നത് ഒന്ന് ഖിബലയാണ്. ഒന്നാമത്തെ പ്രശ്നം ഖിബലയാണ്. ഖിബലക്ക് മുന്നിട്ട് കുറെ വിശദീകരിക്കേണ്ടതുണ്ട്. ഖിബലക്ക് മുന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്തെങ്കിലും ഖിബല ഷർത്താണ്. ഒരു നിയമം അങ്ങനെ. ഇനി തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സമയത്ത് ഖിബല ഷർത്താണ്. ഖിബല എവിടെയെന്ന് മനസ്സിലാവണ്ടേ? ഖിബല അറിയാതെ പോയാൽ, അത് മനസ്സിലാക്കാനുള്ള ദിശ കണ്ടെത്താതെ പോയാൽ, ഖിബല ശാഫി മദ്ഹബിനെ സംബന്ധിച്ചിടത്തോളം നേരെ ഐനുൽ ഖിബലത്തിൽ മുന്നിടുകയും വേണം. പടിഞ്ഞാറ് ഭാഗത്താണ് കഅബ. ആ ഭാഗം ജിഹത്തുൽ ഖിബല പോരാ, ഐനുൽ ഖിബലത്ത് തന്നെ വേണം. എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറാണല്ലോ കഅബ നിൽക്കുന്നത്, ആ ഭാഗത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ പോരെ, അത് പോരാ. നേരെ സൂത്രം ഖിബലയിലേക്ക് നേരെ തെറ്റി നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിൽ നിന്നൊരു സൂചി എഴുതുവിട്ടാൽ, ഒരമ്പ എഴുതി വിട്ടാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ ഒരൊറ്റ പോയിന്റിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഖിബലമ പോയി കറക്കണം. അത്ര കറക്റ്റായിരിക്കണം. അതാണ് ഈ പള്ളികളിലൊക്കെ നിസ്കരിക്കുമ്പോൾ പള്ളി ഖിബലക്ക് ഒപ്പിച്ച് നിസ്കരിച്ചത് കൊണ്ട് പള്ളിയിൽ കയറി നിസ്കരിച്ചാൽ എപ്പോഴും ഖിബല കറക്റ്റായിരിക്കും. വീട്ടിൽ നിസ്കരിച്ചാലോ ഒരിക്കൽ മുസല്ലിട്ടത് കേട്ടാണെങ്കിൽ പിന്നൊരിക്കൽ മുസല്ലിട്ടത് കുറച്ച് അങ്ങോട്ട് മുടക്കം തെറ്റിയിട്ട് ഒരു വക്കത്ത് കറക്റ്റാവും, മറ്റേ വക്കത്ത് ചിലപ്പോൾ കറക്റ്റ് ആവില്ല. വീടിന് അങ്ങനെ കുഴപ്പമുണ്ട്. വീടും ഖിബലക്ക് ഒപ്പിച്ചതാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ വീട് നിർമ്മിച്ച സമയത്ത് ഖിബലക്ക് ഒപ്പിച്ചുകൊണ്ട് ഒരു മാർബിൾ പതിച്ചിട്ടുണ്ട്, ഒരു ടൈല് അതിനനുസരിച്ച് ഒപ്പിച്ച് പതിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ ടൈല് പതിക്കണ സമയത്ത് നല്ല ഖിബല ദിശ നോക്കി കുറ്റിയടിക്കാനൊക്കെ അറിയുന്ന അരിമീങ്ങളുണ്ടല്ലോ, അവരെ കൊണ്ടുവന്നിട്ട് വീട്ടിനകത്ത് ഒരു ടൈല് അതിനനുസരിച്ച് ഒപ്പിച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാ പിന്നെ അത് തെറ്റൂല. വെറും മുസല്ലടലാണെങ്കിൽ ആ മുസല്ല ഒന്ന് അടിച്ചു വരാൻ വേണ്ടി പെണ്ണുങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയാൽ തെറ്റിപ്പോകും, ഖിബല തെറ്റും. നമ്മളെ സംബന്ധിച്ച് ഐനുൽ ഖിബലത്തിന്റെ വേണം, ജിഹത്തുൽ ഖിബലത്ത് പോരാ. അപ്പൊ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ ഈ ഐനുൽ ഖിബലത്ത് മനസ്സിലാക്കാൻ കഴിയും? അപ്പൊ പിന്നെ അവിടെ വേണ്ടത് എന്താ? ഖിബല ഏത് ഭാഗത്തേക്ക് അതൊരു പരിശോധന നമ്മൾ നടത്തുക. അതിനാവശ്യമായ യന്ത്രങ്ങളും തവക്കകളും മറ്റുമൊക്കെ വെച്ചിട്ട്
അതെല്ലാം കൂടി ഇപ്പൊ ആർക്കാ ഇവരെ ഓരോ മനുഷ്യന്മാരും ഫർദ് അയിന, ഓരോരുത്തരും പഠിക്കൽ ഫർദ് അയിനാണ്. നിസ്കാരത്തിന്റെ ഷർത്ത്, നിസ്കാരം ഫർദ് അയിനല്ലേ, അതിന്റെ ഷറായിത്തുകളിൽ പെട്ടതല്ലേ ഖിബിലക്ക് മുന്നിടൽ. അത് സംബന്ധമായ അറിവ് നമ്മൾക്കൊക്കെ ഉണ്ടാവണം. ഖിബില ഏത് ഭാഗത്താന്ന് മനസ്സിലാക്കണ്ടേ. അപ്പൊ അത് മനസ്സിലാക്കാനും ആ യാത്രയിൽ കഴിയില്ല. എന്താ കാരണം? നമ്മളിപ്പോ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് നിസ്കരിക്ക്, ഖിബില ഒപ്പിച്ച് നിസ്കരിക്ക്, മനസ്സിലാക്കാനൊക്കെ നിന്നാ ട്രെയിൻ അങ്ങ് പോകും. നമ്മളെ കൂട്ടുകാരും ആ ട്രെയിനിൽ അങ്ങ് പോകും. പിന്നെ ഈ ഒറ്റപ്പെട്ട് ഈ പരിസരം പരിചയമില്ലാത്ത ഒരു നാട്ടില് നമ്മളൊരു മുസ്ലിം വേഷത്തിൽ രാത്രിയോ പകലോ ഒറ്റപ്പെട്ട പ്രദേശത്ത് വന്ന് പെട്ടാൽ ഒരു പക്ഷേ ഭീകരാക്രമണങ്ങളോ ദേഹ നഷ്ടമോ അല്ലെങ്കിൽ ജീവഹാനിയോ അപകടങ്ങളോ കളവോ മോഷണങ്ങളോ ഒക്കെ പേടിക്കപ്പെടുന്ന ശത്രുക്കളെ ഭയപ്പെടുന്നുവെങ്കിൽ അവിടെ ഫുഖഹാ പറയുന്നത്, ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തുഹഫയിൽ അത് സംബന്ധമായി പറയുന്നത്, ഇപ്പോൾ ഈ നിസ്കാരം ഖിബില നോക്കേണ്ട ആവശ്യമില്ല. സ്വല്ലാ ഹൈസു ശാഅ, എങ്ങട്ടാണോ ഉദ്ദേശിച്ചത് അങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിക്കാൻ, അവിടെ ഖിബില നോക്കേണ്ട ആവശ്യമില്ല. ഖിബില ഷർത്തില്ലാത്ത 2-3 നിസ്കാരങ്ങളുണ്ട്, 2 നിസ്കാരമുണ്ട്. ഒന്ന്, ഹലാലായ യാത്രക്കാരന്റെ സുന്നത്ത് നിസ്കാരത്തിൽ ഖിബില നോക്കേണ്ടതില്ല. ഹലാലായ ഒരു യാത്രയുണ്ട്, ഹലാലായ യാത്രക്കാരനാണോ സുന്നത്ത് നിസ്കാരം എങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കാം, ഖിബില നോക്കൽ ഷർത്തില്ല. ഷിദ്ദത്തുൽ ഖൗഫ് നിസ്കാരം, പേടി ശക്തിയായ നിസ്കാരം, പിന്നാലെ ഒരാൾ വെട്ടാൻ വരികയാണ്, കൊല്ലാൻ വരികയാണ്, ശത്രുവിനെ ഭയന്നുകൊണ്ട് ഓടുകയാണ്, നിസ്കാരാണെങ്കിൽ ഖളാ ആകാൻ പോവാണ്. ഈ സാഹചര്യത്തിൽ ഒരു നിസ്കാരമുണ്ട്, ആ നിസ്കാരത്തിനും ഖിബില നോക്കേണ്ടതില്ല. ഈ നിസ്കാരത്തെ ഇപ്പോൾ ഷിദ്ദത്തുൽ ഖൗഫിന്റെ നിസ്കാരത്തിലാണ് ഫുഖഹാ എണ്ണിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഫർദ് നിസ്കാരത്തിനും ഖിബില നോക്കൽ ഷർത്തില്ല. എവിടെ? ഇപ്പൊ അജ്മീർക്ക് പോവാണ്, ട്രെയിനിലാണ് യാത്ര. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വണ്ടിയിൽ വെച്ച് ഖിബില നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ഖിബില നോക്കി മനസ്സിലാക്കി നിസ്കരിക്കാനും സാധ്യമല്ല. കൂട്ടുകാർ വിട്ടു പിരിഞ്ഞു പോകും, നമ്മുടെ റഫഖത്തൊക്കെ നമ്മളെ പിരിഞ്ഞു പോകും. അവിടെ നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ, ഇപ്പൊ എന്റെ ഭാര്യയും മക്കളും ഞാനും കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്റെ ഭാര്യനെ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിസ്കരിച്ചിട്ട് ആ വണ്ടി അങ്ങ് വിട്ടുപോയാലോ? പെണ്ണൊറ്റാവൂലേ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നിസ്കരിച്ച് എന്റെ ഭാര്യനെയും മക്കളെ ടിക്കറ്റൊക്കെ എന്റെ പോക്കറ്റ്, ടിക്കറ്റ് ഭാര്യന്റെ കൈ കൊടുത്താൽ തന്നെ അവരാ തുടർന്നുള്ള യാത്രയിൽ ഞാൻ കൂടെ ഉണ്ടാകേണ്ട, ഞാൻ ഇല്ലാതെ എന്തായിരിക്കും അവരുടെ സ്ഥിതി? അതല്ല, നമ്മൾ ഒരു 8-10 സ്നേഹിതന്മാർ ഒരുമിച്ച് പോണ സമയത്ത് ഒരാൾ വിട്ടുപിരിഞ്ഞു പോയാൽ സംഗതി ബുദ്ധിമുട്ടല്ലേ? ആ റഫഖത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായങ്ങളും ആവശ്യങ്ങളും വരുന്നവരല്ലേ? അത് തമ്മിൽ വിട്ടുപിരിഞ്ഞാൽ ബുദ്ധിമുട്ടുകളല്ലേ? തന്നെയുമല്ലാതെ ഒറ്റപ്പെട്ട പ്രദേശത്ത് ജീവഹാനി വരെ സംഭവിക്കാനോ അക്രമികളുടെ ആക്രമണങ്ങളോ അല്ലെങ്കിൽ മോഷണങ്ങളോ, കയ്യിലുള്ള വാച്ച് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും, കാശ് തട്ടിപ്പറിച്ചു കൊണ്ടുപോകും, ഇങ്ങനത്തെ ഒരു ഭയം അവന്റെ ഹൃദയത്തിൽ വന്നാൽ ഈ ട്രെയിൻ യാത്രയിൽ, അജ്മീർ യാത്രയിൽ, കാശ്മീർ യാത്രയിൽ, ഡൽഹി ബോംബെ യാത്രകളിൽ എന്ത് ചെയ്യാം? ട്രെയിനിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാം. എങ്ങനെ നിസ്കരിക്കാം? ഖിബില നോക്കേണ്ടതില്ല, എങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കാം, ഖിബില നോക്കണ്ട. ഇനി അവിടെ അടുത്ത മസ്അല, ഖിബില നോക്കേണ്ടതില്ല എന്ന് പറയുമ്പോ റംലി ഇമാമിനും ഇബ്നു ഹജർ തങ്ങൾക്കും ആ മസ്അലയിൽ ചെറിയൊരു ഖിലാഫുണ്ട്. ഏത് മസ്അലയിൽ? ഈ പറഞ്ഞ മസ്അലയിലല്ല, ഇനി പറയാൻ പോണ മസ്അലയിൽ. ഖിബില നോക്കേണ്ടതില്ല എന്നതിൽ രണ്ടുപേരും ഇത്തിഫാഖാണ്. ഇബ്നു ഹജർ തങ്ങളും റംലി ഇമാമും ഇത്തിഫാഖാണ്. ഇനി പറയാൻ പോണ മസ്അല എന്താ? ഇങ്ങനെ നിസ്കരിച്ച നിസ്കാരം മടക്കണമോ മടക്കണ്ടയോ? ഇതിൽ ഇബ്നു ഹജർ തങ്ങൾക്കും റംലി ഇമാമിനും ഖിലാഫുണ്ട്. റംലി ഇമാം പറഞ്ഞത് മടക്കണ്ടെന്നാണ്, ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് മടക്കണമെന്നാണ്. പിന്നെ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിസ്കരിച്ച നിസ്കാരത്തിന്റെ ഇത് ഷിദ്ദത്തുൽ ഖൗഫിന്റെ നിസ്കാരമായിട്ടാ ഇപ്പൊ പരിഗണിക്കപ്പെടുന്നത്. ഷിദ്ദത്തുൽ ഖൗഫിന്റെ നിസ്കാരത്തിനാണെങ്കിൽ ഖിബില ഷർത്തും ഇല്ല, അതുകൊണ്ട് ഇനി ആ നിസ്കാരം മടക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, എല്ലാ ഫർളും താമായി നിസ്കരിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ മടക്കണ്ട, എല്ലാ ഫർളുകളും താമാക്കി നിസ്കരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മടക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, ട്രെയിനിൽ നിങ്ങൾ നിന്നാണോ നിസ്കരിച്ച് ഇരുന്നാണോ നിസ്കരിച്ച്? ഇരുന്നാണെങ്കിൽ ഖിയാം എന്ന ഫർള് പൂർണ്ണമായില്ല, അപ്പൊ താമായില്ല, എല്ലാ ഫർളും താമായില്ല. അതുകൊണ്ട് എന്ത് വേണം? ആ നിസ്കാരം ഇനി ഒരു കേന്ദ്രത്തിലെത്തിയാൽ അടുത്ത് നിസ്കരിക്കാൻ പറ്റിയ, ഒന്നുകിൽ ഡൽഹി പോകുന്നു, അല്ലെങ്കിൽ അജ്മീർ പോണ യാത്രയിൽ ആഗ്രയിൽ ഇറങ്ങി നിസ്കരിക്കാൻ സൗകര്യം കിട്ടി, അല്ലെങ്കിൽ അജ്മീർ ചെന്ന് ഇറങ്ങിയപ്പോൾ നിസ്കരിക്കാൻ സൗകര്യം കിട്ടി, 2-3 ദിവസം അവിടെ താമസിക്കുന്നു, അപ്പോൾ ആ നിസ്കാരം എന്ത് ചെയ്യണം? മടക്കി നിസ്കരിക്കണം. അല്ല, ട്രെയിനിൽ വെച്ചും നിങ്ങൾ നിസ്കരിച്ചപ്പോൾ നിന്ന് തന്നെയാണോ നിസ്കരിച്ചത്? ഫർളുകളൊക്കെ താമാക്കി നിസ്കരിക്കാൻ സാധിച്ചോ? ആ നിസ്കാരം മടക്കണ്ട എന്ന് ഇബ്നു ഹജർ തങ്ങളുടെയും അഭിപ്രായം.
ഇപ്പൊ ട്രെയിൻ യാത്രയിൽ നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരുപാട് മസാലകളിൽ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, റമദാൻ 1 നിസ്കാരത്തിന്റെ മസാല തുടങ്ങാം, റമദാൻ 30 നിങ്ങൾ അതിന് അവസരം തരികയാണെങ്കിൽ നിസ്കാരത്തിന്റെ മസാല പറഞ്ഞ് പൂർത്തിയാവില്ല. അതിന് മാത്രം മസാലകൾ ഉള്ളതിൽ നിന്ന് ഇതിപ്പോ ട്രെയിൻ യാത്രകളിലേക്ക് നമുക്ക് അത്യാവശ്യം വരുന്ന സന്ദർഭത്തിലേക്ക് ആവശ്യമായ ഒരു മസാലയാണ്. അപ്പൊ ഫ്ലൈറ്റ് യാത്രയിലും ഇങ്ങനെ തന്നെ ചില നിയമം വരും. ഫ്ലൈറ്റ് യാത്രയിലും സൗകര്യം, വിമാനത്തിലൊക്കെ ഇരുന്നിട്ട് എങ്ങനെ നിസ്കരിക്കുക? വിമാനത്തിൽ സൗദി എയർലൈൻസ് ആണെങ്കിൽ ബാക്കിൽ നിസ്കരിക്കാൻ ഒരു റൂമുണ്ട്. സൗദി എയർലൈൻസിന്റെ ഫ്ലൈറ്റിന് മാത്രം ബാക്കിൽ നിസ്കരിക്കാനായിട്ടൊരു റൂമാക്കി തിരിച്ചിട്ടുണ്ട്. അവിടെ നിസ്കാരം അത്ര സീറ്റൊന്നുമില്ല, കർട്ടനൊക്കെ കെട്ടി മറയായിട്ട് റൂമാക്കി തിരിച്ചിട്ട് ഒളുണ്ടാക്കാൻ ഫ്ലൈറ്റിൽ വെള്ളമുണ്ടല്ലോ, ഫ്ലൈറ്റിൽ ബാത്റൂമിൽ പോയാൽ വെള്ളമുണ്ട്. പക്ഷെ ഒന്നായിട്ട് അവരെന്ത് ചെയ്യുന്നത്, നമ്മളെ ആൾക്കാർ ഈ വയസ്സായ സ്ത്രീകളല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് മലപ്പുറം ജില്ല വിട്ടിട്ടേ ഉള്ളൂ, ഫ്ലൈറ്റ് തന്നെ കയറിയിട്ടില്ല, നടാടെ കയറുക. അപ്പൊ ഇവരെന്ത് ചെയ്യും, ആ ബാത്റൂമിലൊക്കെ ചെന്നിട്ട് നമ്മളെ നാട്ടിൽ ഒന്നുണ്ടാക്കണ മാതിരി ഒന്നായിട്ട് വെള്ളം താമസമാക്കി ഒന്നുണ്ടാക്കിയാൽ ഫ്ലൈറ്റിൽ താഴെ വെള്ളം വീണ് പോയാൽ ഇതിന്റെ താഴെ കൂടെയൊക്കെ ഈ ഇലക്ട്രിക് സർക്കുലേഷൻ ഉള്ളതല്ലേ, അപ്പൊ കറണ്ട് എവിടെയെങ്കിലും ഷോർട്ടായി പോയാൽ ഇത് അന്തരീക്ഷത്തിൽ നിന്ന് താഴെ വിടൂലേ. ഇത് സൂക്ഷിക്കാൻ അവർക്ക് കഴിയില്ല, അവർക്ക് അത് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പലപ്പോഴും എന്താവൂല, വെള്ളമുള്ള വിവരം പെണ്ണുങ്ങൾ പലരും അറിയില്ല. അറിഞ്ഞാൽ അവർക്ക് പിന്നെ മൂത്രമൊഴിക്കേണ്ടി വരും. ഇപ്പോൾ ഈ മൂത്രമൊഴിക്കുക എന്നുള്ളത് ഒരു പകർച്ചവ്യാധിയാ. ഒരാൾക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ എല്ലാവർക്കും മുട്ടും. അല്ല പാത്താനില്ല, ആർക്കെങ്കിലും മൂത്രമൊഴിക്കാണ്ടാന്ന് ചോദിച്ചാൽ കൊടുക്കി, കാരണം എന്താ എല്ലാവർക്കും പാത്തേണ്ടി വരും. അതങ്ങനെയാണ് ഇതിന്റെ സ്വഭാവം. അല്ല ആർക്കും മൂത്രമൊഴിക്കാനില്ലേ, അതങ്ങനെ പോയിക്കോളും, കുറെ നേരം പോയിക്കോളും. അപ്പൊ ഫ്ലൈറ്റിക്ക് കയറ്റാൻ സമയത്ത് നമ്മളൊന്ന് ബാത്റൂമിൽ ഒന്നുമൊക്കെ ഉണ്ടാക്കിച്ച് മൂത്രമൊഴിച്ചിട്ട് പരമാവധി അങ്ങനെ ചെയ്യാം. ഫ്ലൈറ്റ് നിസ്കരിക്കാം, ബാക്ക് പോയിട്ട് നിസ്കരിക്കാം, പിന്നിൽ പോയിട്ട് നിസ്കരിക്കേണ്ട സൗകര്യം എയർ ഇന്ത്യ അനുവദിച്ചു തരുമല്ലോ. എയർ ഇന്ത്യയിൽ റൂമൊന്നുമില്ല, പക്ഷെ എയർ ഇന്ത്യ അനുവദിച്ചു തരും. ഞാൻ വാങ്ങി ആ ആനുകൂല്യം ഉപയോഗിച്ചിട്ടുണ്ട്. എയർ ഇന്ത്യ എയർവേഴ്സിനോട് പറഞ്ഞാൽ മതി, നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ മതി. എന്റെ അനുഭവത്തിലുണ്ട്, എയർവേഴ്സ് എന്താ ചെയ്തത്, കർട്ടൻ പിടിച്ചു തന്നിട്ട് ഞങ്ങൾ ജമാഅത്തായി എയർ ഇന്ത്യ ഫ്ലൈറ്റ് നിസ്കരിച്ചിട്ടുണ്ട്. നിസ്കരിക്കണം എന്ന് ചിന്ത ഉണ്ടോ? എവിടെ നിസ്കരിക്കാം ചോദിച്ചാൽ അത് അവൻ അനുവദിച്ചു തരും. ആരും ചോദിക്കൂല. എന്നിട്ട് എന്ത് പറയും, എയർ ഇന്ത്യ അല്ലേ, എങ്ങനെ നിസ്കരിക്കുക? ഇവിടെ ചോദിച്ചു നോക്കിയോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്, വാങ്ങിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. ജമാഅത്തായി എയർ ഇന്ത്യ ഫ്ലൈറ്റ് നിസ്കരിച്ചിട്ടുണ്ട്. അത് അവര് എന്ത് ചെയ്തു, എന്നെ പിടിച്ചെന്നെടുത്ത് അടുത്തിങ്ങനെ നിർത്തി, ഒരാളെ അങ്ങോട്ട് വിടാൻ സമ്മതിക്കാതെ. ഞങ്ങൾ വേഗത്തിൽ അങ്ങനെയൊക്കെ ആവുമ്പോ നമ്മൾ ഫർദ് കരിച്ച് പിന്നെ സുന്നത്ത് കരിച്ച് പിന്നെ കുറെ ദിക്റൊക്കെ ചൊല്ലി അങ്ങനെ ഇടങ്ങാറാക്കരുത്. അവിടൊക്കെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ. നമുക്കൊരു ആനുകൂല്യം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് നിസ്കാരക്കാരൻ അത് തന്നെ ഈ ഹലാക്ക് കുറിച്ചോണ്ട് ഒരു നിസ്കാരം എന്ന് പറയിപ്പിക്കരുത്. ഈ കിട്ടിയ ആനുകൂല്യം ഇവിടെ ഫർദ് അങ്ങ് ചെയ്ത് വീട്ടിയിട്ട് സുന്നത്തിന് ഒരുപാട് വിട്ടുവീഴ്ച ഉണ്ടല്ലോ. ഫർദ് നിസ്കാരം നിന്ന് തന്നെ നിസ്കരിക്കണം. നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇരിക്കാം. എന്താണ് ഈ കഴിയാതിരിക്കുക എന്ന് പറഞ്ഞാൽ, തൊക്ക് പിടിച്ച് ഒരാൾ കക്ഷത്ത് കൈപിടിച്ചിട്ട് നിർത്തി കൊടുക്കാൻ ഒരാളെ കിട്ടുമെങ്കിൽ നിൽക്കാൻ പാടില്ല. കാശ് കൊടുത്താൽ ഒരാളെ കിട്ടും, എന്ത് കക്ഷത്തിങ്ങനെ പിടിച്ചിട്ട് നിർത്തിത്തരാൻ. നിസ്കാരത്തിന് ഖിയാം എന്ന ഫർദ് നിർത്തിത്തരാൻ ഒരാളെ കക്ഷത്ത് പിടിച്ചിട്ട് നിർത്തിത്തരാൻ ആൾ കിട്ടും. അതല്ല ഈ ചുമരിനോട് ചാരിയാൽ വെറുതെ ചുമര് ചാരി നിസ്കരിക്കാൻ പാടില്ല. നിസ്കാരത്തിനിടയിൽ ചുമരുമൊക്കെ തൂണുമൊക്കെ എഴുത്തിമാത് ചെയ്യൽ, അതിന് ചാരണം കൊടുക്കൽ പാടില്ലാത്ത സംഗതിയാണ്. പക്ഷെ ഒരാൾക്ക് ഖിയാം എന്ന ഫർദിൽ അയാൾ ചാരിയിട്ട് നിൽക്കണം, ഇരിക്കാനായിട്ടില്ല, കസേരടാനായിട്ടില്ല. അയാൾക്ക് കക്ഷത്ത് പിടിച്ചു കൊടുക്കാൻ ഒരാൾ കിട്ടുമെങ്കിൽ അയാൾ എന്തായിട്ടില്ല, ഇരിക്കാനായിട്ടില്ല. ആ കക്ഷത്ത് പിടിച്ചു നിർത്തിയിട്ട് അയാൾക്ക് എന്തെങ്കിലും ഒരു ചായക്കാശ് കൊടുത്താൽ ചെയ്തു തരുമെങ്കിൽ അങ്ങനെ അയാൾ നിന്ന് തന്നെ നിസ്കരിക്കണം, ഇരിക്കാനായിട്ടില്ല. എന്നാ സുന്നത്തുകാരം എത്ര ആരോഗ്യമുള്ളവനാണെങ്കിലും ഇരുന്ന് നിസ്കരിക്കാം. പകുതി കൂലിയെ കിട്ടുള്ളൂ എന്ന് മാത്രം. നിന്ന് നിസ്കരിച്ചാൽ കിട്ടുന്ന കൂലിയുടെ പകുതിയെ ആരോഗ്യമുള്ള ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ കിട്ടും. അപ്പൊ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിച്ചു എന്നതുകൊണ്ട് നിസ്കാരം സ്വഹീഹാകും, കൂലി പകുതിയായിട്ട് കുറയും. എന്തിനാ ആരോഗ്യമുള്ളവർ ഇരുന്ന് നിസ്കരിക്കണം? അപ്പൊ ഫ്ലൈറ്റ് യാത്രയിൽ സ്റ്റൂളിൽ പോയിട്ട് നിസ്കരിക്കാം, സുന്നത്തല്ലേ, ഇരുന്ന് നിസ്കരിക്കാലോ, വിരോധമില്ല. ഈ വിമാനത്തിൽ നിന്ന് ഒളു ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലോ അതിനനുസരിച്ചുള്ള നിസ്കാരം അപ്പണം. ആ നിസ്കാരം എന്തായാലും കരിപ്പൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയാൽ എയർപോർട്ടിൽ വെച്ചിട്ട് ഒളു ഉണ്ടാക്കി നിസ്കരിക്കാൻ സൗകര്യമുണ്ട്, അവിടെ നിസ്കരിക്കാം. നിസ്കരിക്കണം എന്ന് സൗകര്യമുള്ളവർക്ക് എവിടെല്ലാം സൗകര്യമുണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ പ്രെയർ ഹാളുണ്ടല്ലോ, നിസ്കരിക്കാൻ പ്രത്യേകമായിട്ട് നിസ്കാരമുറിയനുണ്ടല്ലോ. ഈ പള്ളിയുടെ വിശാലതയുള്ള റൂം കരിപ്പൂർ എയർപോർട്ട് നിസ്കരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആരുതാ എയർപോർട്ട്? മുസ്ലിമീങ്ങളുതാ? അല്ല, ഈ രാജ്യത്തെ പൊതുജനത്തിന്റെ സമ്പത്താണ്.
അവിടെ നിസ്കരിക്കാനായിട്ട് റൂം, നിസ്കരിക്കണം എന്നുള്ള ചിന്ത അവർക്ക് അള്ളാഹു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ബോംബെ എയർപോർട്ട് നിസ്കരിക്കാൻ സൗകര്യം, എല്ലാ എയർപോർട്ടും നിസ്കരിക്കാൻ സൗകര്യം, പ്രയർ ഹാൾ, നിസ്കാരമുറി, പെണ്ണുങ്ങൾക്ക് വേറെ ആണുങ്ങൾക്ക് വേറെ, അതൊക്കെ സൗകര്യങ്ങൾ എയർപോർട്ടുകളിലുണ്ട്. നിസ്കരിക്കണം എന്ന ചിന്ത ഉണ്ടോ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. അപ്പോ യാത്രയിൽ ട്രെയിൻ യാത്രയിൽ നിസ്കരിക്കാൻ ഒന്നും അലംഭാവം കാണിക്കണ്ട. നിന്ന് നിസ്കരിക്കാൻ പറ്റിയോ ആ നിസ്കാരം മടക്കണ്ട. ഇരുന്നാണോ നിസ്കരിച്ചത് ആ നിസ്കാരം മടക്കണം. എന്തുകൊണ്ട്? എല്ലാ പറമ്പും താമായി ചെയ്യാൻ കഴിയാത്തത് കൊണ്ട്. ഖിബിലക്ക് മുന്നിടലോ തന്റെ കൂട്ടുകാരെ വിട്ടുപിരിയുമെന്ന ഭയം. ട്രെയിൻ പോയി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ട് ഖിബില ഒപ്പിച്ച് കൃത്യമായി നിന്ന് നിസ്കാരം താമായി ചെയ്യാൻ കഴിയും. പക്ഷേ അപ്പോഴേക്ക് ട്രെയിൻ വിട്ടുപോയാൽ എന്റെ കൂട്ടുകാരെ വിട്ടുപിരിയേണ്ടി വരും. ഞാനാണെങ്കിലോ ഒരു നിർഭയ കേന്ദ്രത്തിൽ അല്ലതാനും. അങ്ങനത്തെ ഒരു ഭയം നിനക്കുണ്ടോ? ഈ നിസ്കാരം ശുദ്ധത്തുൽ ഖൗഫിന്റെ ഇനത്തിൽ ഉലമാ അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ട് ആ നിസ്കാരത്തിന് ഷർത്തില്ല, ഖിബിലക്ക് മുന്നിൽ ഷർത്തില്ല എന്ന് വെച്ചത് കൊണ്ട് എങ്ങോട്ടും തിരിഞ്ഞ് നിസ്കരിക്കാം. അവിടെ നിന്ന് നിസ്കരിച്ചാൽ മടക്കണ്ട, ഇരുന്ന് നിസ്കരിച്ചാൽ മടക്കണം. ഇതാണ് ഫിഖ്ഹിന്റെ മുഅ്തമദ് ഇബ്നു ഹജർ തങ്ങൾ ത്വഹഫയിൽ രേഖപ്പെടുത്തിയത്. ഇങ്ങനെയാണ്. ഇതായിരുന്നു ഇന്നലെ ചോദിച്ച ചോദ്യമെന്ന് ക്ലാസ് കഴിഞ്ഞപ്പോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞതാണ്. 132 കിലോമീറ്ററിൽ കൂടുതൽ യാത്ര ചെയ്ത് 2-3 ദിവസമൊക്കെ യാത്ര ചെയ്യുമല്ലോ ട്രെയിനിൽ. അപ്പോഴൊക്കെ ഇങ്ങനെ തന്നെ നിസ്കാരം, ആ യാത്രയിലൊക്കെ ഇങ്ങനെ തന്നെ നിസ്കാരം. നിസ്കാരത്തിന്റെ മസാല പഠിച്ച സംഗതി സിമ്പിളാണ്. നിസ്കരിക്കുന്നതിന് എന്താ പ്രയാസം? എന്തെല്ലാം വിട്ടുവീഴ്ചകൾ, എന്തെല്ലാം ആനുകൂല്യങ്ങൾ, എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. നിങ്ങൾ പറയാലോ മൂല്യമാർക്ക് എല്ലാത്തിനും മസാല ഉണ്ടാവും. ഇത് മൂല്യമാരെ മാത്രം കുത്തകെ അല്ല. നിങ്ങൾ 2 കഷ്ണം പഠിച്ചു നോക്കി എന്ത് സൗകര്യാന്നറിയും. 2 കണ്ണം കിതാബിന്റെ കണ്ണം മറിക്കാൻ സാധിച്ചാൽ എന്തോ ഒരു സൗകര്യമാണ്. നിസ്കാരത്തിലൊക്കെ എത്ര വിട്ടുവീഴ്ചകൾ, എന്തെല്ലാം ആനുകൂല്യങ്ങൾ. അത് നമ്മൾ പഠിച്ചു നോക്കിയാൽ നിസ്കാരം ഉപേക്ഷിക്കേണ്ട ഒരു സന്ദർഭമില്ല. എങ്ങനെങ്കിലും അത് ചെയ്തു കൂട്ടാനുള്ള സംവിധാനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നിസ്കാരത്തിൽ ഒരു ഫർദ് വീഴ്ച സംഭവിച്ചാൽ നിസ്കരിച്ചില്ല, ഒരാളുടെ നിസ്കാരത്തിൽ ഒരു അപാകത സംഭവിച്ചാൽ നിസ്കരിച്ചില്ല എങ്കിൽ ആ നിസ്കാരം ഖളാ വീട്ടുന്നത് വരെയുള്ള സർവ്വ പണിയും ഹറാമാണ്. ഒരു പണിയും പാടില്ല. ഭക്ഷണം കഴിക്കാം, ജീവൻ നിലനിൽക്കണ്ടേ. കഴിച്ച ഭക്ഷണം കക്കൂസ് പോകാമെന്ന് ഒഴിവാക്കാൻ, കാരണം പിടിച്ചാലും കിട്ടൂല, നിർബന്ധം കക്കൂസ് പോകാം. ജീവന്റെ അപകടപ്പെടാതിരിക്കാൻ അത്യാവശ്യം ശരീരത്തിന് ആവശ്യമായ ഉറക്കം വേണ്ടി വരും, ഉറങ്ങാം. ഇങ്ങനെ ചില അത്യാവശ്യമാരാബദ്ധമിന്റുവായ ചില സംഗതികളുണ്ട്, അത്യാവശ്യപ്പെട്ട ചില സംഗതി. അത് അല്ലാത്ത വേറുള്ള സർവ്വ പണിയും ഈ നിസ്കാരം ഖളാ വിട്ടാതെ ഇരിക്കണ എല്ലാ പണിയും ഹറാമാണ്. പള്ളിയിൽ നിന്ന് നിസ്കാരിക്കാൻ സുന്നത്തിക്കരിക്കാതെ പോകാൻ എന്താ? സുന്നത്തിക്കരിക്കണ്ടേ? ഫർള് മാത്രം നിസ്കരിച്ചാൽ മതിയോ? ഞാൻ ഒരുപാട് ഫർള് നഷ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് ആ ഫർള് ഖളാ വിട്ടാതെ എനിക്ക് ഫർള് നഷ്ടപ്പെടുത്തിയാൽ സുന്നത്ത് നിസ്കരിക്കൽ ഹറാമാണല്ലോ. എങ്ങോട്ടാ പോണത്? ഇവിടെ ഈ ബുക്ക് സ്റ്റാളിൽ പോയിരുന്നിട്ട് ഇങ്ങനെ ആ CD കേട്ട്, അവിടെ പല CD-കളൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, അതും കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പുറത്ത് പോയിട്ട് വായനശാലയിൽ പോയിട്ട് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ വെറുതെ TV പന്തളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നും വേണ്ട, വീട്ടിൽ പോയിട്ട് സിറ്റ് ഔട്ടിൽ ഇങ്ങനെ വെറുതെ നോക്കിയിരിക്കുകയാണ്. ഒക്കെ ഹറാമാ. വെറുതെ ഇരിക്കലും ഹറാമാണ്, ആ പത്രം വായിച്ചതും ഹറാമാണ്, ആ CD കേട്ടിരുന്നതും ഹറാമാണ്, എന്തും ഹറാം. ഈ ഫർള് ഖളാ വീട്ടല്ലാത്ത ജീവിതത്തിന്റെ നിലവാരത്തിന് നിർബന്ധമായ ചില സംഗതികൾ എണ്ണി പറഞ്ഞല്ലോ. ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, കക്കൂസ് പോവുക തുടങ്ങിയ നിർബന്ധാവശ്യമായ ചില സംഗതികൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഹറാമാണ്. ആ നിസ്കാരം ഖളാ വിട്ടാതെ റബ്ബ് വിടൂല, ഒരു കാരണവശാലും വിടൂല. ആ നിസ്കാരം ഖളാ വിട്ടാതെ അയാൾ മരിച്ചാൽ, അയാളുടെ കുടുംബത്തിൽ നിന്ന് ഉമ്മ മരിച്ചാൽ മകൻ, ബാപ്പ മരിച്ചാൽ മകൻ, ആ ഖളാ ആയ നിസ്കാരം ഖളാ വീട്ടണം എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു വീട്ടി കാണിച്ചു തന്നിട്ടുണ്ട്. മരണപ്പെട്ടു പോയ ഒരാളുടെ നിസ്കാരം ഖളാ വീട്ടി കാണിച്ചു കൊടുത്ത അനുഭവമുണ്ട്. അപ്പോ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അത് വളരെ ഗൗരവമാണ്. നാളെ പരലോകത്ത് കൊടുക്കാതിരിക്കാൻ ഒരാൾക്ക് എത്ര നിസ്കാരം ഖളാ ആയി എന്ന് അറിഞ്ഞൂടാ. കുറേ നിസ്കാരം ഖളാ ആയിട്ടുണ്ട്. എത്രയാണ് ഇപ്പൊ ഖളാ ആയതൊന്നും ഒരു പിടുത്തൂല്ല. എന്നാ ഒരു പിടുത്തില്ലാതെ വീട്ടിൽ തന്നെ വീട്ടി കുറേ കഴിയുമ്പോ ഇപ്പോ ഞാൻ ആ ഖളാ ആക്കിയതൊക്കെ ഖളാ വീട്ടിയിട്ടുണ്ടാവും എന്ന് അവന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നത് വരെ അവൻ അങ്ങ് ഖളാ വീട്ടും.
നിങ്ങൾക്കറിയുമോ, ഈ കഴിഞ്ഞ റമദാനിന്റെ ശേഷം റബീഉൽ അവ്വലില് ആണെന്ന് തോന്നുന്നു, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരാള് ഫോൺ ചെയ്ത് നമ്മളോടൊരു മസല ചോദിച്ചു. എന്ത്? അയാളുടെ വാപ്പ മരിച്ചു. വാപ്പ മരിച്ചിട്ട് ഒരു 70-80 വയസ്സ് വരെ ജീവിച്ച ആളാ. 3-4 മക്കളും, ചെറിയൊരു അത്യാവശ്യം മാന്യമായ ചെറിയൊരു വീടും, ഒരാഡംബരമില്ലാത്തൊരു വീടും. വാപ്പ മരിച്ചു. ജീവിതത്തിൽ ഒരൊറ്റ നോമ്പ് ആ വാപ്പ നോക്കിയിട്ടില്ല. ഇതുണ്ടായ വാക്കയത്താണ് കഴിഞ്ഞ റബീഉൽ അവ്വലില്, അല്ലെങ്കിൽ റബീഉൽ അവ്വൽ കഴിഞ്ഞ റബീഉൽ ആഖിറിൽ, ഉണ്ടായാലും ഒരു മാസത്തിൽ ആണ് സംഭവം. 6 മാസമായി. ഇനി എന്താ വേണ്ടത്? മുദ്ദു കൊടുക്കണം. ഒരാൾ മരണപ്പെട്ടാൽ അയാൾ നോമ്പ് നോൽക്കേണ്ട ഒരു കക്ഷി നോമ്പ് നോൽക്കാതെ മരിച്ച ആൾക്ക് അയാൾക്ക് മുദ്ദു കൊടുക്കണം. കഴിഞ്ഞ റമദാൻ മാസത്തിലെ മുദ്ദ് കൊടുത്തില്ല, റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റി ഈ റമദാൻ വരെ നോറ്റിയില്ലെങ്കിൽ മുദ്ദിന്റെ എണ്ണം കൂടി. ഈ റമദാൻ കയ്യരോടുകൂടി ഇതുവരെ ഒരു മുദ്ദ് മതിയായിരുന്നു, ഇപ്പൊ 2 മുദ്ദ് വേണം. അടുത്ത റമദാൻ ആകുമ്പോൾ ഡബിളാവും. 80 വയസ്സ് വരെ ജീവിച്ച ഈ തന്ത ജീവിതത്തിൽ ഒരൊറ്റ നോമ്പ് നോക്കിയിട്ടില്ല. അപ്പൊ അയാളെ 15 വയസ്സ് മുതൽ കണക്കൂട്ടി നോക്കുമ്പോ 8 ലക്ഷം രൂപയുടെ മുദ്ദ് കൊടുക്കും. 8 ലക്ഷത്തിന്റെ മുദ്ദ് കൊടുക്കും. ഈ പറമ്പ് വിറ്റിട്ട് ആകെ കിട്ടിയത് 6.25 ലക്ഷം രൂപയാണ്. അത് ചിന്തിക്കണം. ആ മക്കൾക്ക് 5 സെന്റ് ഭൂമി, ബാപ്പന്റെ സ്വത്ത് എന്നുള്ളവർക്ക് ഒരു ഈർക്കിളി കഷ്ണം പല്ല് കുത്താൻ കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഈ മനുഷ്യന്റെ ഒരൊറ്റ റമദാനിന്റെ നോമ്പ്, ഒരു കൊല്ലത്തെ നല്ല ഒരു ഫർള്, അല്ലാഹു ഫർളാക്കിയ റമദാൻ മാസത്തിലെ നോമ്പ് ജീവിതത്തിൽ നോൽക്കാത്തതിന് അയാൾ റബ്ബിന്റെ അടുക്കൽ സമാധാനം പറയേണ്ടി വരും. ഈ മുദ്ദ് കൊടുത്തതുകൊണ്ട് അയാൾ പരലോകത്ത് വെച്ചില്ലല്ലോ. ഇയാളെ മുദ്ദ് ഇപ്പൊ ഈ 8 ലക്ഷത്തിന് കൊടുത്തല്ലോ. 6.25 ലക്ഷം റുപ്യക്ക് വീട് വിറ്റിട്ട് 8 ലക്ഷം രൂപക്ക് അയാളെ മുദ്ദ് കൊടുത്തിട്ട് ബാക്കി പൈസ മക്കൾ കൂട്ടിയിട്ട് അയാളെ മുദ്ദിന്റെ എണ്ണം കണക്കൂട്ടി വെക്കുമ്പോ മക്കള് ആ വാപ്പാക്കും വേണ്ടി അങ്ങോട്ട് കാശ് ചെലവാക്കി. ഇത് നമ്മളെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ വിളിച്ചാൽ കേൾക്കണ, കൂക്കിയാൽ കേൾക്കണ ദൂരത്ത് ആണ് ഈ കാര്യം സംഭവിച്ചത്. നാടും മഹല്ലും ആളെ പേരൊന്നും ഇപ്പൊ ഈ പറയുന്ന സദസ്സിൽ ആവശ്യമില്ലല്ലോ. വെറുതെ അയാളെ പറ്റി നമ്മൾ ഗീബത്ത് പറയേണ്ട ആവശ്യം, ഒരു വിഷയം പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇത് അന്ന് അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടോ എന്ന് വെച്ചിട്ട് എന്നാ അയാളെ മുദ്ദ് കൊടുത്തിട്ട് അയാളെ പറമ്പും വരി വിറ്റ് മുദ്ദ് കൊടുത്താൽ പരലോകത്തെ അയാൾ നോമ്പ് നോൽക്കാത്തതിന് റബ്ബിന്റെ മുമ്പിൽ അയാൾ രക്ഷപ്പെടുവോ? രക്ഷപ്പെടൂല. നിസ്കാരം ഖളാ ആക്കിയ ഒരു മനുഷ്യൻ അയാൾ ഖളാ വീട്ടിയാൽ തന്നെ പരലോകത്ത് രക്ഷപ്പെടുവോ? എന്താ? നിസ്കാരം ഖളാ വീട്ടിയ ഒരാൾക്ക്, നിസ്കാരം നഷ്ടപ്പെടുത്തിയ ഒരാൾക്ക് 2 ശിക്ഷയാണ്. ആ നിസ്കാരം അയാൾ ഖളാ വീട്ടിയാൽ 1 ശിക്ഷ ബാക്കിയാണ്. അതെന്താ? നിസ്കാരം നഷ്ടപ്പെടുത്തിയ ഒരാളോട് ചോദ്യം, നീ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന ഒരു ചോദ്യമാണ്. എന്തുകൊണ്ട് ആ നിസ്കാരത്തിന് ഞാനൊരു കൃത്യ ടൈം നിശ്ചയിച്ചിട്ട് അത് പാലിച്ചില്ല എന്ന 2ാമത്തെ ചോദ്യം. ഇത് ഒരാൾ നിസ്കാരം ഖളാ വീട്ടിയാൽ അയാളുടെ ഒരു ചോദ്യം കഴിഞ്ഞ് എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന ചോദ്യം ഇനിയില്ല. നിസ്കരിച്ചല്ലോ, പക്ഷെ ഒരു ചോദ്യം ബാക്കിയാണ്. എന്തുകൊണ്ട്? അതിന് ഞാനൊരു ടൈം വെച്ചിട്ട് അത് നീ പാലിച്ചില്ല. പണ്ട് ശംസുലമ ഇ.കെ. ഉസ്താദ് പട്ടിക്കാട് കോളേജിൽ നിന്ന് ഒരുത്തൻ നടന്നു പോകാൻ ആളെ വിളിച്ചു. റൂമിലേക്ക് ഇയാളെ ബേജാറായിട്ട് ഇങ്ങനെ ചെന്ന് നോക്കിയപ്പോ ശംസുലമന്റെ വിചാരം ഇയാളെ തലയിൽ നിറച്ച് മുടിയുണ്ട് എന്നാണ്. ബോജ തലയിക്കെട്ട് ഇങ്ങനെ കെട്ടിയപ്പോ, കഴിച്ചടാ തലയിക്കെട്ട് തന്നു. തലയിക്കെട്ട് കഴിച്ചു. തോക്കുമ്പോ മൊട്ട തലയാണ്. മൂപ്പരാകെ വസളാൻ പോയി. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ തൊപ്പിട്ട് തലയിൽ കെട്ടണം? അയാളെ തലയിൽ തൊപ്പില്ല, അയിമ കച്ചിലേ കിട്ടി. തൊപ്പി കൂടി ഇട്ടുകണെങ്കിൽ മൂപ്പര് വേറെ കുസൃതി ഉണ്ടാക്കും. നമ്മളാരും ചിന്തിക്കാത്ത ചില കുസൃതി എന്ന മാതിരി ഓരോരോ ഹിക്മത്തുകള്. ഒന്ന് രക്ഷപ്പെടുമ്പോ വേറെ ഒന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, നമ്മളെ നോമ്പ് നിസ്കാരമൊക്കെ. അപ്പോ ഖളാ ആക്കിയാൽ നിസ്കാരം അതിന്റെ ടൈമൊന്ന് നഷ്ടപ്പെട്ടോ ഒരു കാരണവശാലും അത് ഖളാ കിട്ടാത്ത പരിപാടി അല്ലാഹു സമ്മതിക്കൂല. ഖളാ എന്ന ഖളാ കിട്ടിയാ പിന്നെന്തിനാ തൗബ? ഖളാ കിട്ടിയാ പിന്നെന്തിനാ തൗബ? അതാ സമയം പാലിക്കാത്തതിന്. എന്തുകൊണ്ട് അതിന്റെ സമയം പാലിച്ചില്ല എന്നുള്ള ചോദ്യം അപ്പോഴും ബാലൻസ് ആണ്. എന്തുകൊണ്ടാണ് അതിന്റെ സമയം പാലിച്ചില്ല? ഞാനൊരു ടൈം അതിന് വെച്ചിട്ടില്ലേ, ഇത് നിസ്കരിച്ചോര് ശരിയാ, ലോഹറിന് ഞാൻ വെച്ച ലോഹറിന്റെ ടൈമിൽ എന്തുകൊണ്ട് നിസ്കരിച്ചില്ല എന്ന ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പൊ നിസ്കാരം ഖളാ ആക്കിയവൻ ഖളാ വീട്ടിയാലും തൗബ വാജിബാണ്. എന്തിനാ തൗബ? ടൈം പാലിക്കാത്ത തെറ്റിന്. അത് അല്ലാഹുവിനെ ശിക്ഷിക്കപ്പെടും. ഖളാ ആക്കിയ ഒരു മനുഷ്യന്
ആ ഖളാ വീട്ടുന്നത് വരെ ഒരു തരം സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. ഒരു തരത്തിലുള്ള സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ തന്നെ ഫർളിന് വീഴ്ച വരരുത്. ജീവിതത്തിൽ ഒരു ഫർള് നിസ്കാരത്തിന് വീഴ്ച സംഭവിച്ചാൽ സുന്നത്ത് നിസ്കാരം അവനും തമ്മിൽ ബന്ധമില്ല, അവന് നിസ്കരിക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ ഈ സുന്നത്ത് നഷ്ടപ്പെട്ടു. സുന്നത്ത് നഷ്ടപ്പെട്ട സുന്നത്തിന്റെ കൂലി പോയി. പരലോകത്ത് വരുമ്പോ നഷ്ടം അവർക്ക് നഷ്ടം. ആ സുന്നത്ത് നിസ്കരിക്കാത്ത നഷ്ടം അവനുണ്ടാകും. അപ്പൊ സുന്നത്തിന് ചാൻസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഫർളിൽ വീഴ്ച സംഭവിക്കരുത്, ഫർള് ഉപേക്ഷിക്കരുത്, ഫർള് ഖളാ വിട്ടരുത്, ഖളാ ആക്കരുത്. ഖളാ ആയത് ഖളാ വിട്ടണം. ഇപ്പൊ ഒരുപാട് നിസ്കാരം ഖളാ ആയിക്കണം. എന്നാൽ പിന്നെ വേണ്ടത് എന്താ? ഒഴിവ് കിട്ടണ സമയമൊക്കെ ഫർള് ഖളാ വിട്ടണം. ഇപ്പൊ ഇവിടെ വന്നിട്ട് ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ് ജമാഅത്ത് കാത്തിരിക്കുമ്പോ ആ സുന്നത്ത് ളുഹറിന്റെ മുമ്പ് സുന്നത്തില്ലേ, ആ സ്ഥാനത്ത് ആ നാല് ഫർള് ഖളാ വിട്ടിക്കോ. സുന്നത്തിന് പകരം ആ ഫർള് ആവൂല, ആ ഖളാ ആയ ഫർള് ഖളാ. ളുഹർ നിസ്കരിച്ചിട്ട് ഒരു ളുഹറോട് നിസ്കരിച്ചാൽ 2 ദിവസത്തെ ളുഹർ ഖളാ ആയി വിടിയില്ലേ. അസറിന്റെ മുമ്പ് സുന്നത്ത് നിസ്കാരമുണ്ട്, ആ സമയത്തും ഈ ളുഹർ നിസ്കരിക്കുക, അസർ നിസ്കരിക്കുക. ഇതിങ്ങനെ ഉപദേശിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റിയ ഒരു അങ്ങനെയല്ലല്ലോ ഖളാ വീട്ടേണ്ടത്. ഖളാ വീട്ടേണ്ട ഒഴിവ് വീട്ടുന്ന സമയമൊക്കെ ഖളാ വീട്ടല്ലേ. ഇയാൾ ഇങ്ങനെ ഖളാ വീട്ടാൻ പറ്റും എന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇതിന്റെ ഇടയിൽ അയാൾക്ക് കിട്ടുന്ന ക്യാപ്പിൽ ഖളാ വീടൂലല്ലോ. പക്ഷെ ഈ തനി മൂരാച്ചികൾ ഒരു നിലക്കും ഇത് ഖളാ വീടുന്നില്ലെങ്കിൽ ഇടാ എങ്ങനെയെങ്കിലും ഇതൊന്ന് വീട്ടി തീർക്ക് എന്നേ അതിനെപ്പറ്റി പറയാനുള്ളൂ. ഇത് ഇങ്ങനെയെങ്കിലും ഒന്ന് വീട്ടി തീർക്ക്. അങ്ങനെ വീട്ടണമെന്ന് പ്രേരിപ്പിച്ച് വഴങ്ങു പറയാൻ പറ്റൂല. അങ്ങനെയല്ല വീട്ടേണ്ടത്. ശറഅ് പറഞ്ഞ വീട്ടിലെങ്ങനെയാ? ഒഴിവ് വീട്ടുള്ള സമയമൊക്കെ വീട്ടണം എന്നാ. അപ്പൊ ഒരാളോട് പറയാണ് ഇജ്ജ് ളുഹർ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ 2 ളുഹർ കൂടിയാണ് നിസ്കരിച്ചാ, അസർ നിസ്കരിക്കുമ്പോൾ അതിനെ കൂടെ 2 അസറോ നിസ്കരിച്ചോ, മഗ്‌രിബ് നിസ്കരിക്കുമ്പോൾ ഒരു മഗ്‌രിബ് നിസ്കരിച്ചോ എന്ന് പറഞ്ഞാൽ ഈ അസറിന്റെ മഗ്‌രിബിന്റെ അടിയിൽ അയാൾക്ക് കിട്ടുന്ന ഒഴിവ് സമയം അയാൾ മഗ്‌രിബിന്റെ സമയത്ത് ഓരിക്കരിക്കാൽ ഏതായാലും പള്ളിയിലേക്ക് പോകൂലേ എന്ന് വിചാരിച്ചാൽ ഈ ഒഴിവ് സമയം അയാൾ ഉപയോഗപ്പെടുത്തൂല. അതങ്ങനെ വയത് പറയേണ്ടതല്ല. പക്ഷേ ഒരു നിലക്കും ഇയാൾ ഖളാ വീട്ടില്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ട് എല്ലാവരും സുന്നത്തികരിക്കുമ്പോ എനിക്ക് ഫർള് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും പറഞ്ഞു കാണ്ട് സുന്നത്തികരിക്കാതെ കണ്ട ആ ഫർള് ഖളാ വീട്ടിക്കോ, എങ്ങനെയെങ്കിലും ഇത് വീട്ടി തീർത്തോ, എപ്പോഴാ മരിക്കാന്ന് പറയാൻ പറ്റില്ല. റബ്ബിലൗലാ ജിബ്രീൽ അലൈഹിസ്സലാം വരും, അല്ല അസ്രായീൽ അലൈഹിസ്സലാം വരും. ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗതു ഖാല റബ്ബി ഇർജിഊൻ. മരണത്തിന്റെ മലക്കുൽ മൗത്ത് അസ്രായീൽ അലൈഹിസ്സലാം ഏത് മനുഷ്യനെയും സമീപിക്കുമ്പോൾ അസ്രായീൽ അലൈഹിസ്സലാം റൂഹിനെ പിടിക്കാൻ വരുമ്പോ ഈ മനുഷ്യൻ പറയുന്നു ലഅല്ലി അഅമലു സാലിഹാ റബ്ബി ഇർജിഊൻ, കുറച്ചുകൂടി സമയം പിന്തിച്ചിട്ടുക. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, കഴിഞ്ഞ കാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ അമലുകൾ വീണ്ടെടുക്കട്ടെ, കുറെ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ചെയ്തു തീർക്കട്ടെ, ഒന്ന് പിന്തിച്ചിട്ടതാ എന്ന് പറയൽ. ആദ്യം 1 വർഷത്തെ ആയുസ്സാ ചോദിക്കാന്ന, 1 കൊല്ലം കൂടി, ഒറ്റ കൊല്ലം, കൂടുതലൊന്നും വേണ്ട, ഒറ്റ കൊല്ലം. അത് സമ്മതിക്കൂലാന്ന് കണ്ടാൽ ഇയാൾ 1 മാസത്തേക്ക് വരും, 1 മാസവും അനുവദിക്കൂലാന്ന് കണ്ടാൽ 1 ദിവസത്തേക്ക് വരും, ഒരാഴ്ച വരും, ഒരാഴ്ചത്തേക്ക് അനുവദിക്കൂലാന്ന് കണ്ടാൽ 1 ദിവസം ചോദിക്കും. അവസാനം കെഞ്ചി ചോദിച്ച് 1 മിനിറ്റ് വരെ ചോദിച്ചു നോക്കും, കിട്ടുമോ എന്നുള്ള നിലയ്ക്ക്. 1 സെക്കൻഡ് ലാ യസ്തഖദിമൂന സഅതൻ വലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. 1 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടില്ല, കൃത്യ പോയിന്റിൽ വെച്ചിട്ട് അങ്ങ് പിടിക്കും. വീട്ടാൻ കഴിയൂല കേട്ടോ, കേറിച്ചിട്ട് കാര്യമില്ല. പരലോകത്ത് ചെന്നാൽ പടച്ചോനെ ഇതൊക്കെ ദുനിയാവിൽ നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് ഞാൻ ചെയ്തില്ലല്ലോ എന്ന് കേറിക്കാൻ ഇടവരരുത്. അത് ഈ ദുനിയാവിൽ തന്നെ കൃത്യമായിട്ട് അങ്ങ് ചെയ്യും. അങ്ങനെ ഫർളുകൾ നിസ്കരിച്ചു കൃത്യമായാൽ ആ ഫർളുകളുടെ കൂടെ ചില സുന്നത്തുകൾ അല്ലാഹു തആല നമുക്ക് വെച്ചിട്ടുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. ഞാൻ ഇപ്പോഴും വിഷയത്തിൽ എത്തിയിട്ടില്ല. സുന്നത്ത് നിസ്കാരങ്ങൾ അല്ലാഹു എന്തിനു വെച്ചതാണ്? ഫർള് നിസ്കാരങ്ങൾ അല്ലാഹുവിന്റെ നിർബന്ധ കൽപ്പനയാണ്, ചെയ്തോളണം, അല്ലെങ്കിൽ വിടൂല, കർക്കശമാണ്. അല്ലാഹു തആല കർശനമായി വെച്ചിരിക്കുന്ന ചില നിർബന്ധ കർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ പഠിച്ചോ നമ്മളെ വിടൂല. സുന്നത്ത് അങ്ങനെയല്ല. സുന്നത്ത് ചെയ്താൽ പ്രതിഫലം തരാം, ചെയ്തില്ലെങ്കിലോ ശിക്ഷിക്കപ്പെടുകയൊന്നുമില്ല. അപ്പൊ ഈ മനുഷ്യൻ ആ സുന്നത്ത് ചെയ്യണത് അവനും അവന്റെ അള്ളാഹുവിനെ സ്നേഹിച്ചതിന്റെ പേരിലാണ്. മറ്റതങ്ങനല്ല, മറ്റത് പേടിച്ചിട്ട് ചെയ്യാണ്.
പടച്ചോനെ എന്താ ചെയ്യാ, നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹ് നരകത്തിലിടുമല്ലോ എന്ന് പേടിച്ചിട്ട് കുടുങ്ങിയിട്ട് ചെയ്യണം. മറ്റത് അങ്ങനല്ല. മറ്റത് അള്ളാഹിനെ സ്നേഹിച്ചിട്ട് സുന്നത്ത് നിസ്കരിച്ചില്ലെങ്കിൽ എന്താ, ആരും ചോദ്യം ചെയ്യൊന്നുമില്ല. നരകത്തിലിടോ? ഇല്ല. കൂലി കിട്ടൂല? കൂലി കിട്ടൂല എന്നല്ലോ. നരകത്തിലിടൂലല്ലോ? ഇല്ല. പിന്നെ ഇവനെ നിസ്കരിച്ചതോ അവൻ അവന്റെ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടാണ്. ഏതൊരു മനുഷ്യനും ഒരു സുന്നത്തായ കർമ്മം ചെയ്യുന്നത് അവന്റെ ഐച്ഛികമായ അവന്റെ സ്വന്തം നഫ്സിന്റെ പ്രേരണ കൊണ്ട് റബ്ബിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്ന അമലാണ്. ആ സ്നേഹം കൊണ്ട് ചെയ്യുന്ന അമലിനാണ് റബ്ബിന്റെ സ്നേഹം തിരിച്ച് ഞമ്മക്കും കിട്ടുക. മസാല അബ്ദി ബിന്നവാഫിൽ യഖറുബു ഹത്താ കൂന ലഹു യദൻ വല്ലർജുല. സുന്നത്ത് കൊണ്ടാണ് റബ്ബിന്റെ പ്രീതി കിട്ടുക. ഫർള് അവൻ ചെയ്യാൻ കൽപ്പിച്ചിട്ട് നിർബന്ധിച്ചിട്ട് ചെയ്യാൻ. നമ്മളാണെങ്കിലോ കുടുങ്ങിയിട്ട് ചെയ്യണ സ്ഥാനത്തുമാണ്. ചെയ്തില്ലെങ്കിൽ നരകത്തിലുള്ളവരോട് പേടിച്ചിട്ട് ചെയ്യാം. സുന്നത്ത് അങ്ങനല്ല. അത് സ്വയം പ്രേരണ കൊണ്ട് വേണം വിചാരിച്ച്, എനിക്ക് കൂലിയിട്ടെന്ന് വിചാരിച്ച്, എന്റെ റബ്ബ് എന്നോട് ഐച്ഛികമായി കൽപ്പിച്ചതല്ലേ, ചെയ്തില്ലെങ്കിൽ എന്റെ റബ്ബ് ഒന്നും ചെയ്യൂലല്ലോ. പക്ഷെ ഞാൻ ചെയ്യണതോ അവനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണതാണ്. അപ്പൊ ഇവനോട് അങ്ങോട്ട് സ്നേഹം വെച്ചപ്പോ അവൻ നമ്മളോട് ഇങ്ങോട്ട് അതിനേക്കാൾ സ്നേഹം. ഒരടി സ്നേഹം അല്ലാണ്ട് കാണിച്ച ഒരു മുഴ സ്നേഹം ഇങ്ങോട്ട്. റബ്ബിനോട് ഒരടി സ്നേഹം കാണിച്ച ഒരു മീറ്റർ സ്നേഹം ഇങ്ങോട്ട്. ഒരു ചാട് സ്നേഹം കാണിച്ച ഒരു മുഴ ഇങ്ങോട്ട് അല്ലാഹു തആല കാണിക്കും. റബ്ബിന്റെ പ്രീതിയും സ്നേഹവും പിടിച്ചു പറ്റണോ അത് സുന്നത്തായ അമലിന്മേലാണ്. സുന്നത്തുമേലാണ് അള്ളാഹിന്റെ സ്നേഹം കിട്ടുക. അള്ളാഹിന്റെ പ്രീതിയും പൊരുത്തവും സ്നേഹവും കൂടുതൽ സമ്പാദിക്കാൻ പറ്റിയ അമല് സുന്നത്തായ അമലുകളാണ്. റമളാൻ മാസത്തിലെ നോമ്പ് ഫർളാ, നോറ്റോളണം. നോറ്റില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. മുദ്ദു കൊടുക്കണം. മരിച്ചിട്ട് മക്കൾ മുദ്ദു കൊടുത്ത് വീട്ടണം. ബാപ്പാന്റെ സ്വത്ത് മക്കൾക്ക് എടുക്കാൻ അവകാശമില്ല. സക്കാത്ത് കൊടുക്കേണ്ട ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുക്കാതെ മരിച്ചാൽ, നോമ്പ് നോറ്റിട്ട് വീട്ടേണ്ട ഒരു മനുഷ്യൻ നോൽക്കാതെ, അതിന് മുദ്ദു കൊടുക്കേണ്ട ഒരു കക്ഷി മുദ്ദു കൊടുക്കാതെ മരിച്ചാൽ ആ സ്വത്തിൽ നിന്ന് മുദ്ദു കൊടുക്കണം, സക്കാത്ത് വീട്ടണം. എത്ര കൊല്ലത്തെ സക്കാത്ത് അയാൾക്കുണ്ടോ ആ കൊല്ലത്തെ സക്കാത്തുകളൊക്കെയും കൊടുത്തു വീട്ടണം. ഹജ്ജാണോ ആ വാപ്പ ഹജ്ജ് ചെയ്യാത്ത വാപ്പയാണെങ്കിൽ ഒരു വട്ടമേ ഹജ്ജ് ഫർളുള്ളൂ എന്നതുകൊണ്ട് ഹജ്ജിനും ഉംറക്കും സമം. ഹജ്ജും നിർബന്ധം, ഉംറയും നിർബന്ധം. അതിനാവശ്യമായ പണം നീക്കി വെച്ചിട്ട് ആരെ കൊണ്ടെങ്കിലും ഇത് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ചെയ്ത ഒരാൾ മക്കൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്ത് വാപ്പാക്ക് വേണ്ടി പകരം ചെയ്യും. ബാക്കി സ്വത്തേ മക്കൾക്ക് അവകാശമുള്ളൂ. ഇത് കർശനമാണ്. സുന്നത്ത് അങ്ങനല്ല. സുന്നത്ത് നോമ്പ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ചെയ്യണത്. അതിനാണ് റബ്ബിന്റെ പ്രീതി കിട്ടുക. അള്ളാഹിന്റെ പൊരുത്തവും സ്നേഹവും സുന്നത്തുമലാണ്. കഴിവിന്റെ പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിക്കും. അള്ളാഹുവിന് ചെയ്യുന്ന ആരാധനകളിൽ, ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആരാധന നിസ്കാരമാണ്. ഫർദ് നിസ്കാരം. സുന്നത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠത സുന്നത്ത് നിസ്കാരങ്ങളാണ്. അള്ളാഹു ചെയ്യുന്ന ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠ ഫർളാണോ, ഫർള ആരാധനകളിൽ നോമ്പാണോ? അല്ല, നിസ്കാരമാണ്. നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഫർദ് നിസ്കാരം, സുന്നത്തുകളെ കൂട്ടത്തിൽ സുന്നത്ത് നിസ്കാരങ്ങൾ. സുന്നത്ത് നോമ്പല്ല, സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പൊ നിസ്കാരമാണ് ഫർദിലും സുന്നത്തിലും വെച്ച് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ. ഇനി ഈ ഫർളായ നിസ്കാരം എന്തെങ്കിലുമൊക്കെ ചില കമ്മി അതിന് വന്നാൽ, എന്ന് പറഞ്ഞാൽ ഫർളായ നിസ്കാരം ബാത്തിലാകുന്ന സംഗതികൾ ചെയ്താൽ ബാത്തിൽ തന്നെ, അത് സുന്നത്തോട് പരിഹരിക്കൂല. അത് സുന്നത്തുകൊണ്ട് പരിഹരിച്ചു കിട്ടൂല. ഒരാൾ നിയ്യത്തെക്കാതെ നിസ്കരിച്ചു, ഒളു ഇല്ലാതെ നിസ്കരിച്ചു, പരലോകത്ത് വരുമ്പോ ഒളു ഇല്ലാത്ത നിസ്കാരം സുന്നത്തായ നിസ്കാരം ഒളോട് കൂടിയാണെങ്കിൽ അത് ഈ സ്ഥാനത്ത് വെച്ചിട്ട് ക്യാപ്പടക്കൂല. ആ ഫർള് നിസ്കാരം നിർവഹിക്കാത്തത് കൊണ്ട് ഈ സുന്നത്തിനോട് ചാൻസ് ഇല്ലാതെ വരുന്നുള്ളൂ. പിന്നെ ഈ കമ്മി പറഞ്ഞത് എന്താ? നമ്മളൊക്കെ ഉണ്ടല്ലോ നിസ്കാരത്തിൽ ചെയ്യേണ്ട ചില സംഗതികൾ ചെയ്യാതെ അതിന് മാറ്റ് കുറയുമ്പോ പരലോകത്ത് മീസാനിൽ തൂക്കി നോക്കുമ്പോ അമലൊക്കെ വളരെ വെയിറ്റ് കുറഞ്ഞതാണ്. സ്വർണം 19 കാരറ്റ് ഉണ്ട്, 21 കാരറ്റ്, 22 കാരറ്റ് ഒക്കെ വില വ്യത്യാസവും. വേഗം കറുത്തുപോകും, കളറും അതിന്റെ വെണ്ണയൊക്കെ മങ്ങി. അങ്ങനെ അമലുകൾ മങ്ങിപ്പോയി പരലോകത്ത് അല്ലാഹു തആല നമ്മളെ ഫർളായ അമലുകൾ തൂക്കി നോക്കുമ്പോ അവന്റെ ഫർളായ അമലുകൾക്ക് ഭാരം കൂടുന്നില്ല, കുറവാണ്, വെയിറ്റ് കുറവാണ്. ഉന്നച്ചാക്ക് തൂക്കിയാലും കുറേ കൂടുതലുണ്ടാവും. സ്വർണം തൂക്കിയാലോ സാധനം കുറച്ച് പോക്കറ്റിലിട്ട് പോകാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. 1 കിലോ സ്വർണം തൂക്കിയാൽ നമ്മളെ ബെൽറ്റിൽ വെച്ച് പോകാം, പോക്കറ്റിലിട്ട് പോകാം, തൂക്കി പിടിച്ചു പോകാം. 1 കിലോ ഉന്നം തൂക്കിയാൽ അങ്ങനെ പോകാൻ പറ്റുമോ? സാധനം പൊക്കാരം കൊണ്ട്. അപ്പൊ ഇത് അമല് തൂക്കി നോക്കുമ്പോ അതിന് വെയിറ്റ് ഇല്ല, അതിന് ഭാരമില്ല. സ്വർഗത്തേക്ക് പോകാൻ മാത്രം ഫഖുലത്ത് മവാസീനുഹു. അപ്പൊ അല്ലാഹു തആല പറയും, എടാ
ഇവന്റെ ഫർള് ഇവനെ രക്ഷപ്പെടുത്താൻ മാത്രം ഇല്ല. എന്നാ സുന്നത്ത് നിസ്കാരമെങ്കിൽ അതും കൂടി ആ തുലാസിന്റെ തട്ടിലേക്ക് വെച്ചു കൊടുക്കി. സുന്നത്ത് മീസാനിൽ തൂക്കി നോക്കുമ്പോ അല്ലാഹു തആല സുന്നത്തുകളെ തട്ടിലേക്ക് വെച്ചു കൊടുക്കും. ആ സുന്നത്തുകളെ കൊണ്ടായിരിക്കും രക്ഷപ്പെടും. നമ്മളെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും വല്ല ഫർളുകൾ നിസ്കാരം വിട്ടുപോയി, ഫർള് നിസ്കാരം വിട്ടുപോയി, നമ്മളറിയില്ല വിട്ടുപോയത്. എങ്ങനെയോ ഒരു ഫർള് നിസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അറിഞ്ഞാ വീട്ടിൽ ഫർളായി, അറിഞ്ഞിട്ടുണ്ട് നമ്മൾ ആ നിസ്കാരം നഷ്ടപ്പെട്ടത്, അറിഞ്ഞോ അത് വീട്ടിൽ ഫർളാണ്. നമ്മൾ അറിഞ്ഞില്ല, എങ്ങനെയോ ഒരു നിസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു. ഓർമ്മയായ ഖളാ വീട്ടും, ഇതിന് ഓർമ്മയായില്ല, അതങ്ങ് മറന്നുപോയി. പരലോകത്ത് വന്നപ്പോഴാണ് അവന്റെ ഡയറി പരിശോധിച്ചപ്പോ ഓരോ ദിവസത്തെ ആൻഡ്രികൾ റത്തീബ് ആറ്റിയിട്ട് എഴുതിയത് കാണിച്ചു കൊടുക്കുമല്ലോ അള്ളാന്റെ മുമ്പിൽ. അപ്പോഴാ ഒരു ദിവസത്തെ ഡയറി ആ പേജ് കാലിയായി കിടക്കും. അന്ന് നിസ്കരിച്ചിട്ടില്ല. നമ്മളാണെങ്കിൽ അത് അറിഞ്ഞിട്ടുമില്ല. ആ സ്ഥാനത്തേക്ക് അല്ലാഹു തആല സുന്നത്തിനെ വെക്കും. അല്ലാതെ ഫർള് കുറെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. ഒരു ദിവസം എത്ര റക്അത്ത് ഫർളാ? 17. ഒരു ദിവസം 17 റക്അത്ത് ഫർളാണ്. ഷാഫി ഇമാമിനോട് ഒരാൾ കുസൃതി ചോദ്യം ചോദിച്ചു. ഒരു ഭർത്താവ് തന്റെ 3 ഭാര്യമാരോട് ചോദിച്ചത്രേ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാ, 3 പേരും അതിന് മറുപടി പറയണം. 3 പേര് പറഞ്ഞ മറുപടി ശരിയായിരിക്കണം. ഒരാൾ പറഞ്ഞ മറുപടി മറ്റാൾ പറയാൻ പാടില്ല, അയാൾ പറഞ്ഞ മറുപടി മറ്റാളും പറയാൻ പാടില്ല. 3 പേരും വ്യത്യസ്ത മറുപടി പറയണം. 3 മറുപടി ശരിയാവുമാണ്. പറഞ്ഞില്ലെങ്കിൽ തലാഖ് പോകുന്നത്. എന്താ ഇയാൾ കാട്ടുക? എന്താ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു ദിവസം ഫർളായ റക്അത്തുകൾ എത്ര? ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഒരു ദിവസം ഫർളായ റക്അത്തുകൾ എത്ര? കഴിഞ്ഞു. ഒരാള് കേച്ചിലായി. രണ്ടാമത്തെ ആൾ ഞാൻ മറുപടി അറിയാൻ പാടില്ല, മറുപടി ശരിയാവും വേണം. എന്താ? അപ്പൊ മറ്റേ ഭാര്യ പറഞ്ഞ് 15. എന്താ? ഞാൻ വെള്ളിയാഴ്ചത്തെ കാര്യം പറഞ്ഞേ, വെള്ളിയാഴ്ച എത്രയേ ഉള്ളൂ? 15 ഉള്ളൂ. അപ്പൊ മറ്റേ പെണ്ണുങ്ങൾ പറഞ്ഞു 11. എന്താ? ഞാൻ യാത്രക്കാരന്റെ കാര്യ പറഞ്ഞത്, കസറും നോക്കിയാൽ 11 ഉള്ളൂ. കേച്ചിലായി. 3 ഉത്തരം ശരിയാണ്. ഒരാൾ പറഞ്ഞത് ഒരാൾ പറഞ്ഞിട്ടില്ല, ഒരാൾ പറഞ്ഞു. 17 റക്അത്ത് ഒരു ദിവസം അല്ലാഹു തആല ഫർളാക്കിയിട്ടുണ്ട്. 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണുണ്ടല്ലോ, 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കണുണ്ട്. അപ്പൊ ആ 17 റക്അത്ത് ഫർളക്ക് 20 റക്അത്ത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പൊയ്ക്കോളും. അത് എയർപോർട്ടിൽ ഉംറ കഴിഞ്ഞ് പോരുന്ന സമയത്ത് പെട്ടി കെട്ടുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ 35, 50 ഒക്കെ കെട്ടുകയാണ്. 50 കെട്ടിയപ്പോ ചെന്നിട്ട് ഗ്രൂപ്പിന്റെ ഡയറക്ടർ ചെന്നിട്ട് പറഞ്ഞേ, അതൊന്നും വിമാന കമ്പനി വിടൂല, 35 കിലോനെ വിടുള്ളൂ. ഒന്നായിട്ടില്ലേ തൂക്കുക? ഒന്നായിട്ട് തൂക്കുമ്പോ ആ കൂട്ടത്തിൽ കൂടിയാണ് പൊയ്ക്കോളൂലേ. ഇത് ഒന്നായിട്ട് തൂക്കുമ്പോൾ കൂട്ടത്തിൽ കൂടി പോണ കൂട്ടത്തിൽ ഫർള് കുറെ നഷ്ടപ്പെട്ട് ഇനി 20 റക്അത്ത് തറാവീഹ് വെച്ചിട്ട് ഒന്നായിട്ട് തൂക്കല്ലത്. അള്ളാഹ് കൃത്യം ഫർള് വേറെ സുന്നത്ത് വേറെ, അത് തരംതിരിച്ചിട്ട് ഫർള് തരംതിരിച്ച് അള്ളാഹ് എടുക്കുകയും അതിനൊരു ഭംഗം വന്നിട്ടുണ്ടെങ്കിൽ സുന്നത്ത് ആ ക്യാപ്പ് കയറ്റേ ചെയ്യൂല. ആ ഫർള് നിസ്കാരത്തിന്റെ ഉള്ളിലൂടെ മാറ്റു കുറയുന്ന പണികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭാരം തൂങ്ങാത്തതാണെങ്കിൽ സുന്നത്തിന് അവിടെ വെയിറ്റ് ചെയ്തിച്ചു കൊടുക്കും. നമ്മുടെ ദൃഷ്ടിയിൽ അറിയാതെ മറന്ന് പെട്ടുകിടക്കണം. നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഖളാ വിട്ടുന്നവനാണ്. ഒരു നിസ്കാരം അറിയാതെ അങ്ങനെ പെട്ടുപോയി, പരലോകത്ത് വന്നപ്പോഴാണ് അങ്ങനെ ഒരു നിസ്കാരം നഷ്ടപ്പെട്ടതേ അവനറിയാം. ആ സ്ഥാനത്തേക്ക് സുന്നത്ത് വെച്ച് ക്യാപ്പടക്കും. അല്ലാതെ ഫർള് ഖളായി പോയ ആൾക്കാർ തറാവീഹ് നിസ്കരിച്ചാണ്ടേ സുന്നത്തോട് ക്യാപ്പടക്കും എന്ന് വിചാരിക്കണ്ട. ഒന്നായിട്ട് തൂക്കി പോവില്ല. ഓരോരുത്തർ ഓരോ ആജിമാരെ പെട്ടി ഓരോരുത്തരത്ത് തൂക്കിപ്പോവും. ഒന്നായിട്ട് തൂക്കണ പരിപാടി അവിടെ ഇല്ല. ഇങ്ങനെ സുന്നത്തിന് ചാൻസ് എപ്പോഴാണ് വരുന്നത്? ഫർളിന് വീഴ്ച വരാതിരിക്കുമ്പോൾ. എന്നാൽ ഈ സുന്നത്തുകളുടെ കൂട്ടത്തിൽ, സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ സുന്നത്തിന്റെ ആവശ്യം മനസ്സിലായല്ലോ. ഫർളിന് മാറ്റുകൂട്ടാനാണ്. സുന്നത്തായ നോമ്പ് ഫർളായ നോമ്പിന് മാറ്റുകൂടും. അള്ളാഹുവിന്റെ പ്രീതി സുന്നത്ത് കൊണ്ടാ കിട്ടുക, ഫർള് കൊണ്ടല്ല കിട്ടുക. സുന്നത്ത് കൊണ്ടാ റബ്ബിന്റെ പ്രീതി കിട്ടുക. ഫർള് ബാധ്യത നിർവഹിക്കാനുള്ളതാണ്, കടമ നിർവഹിക്കാനുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഔദാര്യങ്ങളോ ശ്രേഷ്ഠതയോ പുണ്യമോ കിട്ടാനില്ല. ഈ സുന്നത്ത് കൊണ്ടാണ് റബ്ബിന്റെ തൃപ്തി എന്ന പുണ്യം കിട്ടാനുള്ളത്. അവർക്കാണ് പരലോകത്ത് ഉത്തമ സ്ഥാനം. ഇപ്പൊ സുന്നത്തുകൾക്ക് വലിയ വെയിറ്റ് ഉണ്ട്. പലപ്പോഴും നമ്മുടെ ഫർളുകൾക്കുള്ള ഭംഗം ഈ സുന്നത്തുകളെ കൊണ്ട് പരിഹരിച്ചു കിട്ടുകയും ചെയ്യും. എന്ന് വരുമ്പോ ഓരോന്നിനും സുന്നത്തുണ്ട്. നിസ്കാരത്തിനുകൾക്ക് കുറെ സുന്നത്തുണ്ട്, നോമ്പുകൾക്ക് കുറെ. ഫർള് നോമ്പ് റമദാൻ മാസം, ഫർളല്ലാത്ത കുറെ നോമ്പുകൾ. 5 വഖ്ത് നിസ്കാരം ഫർള്, ആ ഫർളിനോടനുബന്ധിച്ച് കുറെ സുന്നത്തുകൾ. അതൊക്കെ നമ്മൾ നിത്യജീവിതത്തിൽ പതിവാക്കേണ്ട കുറെ സുന്നത്തുകൾ.
ഇവിടെ ഞാൻ ഒരുപാട് സുന്നത്ത് കിതാബ് പറഞ്ഞെങ്കിലും എല്ലാം പരത്തി പറയുന്നില്ല. ഞാൻ എത്രേ പറയുന്നുള്ളൂ, ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിൽ നിത്യം കൈപിടിച്ച് മുറുക്കി പിടിച്ച് കൊണ്ടു നടക്കാനും ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കാൻ പറ്റിയ തരത്തിലുള്ള കുറച്ച് നിസ്കാരങ്ങൾ മാത്രമേ ഞാൻ എണ്ണി പറയുന്നുള്ളൂ. അതൊന്നും ഈ ആലിമീങ്ങളോടല്ല എന്റെ ഉപദേശം എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുക. പ്രിയപ്പെട്ട സാധാരണക്കാരെ, നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മുടെ ജോലി തിരക്കുകളെ പരിഗണിച്ച് മക്കളെ പോറ്റണ്ടേ? അത് നമുക്ക് നിർബന്ധമല്ലേ? ജോലി ചെയ്യണ്ടേ? അത് നിർബന്ധമാണ്. ചില മനുഷ്യന്മാരുണ്ട്, അവര് നിസ്കരിപ്പിക്കാനായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഒന്നുണ്ടായാലും വേണ്ടിയില്ല, ഇല്ലെങ്കിലും വേണ്ടിയില്ല, ബാങ്ക് കൊടുത്താൽ നിസ്കരിപ്പിക്കുക. ഒരു ഡോക്ടറേറ്റ് ഞാൻ സംസാരിച്ചു. തിരുവനന്തപുരത്ത് ഭീമാപള്ളിയിൽ ജോലി ചെയ്തിരിക്കുന്ന കാലത്ത് അവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പല ആവശ്യങ്ങൾക്കും എനിക്കെന്നെ വേണ്ടപ്പെട്ട ചില ആള് ഓപ്പറേഷത്തിനൊക്കെ വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോൾ ഒരു ചങ്ങായി അയാൾക്ക് തബ്ലീഗ് ജമാഅത്തിനെ കണ്ണെടുത്താ കണ്ടുള്ള. അപ്പൊ ഞാൻ വിചാരിച്ച ആള് നല്ല സുന്നിയായിരിക്കും. തബ്ലീഗിനെ അയാൾ ഇങ്ങനെ പറഞ്ഞു കേട്ട ഒരു അണ്ടോണസ്താവൊന്നും അത്ര പറയില്ല. ആ ജാതി പറച്ചില് ഇയാൾ തബ്ലീഗിനെ പറയും. അപ്പൊ എന്താണെന്നറിയാം, ഇയാൾക്ക് സുന്നത്ത് ജമാഅത്തിലുള്ള സ്നേഹം കൊണ്ടല്ല ഓരോടെ ദേശം. ഇയാളുടെ ഡോക്ടറാണ്. അപ്പൊ ഇയാള് ബാങ്ക് കൊടുക്കുമ്പോ ഈ രോഗിയെ അനസ്തേഷ്യ കൊടുത്ത് കിടത്തിയിട്ടുണ്ടാവും തിയേറ്ററിൽ. അതിന്റെ സ്ട്രെച്ചർമ കിടത്തി കത്തിരിയുമൊക്കെ മറ്റേ ആൾ എടുത്തു വെച്ചു കൊടുത്തിട്ട് ഇയാളാണ് ഹാജറാകാൻ കാത്തിക്കാണ്. അനസ്തേഷ്യ കൊടുത്തതിന് ടൈം പരിധിയുണ്ട്. വിവിധ ഡോക്ടർമാർ, സിസ്റ്റർമാർ, ആവശ്യക്കാരൊക്കെ കൂടി ഇത് പിടിച്ച് നോക്കി കാത്തിരിക്കും. ഇയാൾ വന്നിട്ട് ഇത് കൈകാര്യം കീറി പൊളിച്ചിട്ട് അത് കൈകാര്യം ചെയ്ത് തുന്നിക്കൂട്ടിയിട്ട് വേണം മറ്റൊരുക്കൊക്കെ പോവാൻ, വേറൊന്നിനെ കൈകാര്യം ചെയ്യും. അപ്പോഴാണ് ഹയ്യായ സ്വരോ പള്ളി നോക്കും. അപ്പോഴാണ് മറ്റേ ചങ്ങായിക്ക് സഹോദര നിസ്കരിക്കാൻ വാ, സഹോദര നിസ്കരിക്കാൻ വാ. ഇതാണോ ഇസ്ലാം? അയാൾ ചോദിക്കും, ഇതാണോ ഇസ്ലാം? ഞാൻ പറഞ്ഞു, നിസ്കാരം അവലൊക്കെ തന്നെ ചെയ്യണം. അതിന്റെ നിയമം അങ്ങനെ തന്നെയാണ്. അതിന് വലിയ ശ്രേഷ്ഠതയും. അവല് ഒക്കത്തിൽ നിസ്കരിക്കണം. നിസ്കാരക്കാര് സ്വർഗത്തേക്ക് പോണ ആ രംഗം കണ്ടിട്ട് സ്വർഗം കാക്കണ മലക്കിന്റെ പേരെന്താ? റിദ്വാൻ അലൈഹിസ്സലാം. സ്വർഗ സ്വർഗം കാക്കുന്ന മലക്കിന്റെ പേര് റിദ്വാൻ അലൈഹിസ്സലാമും ആ സ്വർഗത്തിന്റെ പരിവാരങ്ങളായ മലക്കുകള് അന്തം വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആരാ പഠിച്ചോനെ പോണത്? സ്വർഗത്തെ കാക്കുന്ന പാറാവുകാരെ തട്ടി മാറ്റിയിട്ട് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ, ഒരു പാറാവുകാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കടക്കണ നേരത്ത് കടക്കാനാന്ന് പറയാനല്ലേ? നിങ്ങൾ ആരാ, എവിടുന്നാ വരുന്നത്, എന്താ നിങ്ങള് എന്ന് പറഞ്ഞിട്ട് കാവൽ നിൽക്കുന്ന ആൾക്കാരല്ലേ ഈ പാറാവുകാര്. ഇവരെ തട്ടി മാറ്റിയിട്ട് സ്വർഗത്തേക്കാണ് പോകുമ്പോ ഈ മലക്കുകൾ തമ്മിൽ ഇങ്ങനെ ആരാടോ ഇത്, എവരാ ഇവര് എന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അവരോട് ചോദിക്കും, നിങ്ങൾ ആരാ, എന്താ നിങ്ങൾ ഇങ്ങനെ ഈ പോക്കും? ഞങ്ങൾ ബാങ്ക് കൊടുത്ത ഉടനെ അവ്വൽ വഖത്ത് നിസ്കരിച്ച ആളുകളാണ്. അതിന് അല്ലാഹു തആല ഞങ്ങൾക്ക് തന്ന പദവിയായി. ഞങ്ങൾക്ക് പിന്നെ ഒന്നും അവിടെ പേടിക്കേണ്ടതില്ല. ഇത് വലിയ പുണ്യമുള്ള സംഗതിയാണ്. അവ്വൽ വഖത്തിലെ നിസ്കാരം വലിയ ശ്രേഷ്ഠതയാണ്. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണം. പക്ഷേ ആ ഒരു വാക്കിൽ നിർത്തുന്നില്ല ശറഅ. പിന്നെ ഞാനിവിടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈകെട്ടി ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു കണ്ണുവട്ടൻ ഇങ്ങനെ നടന്നു പോകും. നമ്മളെ വീട്ടിന്റെ വരാന്തയിലോ മിറ്റത്തോ സിറ്റ് ഔട്ടിലോ, അപ്പൊ പള്ളിയിൽ ഇവിടെ നിസ്കരിക്കുമ്പോ അതിൽ കണ്ണോട്ടം പോണേ നമ്മൾ കാണൂല. കാണാൻ പറ്റിയെടുത്തെന്ന് വെച്ചോ, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുന്നിലൂടെ ഒരു കണ്ണുവട്ടൻ ഇങ്ങനെ പോവാൻ. ആ കണ്ണുവട്ടൻ ഇങ്ങനെ പോയാൽ മുന്നിൽ ഒരു കിണറുണ്ട്, ഒരു പൊട്ടൻ കിണറുണ്ട്. ഇയാൾ ഈ കിണറ്റിൽ പോയി പോകും. എന്തു വേണം? ഞാൻ എന്ത് വേണം? ഞാൻ ഫതുഹുൽ മുഈൻ നസ്സായി പറഞ്ഞ മസല ഇത്. ഞാൻ കൈ കെട്ടിക്കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ആ കണ്ണുവട്ടം നടന്നു പോയിട്ട് ആ കിണറ്റിൽ പോയി ചാടുന്നു കണ്ടാൽ സുബ്ഹാനല്ലാഹ് എന്ന് ഞാൻ പറയുമ്പോ ആ സുബ്ഹാനല്ലാഹ് കേട്ടിട്ട് ആ കണ്ണൊട്ടനൊരു മുത്തഫരിദ് ഓതാൻ പോയ പണ്ട് പള്ളി ദർസിൽ കൂടി കുറച്ച് പോയ ആളാണെങ്കിൽ ഇവിടെ നിസ്കരിക്കുന്ന ഒരാളുണ്ട്, അയാളാണ് സുബ്ഹാനല്ലാഹ് പറഞ്ഞത്. ഈ സുബ്ഹാനല്ലാഹ് നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ പറയാൻ എന്തോ ഒരു പന്തികേട് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അയാൾ തൽക്കാലോടെ സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെ ഒരു മുത്തഫരിദ് ഓതിയോനാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്തു എന്ന് വെക്കുക. നിസ്കാരം കഴിഞ്ഞിട്ട് അവനെ പോയിട്ടിടാ, അവിടെ ഒരു കിണറുണ്ട്, ആ കിണറ്റ് പോയി ചാടും എന്ന് പറഞ്ഞിട്ട് അയാളെ കൈ പിടിച്ച് രക്ഷപ്പെടുത്താം.
ഇയാളെ മുതഫരിദ് ഓതിയിട്ടില്ല, ഒരു പള്ളികൾക്കും കൂടി കടന്നു നോക്കിയിട്ടില്ല, ദർസ് പഠിച്ചിട്ടില്ല, അങ്ങനത്തെ വിവരമൊന്നും അയാൾക്കില്ല. ഒരു മുസ്ലിമാണ്, ഒരു മൂമിനാ മനുഷ്യരാണ്, നിസ്കരിക്കണോണൊക്കെ തന്നെ അങ്ങനത്തെ ഒരു മൂമിനാ മനുഷ്യരാണ് നടന്നു പോണത്. സുബ്ഹാനെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എങ്കിൽ ഞാൻ എന്ത് വേണം? ഞാൻ അള്ളാഹുവിനോട് നടത്തുന്ന മുനാജാത്തായ നിസ്കാരം മുറിച്ചിട്ട് ആ കണ്ണുകൊട്ടനെ പോയി രക്ഷപ്പെടുത്തണം. എന്റെ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടിയ കൈ ഈ ലോകത്ത് ഏറ്റവും വലുത്, ലോകത്തേക്കാൾ ഏറ്റവും വലുത്. ലോകം എന്ന് പറഞ്ഞാൽ അൽ ആലമു മാ സിവല്ലല്ലേ, മാ സിവൽ ബാരി തആല, അല്ലാഹു ഒഴിച്ചുള്ളതല്ലേ ലോകം. അള്ളാഹുവാണ് ഏറ്റവും വലുത്, ബാക്കി എല്ലാം അതിന്റെ താഴെയുള്ളൂ എന്ന് പറഞ്ഞ വലിയവനായ റബ്ബിനെ വലിയവനായി കണ്ട് കൈകെട്ടിയവനായ ഞാൻ, എന്റെ സർവസ്വവും റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ച് റബ്ബിനോട് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ ആ കണ്ണുപൊട്ടനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്റെ ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി ചെയ്യുന്ന ഇബാദത്തിനെ മുറിച്ചിട്ട് ആ കണ്ണുപൊട്ടനെ രക്ഷപ്പെടുത്തണമെന്ന് പഠിപ്പിച്ച ഫിഖ്ഹാണ് ഞങ്ങൾ ഓതി കൊടുക്കുന്നത്. ആ ഫത്ഹുൽ മുഈനാണ് ഞങ്ങൾ ഓതി കൊടുക്കുന്നത്. അപ്പൊ ഇയാളൊന്ന് പദം വന്നു. അങ്ങനെ ഉണ്ടോ? അതല്ലേ സറേ ഡോക്ടറെ, നമ്മളുണ്ട് ചില ഡോക്ടർമാരെ പറ്റി, അയാൾ നല്ല ആളാ. എന്തേ? മഗ്രിബിക്ക് ബാങ്ക് കൊടുക്കുമ്പോ പള്ളിക്കാണ് പോയാൽ, ഇനി പോയാൽ അയാളെ കാണൂല. നിങ്ങളിപ്പോ ഡോക്ടറെടുത്തേക്കാ പോണ്, ഇപ്പൊ പോയിട്ട് കാര്യമില്ല, പിന്നെ എപ്പോഴാ പോവാ? നീ ഇശാനിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിക്കൽ മുത്തഅല്ലിമീങ്ങളൊക്കെ കൂടി ഹദ്ദാദും കഴിഞ്ഞ് സുന്നത്തും വിത്തുറും കഴിഞ്ഞിട്ട് അയാൾ വരുള്ളൂ. നല്ല മനുഷ്യൻ, നല്ല ഡോക്ടർ എന്ന് നമ്മളെ വിലയിരുത്തിയില്ലേ? എടുക്കൽ അയാൾ നല്ല ഡോക്ടർ. അയാൾ എന്താ ചെയ്യേണ്ടത്? പള്ളിയിൽ പോവാൻ മഗ്രിബ് നിസ്കരിക്കുക, ജമാഅത്ത് ഫർള് നിസ്കരിക്കുക, ഉടൻ സുന്നത്ത് നിസ്കരിച്ച് വീട്ടിലേക്ക് വരിക. അയാളെ കാത്തു കെട്ടി കിടക്കണ രോഗികളുണ്ട് ഇവിടെ. അയാൾ ആ രോഗികൾക്ക് ചികിത്സിക്കണം. അയാൾ അള്ളാഹ് ഏൽപ്പിച്ച ഇബാദത്ത് അതാണ്. ഇതിന്റെ അർത്ഥം ഫർള് നിസ്കരിക്കണ്ടാന്നാ? അല്ല. ജമാഅത്ത് വേണ്ടാന്നാ? അല്ല. അവരൊക്കെ നിസ്കരിക്കണ്ടാന്നാ? അല്ല. ബാക്കി അയാൾ പള്ളിയിൽ ഇവിടെ ദിക്റ് ചൊല്ലി കുത്തിർന്നാൽ അയാൾ ക്ലിനിക്കിന് മുമ്പിൽ കാത്തു കെട്ടിക്കിടക്കുന്ന ഈ രോഗികൾ എന്താവും? ആ രോഗികൾക്ക് ഇയാളെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ ജീവൻ അപകടപ്പെട്ടു പോകൂലേ? അത്തരം രോഗികളാണ് അയാൾ കാത്തു കെട്ടിക്കിടക്കുന്നതെങ്കിൽ അയാൾ ഇവിടെ ദിക്റ് ചൊല്ലിയിരിക്കാൻ പാടുണ്ടോ? അവിടെ ശറഅ് നമ്മളെ ഫത്ഹുൽ മുഈൻ പഠിപ്പിച്ചത് എന്താ? ഈ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നിസ്കാരക്കാരൻ തന്റെ കൺമുമ്പിൽ ഒരു മനുഷ്യൻ പൊട്ടൻകിണറ്റിൽ വീണ് മരിക്കുമെന്ന് കണ്ടാൽ ആ നിസ്കാരം മുറിച്ചാലേ അയാളെ രക്ഷപ്പെടുത്താൻ കഴിയൂ. എങ്കിൽ ആ നിസ്കാരം മുറിച്ചിട്ട് അയാളെ പോയി രക്ഷപ്പെടുത്തണം, എന്നിട്ട് അയാൾ വന്നിട്ട് നിസ്കരിക്കണം എന്ന് ഫിഖ് പഠിപ്പിച്ചെങ്കിൽ ഒരു മനുഷ്യ ജീവൻ സംരക്ഷിക്കുന്നിടത്തും ഇബാദത്തുണ്ട്. അതിലും ഒരു ഇബാദത്ത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് ഒരു കൊമ്പത്തിരുന്നിട്ട് നിസ്കരിക്കണം എന്ന് മാത്രം, അതിന്റെ അർത്ഥം മാത്രം പഠിച്ചു. നിസ്കാരത്തിലേക്ക് വരൂ, ബാക്കി പഠിച്ചില്ല. നിസ്കാരത്തിന് ഒതുവാണോ? പഠിച്ചില്ല. ജനാബത്തിനത്തിന് ശുദ്ധിയാവണോ? പഠിച്ചില്ല. അവർക്ക് മറക്കേണ്ടത് എങ്ങനെയാ? പഠിച്ചില്ല. നിക്കരിക്കണം, നിക്കേരിപ്പിക്കണം, ഇതേ പഠിച്ചിട്ടുള്ളൂ. പോരാ, അതിന് ശർത്തും പറഞ്ഞു പഠിച്ചിട്ടാണ്. ഇബാദത്ത് പറഞ്ഞ നിസ്കരിക്കലും അതാ നിസ്കാരത്തിന് ഇങ്ങനെയൊക്കെ ഇസ്ലാം. അപ്പൊ ഈ ഡോക്ടർക്ക് എന്തായിരുന്നോ, ഇയാൾക്ക് ഇച്ചിരി എന്തെങ്കിലും പഠിക്കണം. അപ്പൊ അയാൾക്ക് തോന്നലോ. ഞാൻ അയാളുമായി മണിക്കൂറുകൾ സംവദിച്ചു. പിന്നെ അയാള് ഒഴിവ് കിട്ടിയ ഭീമാപള്ളിയിൽ എന്റെ റൂമിൽ വരും. വലിയ ഡോക്ടറാ, മെഡിക്കൽ കോളേജിലെ വലിയ പ്രൊഫസറാ. പക്ഷെ അയാൾ പിന്നെന്തായോ, ഇത് ഒന്ന് രണ്ട് വിഷയങ്ങൾ അയാളുമായിട്ട് അങ്ങോട്ട് സംസാരിച്ചപ്പോ അയാൾ ആ വിഷയത്തിൽ അയാൾക്ക് തോന്നി എന്റെ അടുത്ത്, അയാള് വിശ്വസിച്ച് അയാളെടുത്ത് കുറെ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അയാൾ ധരിച്ചു വെച്ചതുപോലെ ഒന്നുമല്ല ഇസ്ലാം ആകുന്ന എന്റെ മതത്തെ ഞാൻ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് അയാൾക്ക് തോന്നിപ്പിച്ചു. അയാളെ പല്ലിൽ തോന്നിപ്പിച്ചു. അപ്പൊ അയാൾ പത്തി മടക്കിയിട്ട് അയാൾ വന്നിട്ട് പിന്നെ റൂമിൽ വരും. അങ്ങനെ കുറെ മനുഷ്യന്മാർക്ക് തെറ്റിദ്ധാരണ, എന്ത് നിസ്കരിപ്പിച്ചാനായിട്ട് നടക്കുക, അത് മാത്രമേ ഭാഗത്ത്. എന്നിട്ട് ഡോക്ടർമാര് ഒരു ബാങ്ക് കൊടുത്ത നിസ്കരിക്കാൻ വാ സഹോദര, വരൂ നിസ്കാരത്തിന് വരൂ, അള്ളാന്റെ റസൂൽ യുദ്ധത്തിന് നിസ്കരിച്ച ആളല്ലേ എന്ന് ഇന്നലെ നമ്മളും അത് പറഞ്ഞില്ലേ? യുദ്ധത്തിന് നിസ്കരിച്ചു, ജമാഅത്തായിട്ട് നിസ്കരിച്ചു, വേണം, ഉപയോഗം പാടില്ല. പക്ഷെ അവിടൊക്കെ ചില അഡ്ജസ്റ്റുകളില്ലേ? നഷ്ടപ്പെടുത്താനല്ല ഈ പറയണത്, കൂലി കുറക്കാനല്ല, അതിന്റെ വെയിറ്റ് കുറക്കാനല്ല ഈ പറയുന്നത്. ഓരോന്നിനും അതിൻ്റെതായ ഹക്കുകൾ ഉണ്ട്. ആ ഹക്ക് പ്രകാരത്തിൽ അതൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ചുരുക്കത്തിൽ ഈ ഡോക്ടർ നിസ്കാരം കഴിഞ്ഞിട്ട് പോയി ഉടനെ രോഗികളെ ചികിത്സിക്കുക, തിരിച്ച് ഷാക്ക് വരെ നിസ്കരിക്കുക, ഉടനെ നിസ്കാരം കഴിഞ്ഞാൽ പോവുക. അതാണ് അയാൾ പറഞ്ഞത്. ഇതൊക്കെ ഫത്ഹുൽ മുഈൻ പഠിപ്പിച്ച മസലകൾ തന്നെയാണ്. അപ്പൊ സുന്നത്ത് നിസ്കാരത്തെ പറ്റി ഞാൻ പറഞ്ഞു വന്നത്, ഈ സുന്നത്ത് നിസ്കാരം ഈ ഡോക്ടർക്ക് എന്ത് ചെയ്യാ അറിയോ? ഈ ഇതിന്റെ മുമ്പില് അയാൾ ഒരു മുസല്ല കൊണ്ടുപോയാൽ മതി. ഒരു യാത്രയിൽ കൊണ്ടുപോകാൻ സുന്നത്തായ 5 വസ്തുക്കളില്ലേ? നമ്മൾ എപ്പ യാത്രയാണെങ്കിലും ഒരു കണ്ണാടി, ഒരു ചീർപ്പ്, ഒരു സൂചി, ഇതൊക്കെ നമുക്ക് യാത്രയിൽ സുന്നത്തായ സംഗതികൾ കിതാബിലൊക്കെ പറയുന്നുണ്ട്. നമ്മളെ കാറിൽ ഒരു മുസല്ല എടുത്തുവെച്ചാൽ നമുക്ക് എവിടെ നിസ്കരിച്ചൂടെ? നമ്മളെ ബാഗിൽ ട്രാവൽ മുസല്ല വാങ്ങാൻ കിട്ടുന്ന കാലമല്ലേ അത്? ബാഗിൽ വെച്ചാൽ നമുക്ക് എവിടെ നിസ്കരിച്ചൂടെ? നിസ്കാരത്തിന് നിങ്ങൾ ട്രെയിനിൽ നിസ്കരിച്ചു നോക്കി, എത്ര അനുഭവം ഉണ്ട്. ട്രെയിനിൽ നമ്മൾ നിസ്കരിക്കാൻ ഒരുങ്ങിയപ്പോ നെറ്റത്ത് ഇങ്ങനെ കണ്ടാൽ തന്നെ പേടി തോന്നുന്ന തരത്തിൽ കുറി തൊട്ടിട്ട്
നമ്മളെ കണ്ടാത്തന്നെ അങ്ങനെ തിരുട്ടി വെച്ച് നോക്കണ ചില മനുഷ്യന്മാര്. നമ്മൾ ഒന്നുണ്ടാക്കി എന്നിട്ട് അവരൊരു പ്രശ്നത്തിനുമില്ല, നമ്മളുടേതായ ഹാലനുസരിച്ച് നമ്മൾ ഒന്നുണ്ടാക്കിയ നിസ്കരിക്കാൻ ഒരുങ്ങി. അപ്പൊ എന്റെ അനുഭവമാണ്, കാൽമക്കാലം കയറ്റി വെച്ചിട്ട് വലിയ കുറേശ്ശിയായിട്ട് ഇങ്ങനെ ഇരുന്നീന്ന് ആൾക്കാർ മുസല്ല വിരിച്ചപ്പോ അയാളിങ്ങനെ ഒതുക്കി തന്നിട്ട് അയാളെ കുട്ടീനോട് പറഞ്ഞു, അയാളെ കൂടെ ഉള്ള ആ കുട്ടികളോട് പറയാം, മക്കളെ ഒന്ന് മാറിയിരിക്കടാ, അയാൾ പ്രാർത്ഥിക്കണം, അയാൾ പ്രാർത്ഥിച്ചോട്ടെ എന്ന് പറഞ്ഞു. അള്ളാഹു കൽബിൽ ഇട്ടുകൊടുത്തൊരു മഹാബത്താണ് അല്ലേ, ഇത് റബ്ബിട്ട് കൊടുത്തതല്ലേ. ഞമ്മക്ക് വേണമെന്നുണ്ടോ അള്ളാഹു വഴിയൊരുക്കി തരും. ഞമ്മക്ക് വേണമെന്ന് വേണം, നമുക്ക് ആവശ്യമുണ്ടോ അള്ളാഹു തആല അവന്റെ കൽബിൽ ഒരു മഹാബത്ത്, ഒരു ഭയം, ഒരു പേടി, ഒരു ഉൾഭയം, അത് അവൻ വിചാരിക്കാതെ അള്ളട്ട് കൊടുക്കുകയാണ്. നമ്മൾ ചെയ്യണത് ആത്മാർത്ഥമായിട്ട് ഞമ്മക്ക് വേണ്ടി ആഖിറത്തിന് വേണ്ടി റബ്ബിനെ സ്നേഹിച്ചാവണം. ആണെങ്കിൽ ആരും നമ്മളെ വരുകയും വരും. അപ്പൊ ഫർള് നിങ്ങൾ ഒരു കുഴപ്പവും വരുത്തരുത്. ഫർള് അതിന്റെ ഹക്ക് പോലെ നിലനിർത്തി പോയാൽ സുന്നത്ത് നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരത്തിന് ഏറ്റവും ശ്രേഷ്ഠത സുന്നത്ത്. ഈ സുന്നത്ത് നിസ്കാരം ഒരുപാടുണ്ട്, എല്ലാം കൂടി നമ്മൾ നിത്യ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ചില സുന്നത്തുകൾ മാത്രമേ പറയൂ. അപ്പൊ സുന്നത്ത് നിസ്കാരങ്ങളുടെ ശ്രേഷ്ഠതയുടെ വഴിക്ക് വഴി പറയുമ്പോ ഒന്നാം സ്ഥാനം വലിയ പെരുന്നാൾ സുന്നത്തുകാരാണ്. ബലി പെരുന്നാൾ, 2 ചെറിയ പെരുന്നാൾ. ഇതാണ് നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളുടെ വകുപ്പ് പറയുമ്പോ ആദ്യം എണ്ണേണ്ടത് അതാണ്. വലിയ പെരുന്നാൾ നിസ്കാരം, ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം, ചെറിയ പെരുന്നാൾ സുന്നത്ത് വരാൻ പോകുന്ന റമദാൻ കഴിഞ്ഞാൽ വരാൻ പോകുന്ന സുന്നത്ത്. ഈ 2 പെരുന്നാൾ നിസ്കാരമാണ് ഒന്നാം സ്ഥാനത്തുള്ളത്. പിന്നെ സൂര്യഗ്രഹണ നിസ്കാരം, ചന്ദ്രഗ്രഹണ നിസ്കാരം. സൂര്യന് ഗ്രഹണം ബാധിച്ചാൽ ഒരു നിസ്കാരം, ചന്ദ്രന് ഗ്രഹണം ബാധിച്ചാൽ നിസ്കാരം. മഴനെ തേടുന്ന നിസ്കാരം, മഴയില്ലാതെയായി ബുദ്ധിമുട്ടാകുന്ന സമയത്ത് നിസ്കാരമുണ്ട്, ഖുതുബയും നിസ്കാരവും. ഈ നിസ്കാരങ്ങളാണ് ശ്രേഷ്ഠതയുടെ കാര്യത്തിൽ മുന്തി നിൽക്കുന്നത്. പക്ഷേ ഇത് കൊല്ലത്തിലൊരിക്കലോ അല്ലെങ്കിൽ വല്ലപ്പോഴും വരുന്ന നിസ്കാരമാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾക്കത് പിന്നീട് വിശദീകരിക്കാം. ഇപ്പോൾ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ വിശദീകരിക്കേണ്ടതാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നിസ്കാരത്തെ പറ്റി ഒരു വിഷയം ഇവിടെ പെരുന്നാളുമായി ബന്ധപ്പെടാനുള്ളത് കൊണ്ടും ഞാൻ അത് അങ്ങോട്ട് നീട്ടിവെക്കുകയാണ്. ഇപ്പൊ അതിന് ടൈം കളയുന്നില്ല. ഞാൻ വിചാരിക്കാത്ത കുറെ ആമുഖങ്ങൾ, വിഷയങ്ങൾ കുറെ കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ ഇനിയിപ്പോ അത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. പിന്നെ നമ്മളുടെ സുന്നത്ത് നിസ്കാരങ്ങൾ ഈ ഫർളിന്റെ മുന്നിലും പിന്നിലും ചെയ്യേണ്ട റവാത്തിബ് സുന്നത്ത് എന്തായാലും ഉപേക്ഷിക്കരുത്. നമ്മുടെ ജീവിതത്തിന്റെ ക്രമം വേണം, ഒരു ചിട്ട വേണം. നിസ്കാരങ്ങൾ നിർവഹിക്കുമ്പോൾ അതിന്റെ ഒരു ക്രമം, അതിന്റെ മുന്നിലൊരു സുന്നത്ത്, പിന്നിലൊരു സുന്നത്ത്. മുന്നിലുള്ളതുണ്ട്, പിന്നിൽ ഇല്ലാത്തതുണ്ട്. പിന്നിൽ സുന്നത്ത് നിസ്കാരം ഇല്ലാത്ത, അസറിന്റെ പിന്നിൽ സുന്നത്തില്ല, സുബഹിന്റെ പിന്നിൽ സുന്നത്തില്ല. നാം മുന്നിൽ നിസ്കരിക്കാൻ പറ്റിയില്ലേ, അത് അതിന്റെ പിന്നിൽ നിസ്കരിക്കാം. അസറിന് മുമ്പ് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റിയില്ല, അത് അസറിന്റെ ശേഷം നിസ്കരിക്കാം. സുബഹിന്റെ മുമ്പ് നിസ്കരിക്കാൻ പറ്റില്ല, പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ജമാഅത്ത് തുടങ്ങിയിരിക്കണം, എന്നാ പിന്നെ നിസ്കരിക്കാം. എന്നല്ലാതെ മുന്നിലും പിന്നിലുമുള്ള സുന്നത്ത് നിസ്കാരമുണ്ട്, മുന്നിൽ മാത്രമുള്ളതുണ്ട്, പിന്നിൽ മാത്രമുള്ളതുണ്ട്. പിന്നിൽ മാത്രം എന്ന് പറഞ്ഞാൽ മുഅക്കദ് എണ്ണുമ്പോഴേ പിന്നിൽ മാത്രം എന്ന് പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും ഈ ഫർള് നിസ്കാരത്തിന്റെ കൂടെ ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹി ഇതിന്റെ കൂടെ നിസ്കരിക്കുന്ന ആ സുന്നത്ത് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ കൊണ്ടു നടക്കുന്നത് നമ്മുടെ ഈ ഫർള് നിസ്കാരത്തിനും കൂടി അല്ലാഹുവിന്റെ അടുക്കൽ വലിയ മാറ്റം കിട്ടും. വലിയ സീറ്റാണ്, അതിന് വലിയ മാർക്കറ്റാണ്. അത് എന്തായിരുന്നാലും ഉപേക്ഷിക്കരുത്. പള്ളിയിൽ കയറി വരിക, എല്ലാവരും സുന്നത്ത് നിസ്കരിക്കട്ടെ, നിസ്കരിക്കാതിരിക്കും. നമ്മളാ കൂട്ടത്തിൽ നിസ്കരിക്കും. വീട്ടിൽ പോയാലോ? വീട്ടിൽ പോയാൽ നിസ്കരിക്കുമോ? സുന്നത്ത് നിസ്കാരം വീടുകളിൽ വെച്ച് നിസ്കരിക്കൽ സുന്നത്താണ്. വീട്ടിൽ നിന്ന് ഒന്നുണ്ടാക്കി സുന്നത്ത് നിസ്കരിച്ചിട്ട് പള്ളിക്ക് വരലാണ് ഏറ്റവും പുണ്യം. പക്ഷെ ഇവിടുന്ന് നിശാസ്കാരം കഴിഞ്ഞിട്ട് വേഗം പോകും. എവിടുക്കാ പോണ്? അത് പരീന്ന് സുന്നത്ത് കരിക്കാൻ. വീട്ടിൽ ചെന്നാൽ വേറെ ചുറ്റുപാടിൽ തിരിഞ്ഞിട്ട് അത് നിസ്കരിക്കൂല, എന്നാ പിന്നെ ഇവിടുന്ന് തന്നെ കരിച്ചു പോവാ. വീട്ടിൽ പോയാൽ നിസ്കരിക്കുന്ന ഉറപ്പാണോ? എന്നാ വീട്ടിൽ. മസ്ജിദുൽ ഹറാമിൽ ചെന്നാൽ ഫിഖ്ഹിൽ മസല കാണാം, തുഹഫയിൽ കാണാം. മസ്ജിദുൽ ഹറാമിൽ ചെന്നാൽ മസ്ജിദുൽ ഹറാമിന്റെ പുണ്യം ഞാൻ പറഞ്ഞല്ലോ, മില്യൺ കണക്കിനാണ്, ലക്ഷങ്ങളല്ല. അത് നമ്മുടെ ഒരു പ്രയോഗമാണ്. ലക്ഷം എന്ന് പറഞ്ഞത് മദീനത്തെ പള്ളിയെ അപേക്ഷിച്ചുമാണ്. നമ്മുടെ പള്ളിയെ അപേക്ഷിച്ച് മസ്ജിദുൽ ഹറാമിന്റെ പുണ്യം മലായീൻ, മില്യൺ കണക്കിനാണ്. അത്രയും പുണ്യമുള്ള മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് ഫർദ് നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം മസ്ജിദുൽ നബവിയിൽ പോയി നിസ്കരിച്ചാലും ലക്ഷക്കണക്കിന് ഇബാദത്തുകളുടെ പ്രതിഫലം മുളാഫത്തിന്റെ ഇരട്ടി ഇരട്ടി ഇരട്ടി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് സുന്നത്ത് നിസ്കാരം പള്ളിയിലാണോ നിസ്കരിക്കേണ്ടത്, വീട്ടിലാണോ നിസ്കരിക്കേണ്ടത്? അവിടെയും വീട്ടിലാണ് നിസ്കരിക്കേണ്ടത്. എന്തുകൊണ്ട്?
അള്ളാന്റെ റസൂൽ അങ്ങനെയാ ചെയ്തത്. ആ റസൂലുള്ളാഹിന്റെ ഇത്തിബാഇന് വേണ്ടി നബിതങ്ങളോട് പിന്തുടരുക എന്ന പുണ്യത്തിന് വേണ്ടി അള്ളാന്റെ റസൂല് വീട്ടിൽ പോയിട്ട് ആ സുന്നത്ത് നിസ്കരിച്ചത് എന്നതുകൊണ്ട് മസ്ജിദുൽ ഹറാം പള്ളി എത്ര കൂലി കൂടിയതാ അല്ലെ? ആ പള്ളിയുടെ കൂലി പള്ളിയുടെ പുറത്തിനില്ല, പള്ളിന്റെ കൂലി പള്ളിന്റെ പുറത്തിന് എന്തായാലും ഇല്ല. ഹറമിന് മൊത്തത്തിൽ ഒരു കൂലി ഉണ്ട്, പള്ളിയുടെ കൂലി പള്ളിക്ക് പ്രത്യേകിച്ചും ഉണ്ട്. ആ പള്ളിയുടെ പ്രതിഫലം പള്ളിയുടെ പുറത്തില്ലല്ലോ. അപ്പൊ വീട്ടിൽ പോയിട്ട് 2 റക്അത്ത് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് വീട്ടിൽ പോയിട്ട് നിസ്കരിക്കുക എന്നത് മസ്ജിദുൽ ഹറാമിൽ ചെല്ലുമ്പോൾ ഹറമിൽ കൂലി കൂടുതലുള്ളതല്ലേ? അവിടെ ഹറമിലാണോ നിസ്കരിക്കേണ്ടത്, വീട്ടിലാണോ നിസ്കരിക്കേണ്ടത്? അവിടെ അള്ളാഹുവിന്റെ റസൂല് മക്കത്തും മദീനത്തും വീട്ടിൽ വെച്ചിട്ട് നിസ്കരിച്ചതാണെങ്കിൽ ആ വീട്ടിൽ നിസ്കരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇത്തിബാ ചെയ്യുക എന്ന ഇഖ്തിദാഇന്റെ പുണ്യം വിചാരിച്ചിട്ട് ഈ സുന്നത്ത് നിസ്കാരം വീട്ടിലാ നിസ്കരിക്കേണ്ടത്, ഹറമിലല്ല നിസ്കരിക്കേണ്ടത്. ഇത് തുഹഫയിൽ വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുകയാണ്. നബിയോട് ഇത്തിബാ ചെയ്യുന്നതിന്റെ പുണ്യവും കൂടി അവിടെ നിന്ന് മനസ്സിലാക്കണം. സുന്നത്ത് നിസ്കാരം വീട്ടിലാണ് ഏറ്റവും പുണ്യം. വീട്ടിൽ നിന്ന് സുന്നത്ത് കരിച്ച് പള്ളിയിൽ വരിക. എന്ത്? വീടൊരു ശ്മശാനമാക്കരുത്, ശവപ്പറമ്പാക്കരുത്. ഖൈറിനും ബറക്കത്തും നമ്മൾ നിസ്കരിക്കാനുള്ളതൊക്കെ ഇവിടെ വന്ന് നിസ്കരിക്കുക, ദിക്ർ ചെല്ലാനുള്ളതൊക്കെ ഇവിടെ, ഖുർആൻ ഓതാനുള്ളതൊക്കെ അവിടെ. വീട്ടിലെന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, അവിടെയും റഹ്മത്തിന്റെ മലക്കുകൾ വരട്ടെ, അവിടെയും നല്ല ഖൈറായ സംഗതികൾ ഇറങ്ങട്ടെ. അതിനുവേണ്ടി വീട്ടിലേക്ക്, അപ്പൊ വീട്ടിൽ പോയാൽ നിസ്കാരം നടക്കൂലേ, അത് നഷ്ടപ്പെടുവോ? പള്ളിയിൽ തന്നെ നിസ്കരിച്ചു പോവാണ് പിന്നെ അവിടെ വേണ്ടത്. റവാത്തിബ് സുന്നത്തുകളുടെ കൂട്ടത്തിൽ മുഅക്കദ് മുഅക്കദ് അല്ലാത്തത് 2 തരമുണ്ട്. എന്താണ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ? ശക്തിയായ സുന്നത്ത്. മറ്റതോ അത്ര ശക്തിയായ സുന്നത്തല്ല, എന്നാലോ അത് ഉപേക്ഷിക്കാൻ വേണ്ടി പറയല്ല, അതിന്റെ വില കുറക്കുകയുമില്ല. എന്താണ് ഈ മുഅക്കദായ സുന്നത്ത് എന്ന് പറഞ്ഞാൽ? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിന്റെ റസൂൽ അത് ഉപേക്ഷിച്ചിട്ടില്ല, അതാണത് മുഅക്കദായ സുന്നത്തായത്. മറ്റത് ചിലപ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ വല്ലപ്പോഴൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. ഉദാഹരണം പറഞ്ഞാൽ ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ളുഹറിന്റെ ശേഷം 4 റക്അത്ത് സുന്നത്ത്. ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്തിൽ 2 റക്അത്ത് ഒരു കാരണവശാലും നബി ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് അത് മുഅക്കദായി. കൂടുതലും റസൂൽ നിസ്കരിച്ചത് 4 തന്നെയാണ്. അപ്പൊ ളുഹറിന് മുമ്പ് 4 ഉണ്ട്. ചില സന്ദർഭങ്ങളിൽ കുടുങ്ങിയപ്പോഴോ അല്ലെങ്കിൽ ചില അത്യാവശ്യ ഘട്ടങ്ങളിലോ എപ്പോഴോ ചില നിർണായക സാഹചര്യങ്ങളിൽ തങ്ങൾ 2 റക്അത്ത് ഉപേക്ഷിച്ചപ്പോ 2 റക്അത്ത് മുഅക്കദല്ലാത്തതും 2 റക്അത്ത് മുഅക്കദും. ഇപ്പൊ മുഅക്കദല്ലാത്തതും എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുവിന്റെ റസൂൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കാതെ മുറുകെ പിടിച്ച സുന്നത്ത് മുഅക്കദ്. വല്ലപ്പോഴൊക്കെ റസൂലുള്ളാഹി തങ്ങൾ ചില പ്രത്യേക സാഹചര്യത്തിൽ ഉപേക്ഷിച്ചിട്ടുണ്ടോ അത് ഗൈറ് മുഅക്കദ്, മുഅക്കദല്ലാത്തത്. നമ്മൾ 4 നിസ്കരിക്കാണ് വേണ്ടത്. 4 നിസ്കരിച്ചാൽ ളുഹറിന്റെ മുമ്പിലുള്ള 4ഉം ളുഹറിന്റെ ശേഷമുള്ള 4ഉം നിസ്കരിക്കൽ പതിവാക്കിയ ഈ ഉപദേശം കേൾക്കുമ്പോ ഒരാവേശം തോന്നിയിട്ട് ഇത് റമളാൻ മാസല്ലേ, റമളാൻ അല്ലാത്ത കാലത്ത് ഇതേമാതിരി നമ്മളെ ഇരിക്കാൻ കിട്ടുമോ? എന്തെല്ലാം ചുറ്റുപാടുണ്ടാവും. അപ്പൊ റമളാൻ മാസത്തിൽ നമ്മൾ പള്ളിയിൽ ഇപ്പൊ എഴുത്തിക്കാഫിന്റെ നിയ്യത്ത് എല്ലാവർക്കും ഇല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ. ആ എഴുത്തിക്കാഫിന്റെ നിയ്യത്ത് കൊണ്ട് ഈ പള്ളിയിൽ നമ്മൾ ഇരുന്നിട്ട് ഈ വാളിങ്ങനെ കേട്ടപ്പോ ഉണ്ടായ ഒരു മാനസിക പരിവർത്തനത്തിന്റെ പേരിൽ ആവേശം കൊണ്ട് റമളാൻ കഴിയോളം റമളാൻ കഴിഞ്ഞ പാടതാണ് ഒഴിവാക്കി. അങ്ങനെ ചെയ്യരുത്, എന്നും നിലനിർത്തും. 4 റക്അത്ത് നിലനിർത്താൻ കഴിഞ്ഞ് 2 എന്തായാലും പതിവായി ചെയ്യലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. 4 കുറച്ച് ദിവസം 4 കരിക്കുക. അതങ്ങനെ കഴിഞ്ഞു പോയിട്ട് റമളാൻ കഴിഞ്ഞപ്പോ പിന്നെ എപ്പോഴോ ഒരു ക്ലാസ് ഉണ്ടായപ്പോ പിന്നെ ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ വിഷയം വന്നപ്പോ അല്ലെങ്കിൽ ഈ CD കേട്ടപ്പോ ഈ വിഷയം റിപ്പീറ്റ് ചെയ്ത സമയത്ത് വീണ്ടും ഓലിക്കെന്താ ഈ 4 റക്അത്ത് നിസ്കരിക്കാൻ വീണ്ടും താല്പര്യം. അപ്പൊ പിന്നെയും കുറെ ദിവസം 4 റക്അത്ത് അല്ല, 2ആണോ നിസ്കരിക്കണത് അത് പതിവാക്കുക. സംഗതി കുറച്ചാണെങ്കിലും ശരി നിത്യം പതിവാക്കി ചെയ്യാ അള്ളാഹു പുണ്യം. കുറച്ച് ദിവസം ചെയ്യാ ഒഴിവാക്കുക, അങ്ങനെ ചെയ്യരുത്. 4 നിസ്കരിച്ചാലുള്ള കൂലി എന്താ? ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, അസറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, 2 റക്അത്ത് സ്കരിച്ച് സലാം വീട്ടി വേറെ 2 റക്അത്ത്. ളുഹർ സ്കരിച്ചിട്ട് 2 റക്അത്ത് സ്കരിച്ച് സലാം വീട്ടി 2. ഈ നിസ്കാരത്തിന് നിയ്യത്ത് ചെയ്യുമ്പോ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് എന്ന് വ്യക്തമായി പറയണം. ളുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുമ്പോ ളുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് എന്ന് വ്യക്തമായി പറയണം. അത് അതിന്റെ മര്യാദയിൽപ്പെട്ടതാ. അങ്ങനെ സുന്നത്ത് നിസ്കരിച്ചാൽ ഹറമഹുല്ലാഹു അലന്നാർ ഖാല റസൂലുള്ളാഹി, നരകത്തിൽ ആ മനുഷ്യൻ ഹറാമാണ്. ആ മനുഷ്യൻ പിന്നെ നരകത്ത് കടക്കുന്നു പേടിക്കണം. ഇപ്പൊ സുന്നത്ത് കരിച്ചാൽ നരകത്തുനിന്ന് ഹറാമാണെങ്കിൽ പിന്നെ എന്തിനാ ഫർള്
കൃത്യം ചെയ്താലേ സുന്നത്തിന് ചാൻസ് ഉള്ളൂല്ലോ. ഫർള് ഭംഗം വരുത്തിയാൽ സുന്നത്തിന് ചാൻസ് ഇല്ല. അപ്പൊ ഈ സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഫർളിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഫർളും സുന്നത്തും ഉള്ളവനാണ്. ഈ സുന്നത്ത് നിസ്കാരത്തിന്റെ ഒരൊറ്റ ശ്രേഷ്ഠത, ളുഹറിന്റെ മുന്നിലും പിന്നിലും നിസ്കരിക്കുന്ന 4 റക്അത്ത് വീതം, ളുഹറിന് മുമ്പ് 4 ശേഷം 4, അതിന്റെ പ്രതിഫലം ഹറമഹുല്ലാഹു അലന്നാർ, അല്ലാഹു അവർക്ക് നരകം ഹറാമാക്കി. ഈ നരകത്ത് കടക്കുന്നു പേടിക്കണ്ട, നരകം അവർക്ക് ഹറാമാണ്. അല്ലാഹു അക്കൂട്ടത്തിൽ നമ്മൾ പെടുത്തില്ല. 4 നിസ്കരിക്കാൻ പതിവാക്കാൻ സാധിച്ചില്ല എന്ന് വെക്കുക. ജോലി തിരക്കുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ അതിനാ നേരത്തെ പറഞ്ഞത്, നമ്മൾക്കൊക്കെ നിത്യജീവിതത്തിൽ പതിവാക്കി കൊണ്ടു നടക്കാൻ പറ്റിയ നമ്മളൊക്കെ ജോലി തിരക്കുള്ളവരാണ്. അതിന്റെ ഇടയിലുമാണ് നമ്മളെ ഇബാദത്ത് നിലനിൽക്കുക. അതിനാ ഞാൻ ആ ഡോക്ടറെ കഥ പറഞ്ഞത്. ഈ ജോലി തിരക്കുകൾക്കും വേണം നമ്മളെ ഇബാദത്തുകൾ നിലനിൽക്കുക. ഇബാദത്തായിട്ട് മാത്രം പള്ളിയിലിരുന്ന മക്കളും കുട്ടികളും പട്ടിണി കിടക്കൂലേ, അവരെ നോക്കൽ അല്ലാഹു നിർബന്ധമാക്കിയത്. അമ്മൽ മുഈലു ഫലാ യജൂസു ഖുഊദുഹു അൻ മക്സബിൽ ലിയാലി മുതവക്കിലാ. അതൊക്കെ പഠിച്ചു നോക്കിക്കോളൂ. ഞാൻ നിസ്കരിക്കാൻ പള്ളിയിലിരുന്ന തൊള്ള കയറിയ റബ്ബ് റിസ്ക്കും തരൂലേ, അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആ കുട്ടികളെ നോക്കൽ ഫർളല്ലേ. ഒരാളെ വിവാഹം ചെയ്താൽ ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കൽ ഫർളാണ്, ഭാര്യക്ക് ഒരു വീട് വെച്ച് കൊടുക്കൽ ഫർളാണ്, ഭാര്യക്ക് ഭക്ഷണം കൊടുക്കൽ ഫർളാണ്, മക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ ഫർളല്ലേ, വീട് വെച്ച് കൊടുക്കൽ ഫർളല്ലേ. മക്കൾക്ക് ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വീട് വെക്കണം എന്നല്ല, എന്റെ ഭാര്യക്കും മക്കൾക്കും താമസിക്കാൻ ഞാൻ അവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കൽ എനിക്ക് ഫർളാണ്. ഭർത്താവായി എനിക്ക് ഫർളാണ് എന്റെ ഭാര്യയ്ക്ക് ഒരു വീട് വെച്ച് കൊടുക്കൽ, അവർക്ക് ഭക്ഷണം കൊടുക്കൽ എനിക്ക് ഫർളാണ്. അതിനാവശ്യമായ സംഗതിക്കല്ലേ പുറത്തു പോയത്, അതും ഫർള് തന്നെ. അതിന്റെ ഇടയിൽ കൂടി ഇതൊക്കെ നടക്കണം. അപ്പൊ നമ്മളുടെ ഈ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയതേ ഞാൻ പറയുന്നുള്ളൂ, അത് നമ്മൾ നിലനിർത്തണം. ഈ ളുഹർ നിസ്കാരങ്ങൾക്ക് മുന്നിലും ഈ ഫർള് നിസ്കാരത്തിന് മുന്നിലും പിന്നിലുള്ള സുന്നത്ത് നിസ്കാരം 4 നൃത്യം കഴിയൂലേ, 2 എന്തായാലും ഉപേക്ഷിക്കാൻ. ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2. ഇത് മുഅക്കദാണ്, തങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് മറ്റു ചില മദ്ഹബുകളിൽ വാജിബാണെന്ന് വരെ അഭിപ്രായം. ഹനഫി മദ്ഹബിലൊക്കെ നിർബന്ധ, ഒഴിക്കാനേ പാടില്ല. ഈ 5 വക്ത് ഫർള് മാത്രമല്ല അവർക്ക്. ഇനി അസറിന്റെ മുമ്പ് 4, പക്ഷെ അസറിന്റെ മുമ്പുള്ളത് മുഅക്കദല്ല. 4 റക്അത്ത് അസറിന്റെ മുമ്പുണ്ട്, മുഅക്കദല്ല. മുഅക്കദ് 10 റക്അത്തേ ഉള്ളൂ. ഇപ്പൊ ളുഹറിന്റെ മുമ്പ് 4, ളുഹറിന്റെ ശേഷം 4, 4 4 8, അസറിന്റെ മുമ്പ് 4, 8 4 12. ഇശാന്റെ മഗ്രിബിന്റെ മുമ്പ് 2 കൂട്ടി, മഗ്രിബിന്റെ ശേഷം 2, ഇശാന്റെ മുമ്പ് 2, ഇശാന്റെ ശേഷം 2, സുബഹിന്റെ മുമ്പ് 2. ഇതിൽ നിന്ന് ഇശാന്റെ മുമ്പ് ഉണ്ടോ ഇല്ലേ എന്നിടത്തൊരു ചെറിയ ഖിലാഫ്. ഇശാന്റെ മുമ്പ് ഉണ്ടോ ഇല്ലേ, ഉണ്ടെന്നും ഇല്ലെന്നുള്ള അഭിപ്രായം അനുസരിച്ച് 22 റക്അത്ത്. 22 റക്അത്തിൽ 10 റക്അത്ത് മുഅക്കദാണ്, ഉപേക്ഷിക്കാൻ പറ്റാതെ കൊണ്ടാണ്. ളുഹറിന്റെ മുമ്പ് 2, ളുഹറിന്റെ ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാന്റെ ശേഷം 2, സുബഹിന്റെ മുമ്പ് 2. ഇതാണ് മുഅക്കദുകൾ. ഇപ്പൊ മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് ഉണ്ടല്ലോ, നമ്മൾ ആരെങ്കിലും നിസ്കരിക്കലുണ്ടോ? എന്താ നിസ്കരിക്കാത്തത്? മുഅക്കദല്ല എങ്കിലും ഈ മഗ്രിബിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിക്കാത്തത് ചില സ്ഥലത്തൊക്കെ നിസ്കരിച്ചിട്ട്, ഗൾഫിലൊക്കെ പ്രത്യേകിച്ചും അത് നിസ്കരിക്കും. ഗൾഫ് രാജ്യത്തൊക്കെ പോയി ഹറമിലൊക്കെ ഉണ്ടല്ലോ, മരുവാൻ കൊടുത്തിട്ട് പിന്നെ ആ സുന്നത്ത് നിസ്കരിക്കും. ഈ മഗ്രിബിന്റെ ടൈം വളരെ കുടുസാണ്, അത്രേ വളരെ കുടുസാണ് ഇതിന്റെ. അതിന് ഇഖ്തിയാറിന്റെ ടൈം, ഷഫഖുൽ അഹ്മർ വായുന്നത് വരെ പല ടൈമും പറഞ്ഞിട്ടുണ്ടെങ്കിലും മഗ്രിബിന് ഒരു ഇഖ്തിയാറിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ടൈമുണ്ട്. ആ ടൈമിൽ മഗ്രിബും മഗ്രിബിന്റെ ശേഷമുള്ള മുഅക്കദായ സുന്നത്തും ആ വഖത്തിന്റെ ഉള്ളിൽ പെട്ടുകിട്ടാൻ വേണ്ടിയാണ് മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്തും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ കൂടി ചുരുക്കിയിട്ട് മഗ്രിബ് എന്ന ഫർദ് 3ഉം അതിന്റെ മുഅക്കദായ 2ഉം ഈ ഇഖ്തിയാറിന്റെ ടൈമിന്റെ ഉള്ളിൽ പെട്ടുകിട്ടാനായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എന്ന് ഉലമാ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇത് അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, ഖണ്ഡിതമായി പറഞ്ഞിട്ടില്ല. അങ്ങനെ ആയിരിക്കാം. എന്താ മഗ്രിബിന്റെ ശേഷം 33 സുബ്ഹാനല്ലാഹ് അല്ലാത്തത്? എല്ലാ വഖത്തിനും അത് ഇതാണ്. മഗ്രിബിന്റെ ഇഖ്തിയാർ ടൈമിന് ഏറ്റവും ശ്രേഷ്ഠമായി പറയപ്പെട്ടതിന് ടൈം ആ 3 വഖത്ത് മഗ്രിബും ആ ടൈം കഴിയുന്നതിന് മുമ്പ് അതിന്റെ സുന്നത്തായ മുഅക്കദും കൂടി അതിന്റെ ഉള്ളിൽ പെടുത്താൻ വേണ്ടിയിട്ട് ധൃതി കാണിക്കാതിരിക്കാം
എന്ന് ഉലമാ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വെറുതെ എന്റെ അഭിപ്രായം പറയല്ല, ഉലമാവിന്റെ അഭിപ്രായം പറയുകയാണ്. ഏതായിരുന്നാലും ശരി, ഈ നിസ്കാരങ്ങളുടെ മുന്നിലും പിന്നിലുള്ള സുന്നത്ത് പറഞ്ഞതിൽ ഉപേക്ഷിക്കാതെ കൊണ്ട് നടക്കേണ്ട നമ്മുടെ മനസ്സിനൊരു നിർബന്ധം ഉണ്ടായിത്തീരേണ്ടത് ളുഹറിന് മുമ്പ് 2, ളുഹറിന് ശേഷം 2, മഗ്രിബിന് ശേഷം 2, ഇശാന്റെ ശേഷം 2, സുബഹിന് ശേഷം ിട്ടുണ്ട്. ആ നിസ്കാരത്തിൽ സുന്നത്കരിക്കാൻ നിൽക്കണ്ട, ഉടനെ തന്നെ വന്നിട്ട് ജമാഅത്ത് കൂടുക. ജമാഅത്ത് കഴിഞ്ഞതിന് ശേഷം സുബഹിന്റെ മുമ്പുള്ള സുന്നത്ത് കരിക്കുക. ഈ റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠത ഏതാ? ഇത്രയും റവാത്തിബ് സുന്നത്തുകൾ പറഞ്ഞല്ലോ, ളുഹറിന്റെ മുന്നിലും പിന്നിലും, അസറിന്റെ മുന്നിൽ, മഗ്രിബിന്റെ മുന്നിലും പിന്നിലും, ഇശാന്റെ മുന്നിലും പിന്നിലും, സുബഹിന്റെ സുന്നത്താ ഏറ്റവും ശ്രേഷ്ഠത. എന്തു വന്നാലും ഉപേക്ഷിക്കരുത്. സുബഹി നിസ്കാരത്തിന്റെ മുന്നിലുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യൻ, അവനിക്ക് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്ന പ്രതിഫലം ഈ ആകാശഭൂമിയേക്കാളും വലിയ പ്രതിഫലമാണ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ ഉടമാവകാശത്തിൽ പെട്ടതാണ് ഈ ഭൂമി മുഴുവനും. ഈ ഭൂമി മുഴുവനും യൂസുഫ് അലിന്റെ സ്വത്തത്രേ. യൂസുഫ് അലി ലൂലു സെന്ററൊക്കെ, എറണാകുളത്തെ ലൂലു സെന്ററൊക്കെ യൂസുഫ് അലി ഇല്ലേ, നാട്ടിക യൂസുഫ് അലി, അയാൾക്ക് എത്ര മുതലുണ്ട്? അതെല്ലാം കൂടി ആൾ മർക്കസിനാണ് കൊടുത്തു. എന്താലേ, എന്തൊരു സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ അതെല്ലാം കൂടി അയാൾ മഴതിനാണ് കൊടുത്തു. എത്ര സന്തോഷം പറഞ്ഞുകൂടെ. എല്ലാത്തിനും നല്ല മനസ്സിൽ അയാളെ സ്വത്ത് മുഴുവനും കൂടി അയാൾ എന്ത് ചെയ്തു? മർക്കസുകാർ കൊടുത്തു, അല്ലെങ്കിൽ മഴതിനേക്കാൾ കൊടുത്തു, അല്ലെങ്കിൽ മലപ്പുറത്തെ പള്ളിക്ക് തന്നു. എന്താ നമ്മൾ അയാളെ പറ്റി പറയാ? ഇതൊരു നിസ്സാര, അതൊരു നിസ്സാരമാണ്. അള്ളാഹ് പറഞ്ഞത് യൂസുഫ് അലിന്റെ സ്വത്തല്ല, ഈ ഭൂമി ഒക്കെ ഒരാൾതാ. ഭൂമി ഫുള്ളായിട്ട് ഒരാളെ മുതലാ. അത് മുഴുവനും കൂടി അയാൾ ധർമ്മം കൊടുത്തു. ഭൂമി മുഴുവൻ, അയാളെ സ്വത്ത് മുഴുവനും കൂടി അയാൾ ധർമ്മം കൊടുത്തു. എന്തായിരിക്കും അയാളെ പ്രതിഫലം? അതിനെക്കാട്ടി വലിയ പ്രതിഫലം ഈ 2 റക്അത്തിനുണ്ട്, സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത്. ഇതാണ് അല്ലാഹു റസൂലിന്റെ വാക്ക്. ഈ ഭൂമി മുഴുവനും കൂടി ഒരു മനുഷ്യന്റെ കൈവശത്തിൽ ഉണ്ടായിരുന്നത്, അതെല്ലാം കൂടി ആ മനുഷ്യനങ്ങോട്ട് ധർമ്മം കൊടുത്താൽ അയാൾക്ക് എന്ത് പ്രതിഫലം കിട്ടുമോ അതിനേക്കാളും വലുത് സുബഹിന്റെ 2 റക്അത്താണ്. സമ്പത്ത് കൊടുക്കാൻ കഴിവില്ലാത്തവർ, കൊടുത്തവരുടെ കൂടെ എത്താനുള്ള ചില മാർഗങ്ങൾ, ആ ധർമ്മിഷ്ഠന്മാരെക്കാളും വലിയ പദവി ഈ 2 റക്അത്ത് നിസ്കാരത്തിന് കിട്ടുമെങ്കിൽ എന്തിനാ നമ്മളത് ഉപേക്ഷിക്കുന്നത്? സുബഹിന്റെ മുമ്പുള്ള സുന്നത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത്. അതുകൊണ്ട് അതെന്തായിരുന്നാലും നമ്മൾ നിലനിർത്തണം. സുബഹി നിസ്കാരത്തിന് വരുമ്പോ 2 റക്അത്ത് വീട്ടിൽ തന്നെ ഒന്നുണ്ടാക്കി 2 റക്അത്ത് നിസ്കരിച്ച് വരികയാണോ അങ്ങനെ, അതല്ലെങ്കിൽ പള്ളിയിൽ വന്നിട്ട് നിസ്കരിച്ച്, വീട്ടിൽ നിസ്കരിക്കൂല എന്ന് കണ്ടാൽ പള്ളിയിൽ നിസ്കരിക്കും. ഈ സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫറള് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ, ആദ്യം സുന്നത്ത് കരിക്കുമല്ലോ, എന്നിട്ട് ഫറള് നിസ്കരിക്കും. അതിന്റെ ഇടയിൽ ഒരു ചെറിയ പണി, ഒന്ന് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടൊരു കിടത്തം, തല തെക്കോട്ടും കാല് വടക്കോട്ടും ആക്കിയിട്ടൊരു കിടത്തം, ഖബറിൽ കിടത്തും പോലെ. ഈ തല തെക്കോട്ടാക്കിയിട്ട് കാല് വടക്കോട്ടാക്കി കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയും കിടത്താലോ ഖബറില്, അങ്ങനെയും കിടത്താ ഖബറില്. അങ്ങനെയാണ് ഒരാളെ ഖബറിൽ കെടുത്തിയത് എന്ന് പിന്നീട് അറിഞ്ഞാൽ ഖബർ മോന്തൊന്നും വേണ്ട. നെഞ്ച് ഖിബലന്റെ നേരെ ആയാൽ മതി. വലത് ഭാഗത്തിന്റെയോ ഇടത് ഭാഗത്തിന്റെയോ മേലിൽ ചെരിഞ്ഞ് മുഖവും നെഞ്ചും ഖിബലയിലേക്കാക്കി കിടത്തും. പക്ഷെ ഏറ്റവും അതിന്റെ മര്യാദയും പുണ്യവും നമ്മളിപ്പോ ഈ കിടത്തണമാതിരി തല വടക്കോട്ട് കാല് തെക്കോട്ട് നെഞ്ച് ഖിബലന്റെ ഭാഗത്തേക്കാവുമ്പോൾ വലത് ഭാഗത്തിന്റെ മേലിൽ കിടക്കലാണ്. അതാണ് ഖബറിൽ മറ്റേ ചെലുക്ക് കെടുത്തിച്ചിട്ട് കുഴപ്പമില്ല. മലർത്തി കെടുത്തിയ ഖബർ തുറന്നിട്ട് അയാളെ ചെരിച്ച് കിടത്തന്നാണ്. അതേമാതിരി എന്ത് വേണ്ട, തല തെക്കോട്ട് വെച്ച് കണ്ടാണ് ഒരാളെ മറയുന്നത് വെച്ചെങ്കിൽ ഖബർ തുറന്നിട്ട് തിരിച്ചു കിടത്തേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ സുബഹിസ്കരിച്ച് കിടക്കുമ്പോ എങ്ങനെ കിടത്താ? മയ്യത്തിന് കിടത്തും പോലെ. എങ്ങനെ കിടത്തും? അങ്ങോട്ടോ ഇങ്ങോട്ടോ, തല വടക്കോട്ടോ തല തെക്കോട്ടോ, നെഞ്ച് ഖിബലന്റെ ഭാഗത്ത്. ഏറ്റവും ശ്രേഷ്ഠത വടക്കോട്ട് തല വെക്കുക, നെഞ്ച് ഖിബലന്റെ ഭാഗത്തേക്ക് ആക്കുക. എന്നിട്ട് ഖബറിൽ കിടക്കും പോലെ നീട്ടി കാല് നീട്ടിയിട്ട് ഇങ്ങനെ കിടന്നിട്ട്, ശരിക്കും പറഞ്ഞാൽ കാല് നീട്ടിയല്ലല്ലോ ഖബറിൽ കിടത്തുക, മടക്കിയല്ലേ എടുത്തല്. ചന്തി പിന്നിലെ ചുമരുമ തട്ടണം, നെറ്റി കാലിന്റെ തള്ളവിരല് മുൻപിലെ ചുമരുമലും തട്ടണം. അപ്പൊ എങ്ങനെയൊക്കെ മയ്യത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു വളവുണ്ടാവും. അങ്ങനെ ആ ഖബർ കിടത്തുന്ന യഥാർത്ഥ കോലം. ചന്തി പിൻഭാഗം പിന്നിലെ ചുമരുമല്, കാലിന്റെ തള്ളവിരല് പടിഞ്ഞാറേ ചുമരുമല്, നെറ്റി പടിഞ്ഞാറേ ചുമരുമല്, ഒരു ചെറിയ ഒരു റുക്കോഴിന്റെ കോലം. പള്ളിയിൽ അങ്ങനെ കൂടി കിടക്കുമ്പോത്തിന് മനുഷ്യന്മാര് ചിലപ്പോ പിന്നിൽ ഈ ക്ലാസ് കേൾക്കാത്തവരുണ്ടാവും.
അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ചത് കേൾക്കാത്തവരുണ്ടാവും. ഓൻ വന്ന് കണ്ടൊരു തൊട്ട് കിട്ടും. അതൊക്കെ സൂക്ഷിച്ചിട്ട് വേണം കിടക്കാൻ. കിടക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാനല്ല, ആ കിടത്തത്തിൽ ഒരു ദിക്റുണ്ട്. അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വറബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ർനീ മിനൻ നാർ. ഇത് സുന്നത്ത്. 3-7 ഹദീസിൽ റിവായത്തുള്ളതാണ്. നമ്മൾ അയിമ്മത്ത് മുഴുവനും പഠിപ്പിച്ചതാണ്. എന്താണിത്? അതിരാവിലെ ആ ഖബറിൽ കിടക്കുന്നത് ചിന്തിച്ച മനുഷ്യൻ, മരണത്തെ ചിന്തിച്ച മനുഷ്യൻ, എന്നെ ഖബറിൽ കൊണ്ടുപോയി കിടത്തുമല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ, ഇന്ന് വൈകുന്നേരം വരെ ആ ഖബറിന്റെ കിടത്തത്തിന് തടസ്സമായ ഒരു പണി ചെയ്യരുത്. അത് ചെയ്യൂല. നിത്യവും രാവിലെ മരണത്തെ ഓർമ്മിക്കുകയാണ്. മരണസ്മരണ എന്നൊരു വിഷയം വരുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രാവിലെ സുബഹി നിസ്കാരം, ഈ സുബഹിന്റെ സുന്നത്ത് നിസ്കരിച്ചിട്ട് ഫറളിന്റെ ഇടയിലാ ചെയ്യേണ്ടത്. ഫറളാണ് ആദ്യം നിസ്കരിച്ചതെങ്കിലോ സുന്നത്ത് പിന്നെ, എന്നാലും സുന്നത്ത് തന്നെയാണ്. ഫറള് നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞിട്ട് ഇമാമൊക്കെ പിരിഞ്ഞു, നിസ്കാരം പിരിഞ്ഞു, ഇവൻ സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. എന്നാൽ ആ ഫറള് നിസ്കാരം കഴിഞ്ഞവൻ അവിടെ കിടന്നിട്ട് ഈ കൈ നെഞ്ചത്ത് വെച്ചിട്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വമീകാഈല വഇസ്റാഫീല വറബ്ബ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്ർനീ മിനൻ നാർ അല്ലാഹുമ്മ അദ്ഖിൽനിൽ ജന്നഹ് എന്ന് വേറെ റിവായത്തിലും കാണാം. അല്ലാഹുമ്മ അദ്ഖിൽനിൽ, പടച്ചവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണമേന്നാ. അപ്പൊ അതിന്റെ കൂടെ സ്വർഗത്ത് കടത്തി തരണേ എന്ന് കൂടി കൂട്ടൽ വളരെ യോജിപ്പുണ്ട്. ആ ദിക്റും കൂടി അതിന്റെ കൂടെ കൂട്ടിയിട്ട് ദുആ ചെയ്താൽ മരണത്തെക്കുറിച്ച്, ഖബറിനെ കുറിച്ചുള്ള ഒരു ചിന്ത പ്രഭാത സമയത്തിൽ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിച്ചിട്ട് നീ പുറത്തേക്ക് അങ്ങ് ഇറങ്ങിയാൽ വൈകുന്നേരം വരെ വലിയ ഒരു സംരക്ഷണമാണ്, വലിയ ഒരു കവചമാണ്. അല്ലാഹു പൊരുത്തപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷണമാണ്, വലിയ കാവല. ഇത് അതിന്റെ കൂടെ ഒരു സുന്നത്തുള്ള സംഗതിയാണ്. ഇത് സുന്നത്ത് ആദ്യം നിസ്കരിച്ചാലും സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഫറദിന്റെ അടിയിൽ വേണം. ഫറദ് ആദ്യം നിസ്കരിച്ചിട്ട് സുന്നത്ത് നിസ്കാരം പിന്നെയാണോ നിർവഹിക്കണത്, എന്നാൽ ആ ഫറദിന്റെ സുന്നത്തിന്റെ ഇടയിൽ ഇതുണ്ടായിരിക്കൽ വളരെ പുണ്യമാണ്. ഇപ്പൊ സുന്നത്ത് നിസ്കാരങ്ങൾ ഒന്ന് റവാത്തിബ്, റവാത്തിബിൽ മുഅക്കദ്, മുഅക്കദല്ലാത്തത്. മുഅക്കദ് 10 അതെന്തായാലും ഒഴിവാക്കരുത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠ സുബഹിന്റെ സുന്നത്ത്. മഗ്രിബിന്റെ ഇശാന്റെ സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യരെ സ്വർഗത്തിൽ അല്ലാഹു തആല പ്രത്യേകമായ ഒരു മാളിക പണിഞ്ഞു കൊടുക്കുമെന്ന് ഹദീസിൽ കാണാം. ഇശാന്റെ സുന്നത്ത് നിസ്കരിക്കുന്ന മനുഷ്യന് സ്വർഗത്തിൽ ഒരു മാളിക അല്ലാഹു പണിതു കൊടുക്കും. ഓരോ സുന്നത്തിനും ശ്രേഷ്ഠതകളുണ്ട്. ഇരിക്കട്ടെ, ഈ റവാത്തിബ് സുന്നത്തുകളാണ് ഒരു സുന്നത്ത് നിസ്കാരം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി കൊണ്ടു നടക്കാൻ, നിത്യദായമാക്കി കൊണ്ടു നടക്കാൻ പറ്റിയ സുന്നത്തുകൾ ഒരുപാട്. സുന്നത്ത് നിസ്കാരങ്ങളെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ സുന്നത്ത് ളുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം. ഇത് രണ്ടും കൂടി പറഞ്ഞു ഞാൻ നിർത്താം. പിന്നെ സ്വലാത്തുൽ അവ്വാബീൻ, മഗ്രിബിന് ശേഷം നിസ്കരിക്കുന്ന ഒരു സുന്നത്തുകാരാണ് സ്വലാത്തുൽ അവ്വാബീൻ. ഈമാന്റെ പരിപൂർണതക്ക് പറ്റിയ ഒരു നിസ്കാരമാണ് സ്വലാത്തുൽ അവ്വാബീൻ. ജമാഅത്ത് സുന്നത്തുൽ നിസ്കാരം സുന്നത്തുകാരത്തിന് തരംതിരിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ പറയാം. എല്ലാ സുന്നത്തുകാരത്തിലും ജമാഅത്തില്ല. ജമാഅത്ത് സുന്നത്തുള്ളത് ഇപ്പൊ തറാവീഹ്, വിത്ർ നിസ്കരിക്കൽ സുന്നത്ത്, റമദാനിലെ വിത്ർ മാത്രം, പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴനത്തേടുന്ന നിസ്കാരം. ഇതാണ് ഇപ്പൊ ജമാഅത്ത് സുന്നത്തുള്ളത്. ബാക്കിയുള്ളതിനൊന്നും ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റക്കാണ് നിസ്കരിക്കേണ്ടത്. വിത്ർ റമദാനിൽ വിത്ർ ജമാഅത്തായിട്ടും റമദാൻ അല്ലാത്തപ്പോ ഇശാസ്കാരം കഴിഞ്ഞിട്ട് വിത്ർ നിസ്കരിക്കൽ സുന്നത്താണ്. മറ്റു മദ്ഹബുകളിൽ അത് വാജിബാണ്. അതുകൊണ്ട് നമ്മൾ എന്തായിരുന്നാലും അത് കാര്യഗൗരവത്തിലെടുക്കണം. റവാത്തിബ് സുന്നത്ത് എണ്ണുന്നതിന് മുമ്പ് ശ്രേഷ്ഠതകൾ വിവരിച്ച കൂട്ടത്തിൽ വിത്ർ ആദ്യം എണ്ണിക്കാണാം, എന്നിട്ട് തറാവീഹ് എണ്ണിക്കാണുന്നത്. വിത്ർ അത്രയും ശ്രേഷ്ഠമുള്ള നിസ്കാരമാണ്. അത് കൊല്ലം മുഴുവൻ നിസ്കരിക്കേണ്ട നിസ്കാരമാണ്. 3 റക്അത്ത് ചുരുങ്ങിയത് നമ്മൾ പതിവാക്കുക. 11 വരെ ആവാം. ഏറ്റവും ചുരുങ്ങിയത് 1, 3 റക്അത്ത്, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടുക, പിന്നെ 1 റക്അത്ത് നിസ്കരിച്ചിട്ട് സലാം വീട്ടുന്ന വിത്ർ ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം പതിവാക്കി നിലനിർത്തണം. ഇനി ഞാൻ പറയാൻ പോകുന്നത് ളുഹാ നിസ്കാരത്തെ പറ്റിയാണ്. വളരെ ശ്രേഷ്ഠമായ നിസ്കാരമാണ് ളുഹാ നിസ്കാരം. എപ്പോഴാണ് ളുഹാ നിസ്കാരത്തിന്റെ സമയം? ളുഹാ നിസ്കാരത്തിന്റെ ടൈം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ, 7 മുഴം അഥവാ ഒരു കുന്തത്തിന്റെ അത്ര എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് ഇപ്പൊ എത്ര ഈ കുന്തത്തിന്റെ നീളം, ഇതൊന്നും ഒറ്റ വാക്കിൽ എളുപ്പത്തിൽ പറയാൻ പറ്റിയത് നമ്മൾക്ക് ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നത്
സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ടൈമായി. എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റിയതാണ്. സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് ആയാൽ ഒരു കുന്തത്തിന്റെ പകറായി, അഥവാ 7 മുഴം എന്ന് പറഞ്ഞാൽ ളുഹാ നിസ്കാരത്തിന്റെ ടൈമായി. അപ്പൊ 7 മണിക്കാണ് ഉദയം എങ്കിൽ 7:20 ആയാൽ ളുഹാന്റെ ടൈം പ്രവേശിച്ചു. എവിടം വരെ? ളുഹർക്ക് ബാങ്ക് കൊടുക്കുന്നത് വരെ. ളുഹറിന്റെ ടൈം പ്രവേശിക്കുന്നത് വരെ ളുഹാന്റെ ടൈമാണ്. അതിലേറ്റവും നല്ലത് ഒരു ഏകദേശം 9 മണി, പകലിന്റെ 4-1 ഭാഗമാകുന്നു. മൊത്തം പകലിലെ 12 മണിക്കൂറാണെങ്കിൽ അതിൽ നിന്ന് 3 മണിക്കൂർ കഴിഞ്ഞാൽ 9 മണി 10 മണി സമയമാണ് ളുഹാ നിസ്കരിക്കാൻ ഏറ്റവും പറ്റിയ ടൈം. ജോലിക്ക് പോകുന്നവരാണോ വീട്ടിൽ നിന്ന് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ച് ജോലിക്ക് പോകാം. ഓഫീസിൽ പോകുന്നവർ, സ്കൂളിൽ പോകുന്നവർ, അധ്യാപകരൊക്കെ ആണെങ്കിൽ പോകുന്ന വഴിക്ക് ഒരു പള്ളിയിൽ കയറി നിസ്കരിച്ച് അങ്ങ് പോകാം. അതല്ല ളുഹർ നിസ്കരിക്കാൻ എന്തായാലും പള്ളിയിൽ വരുമല്ലോ, ഒരു 5 മിനിറ്റ് നേരത്തെ, ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 5 മിനിറ്റ് നേരത്തെ വന്നാൽ ളുഹാ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി അല്ലാഹുമ്മ ഇന്നല്ലാഹ ളുഹാഉക വൽ ബഹാഉക വൽ അമാന അമാനുൽ ഖുദ്റത്തുക എന്നുള്ള ഒരു ദുആ അതിന്റെ പുറകിൽ നടത്താറുണ്ട്. അതിനുള്ളൊരു 2 മിനിറ്റും കൂടി ടൈം കണക്കാക്കി വന്നാൽ അത് കഴിയുമ്പോഴേക്കും ളുഹറിന്റെ ബാങ്ക് കൊടുക്കും. ളുഹറിന്റെ സുന്നത്ത് നിസ്കരിച്ച് ളുഹർ നിസ്കരിച്ച് അതിന്റെ സുന്നത്ത് കരിച്ചു പോകാം. അങ്ങനെയാവാം. ജോലിയുടെ സാഹചര്യങ്ങളും അതിന്റെ അനുകൂലാവസ്ഥയൊക്കെ പരിഗണിച്ചിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുക. വീട്ടിലെ ഭാര്യമാരി മക്കളെ പ്രേരിപ്പിക്കുക. ഒന്നുകിൽ രാവിലെ തന്നെ അതാണ് നിസ്കരിച്ചു വിട്ടുക. അല്ല ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്നതിന് അവലോകത്തിൽ ളുഹർ നിസ്കരിക്കലുമായി നേരത്തെ തന്നെ ഒന്ന് ഉണ്ടാക്കി കയറിയിട്ട് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ച നിസ്കാര കുപ്പായത്തിൽ തന്നെ അങ്ങനെ കാത്തിരിക്കുമ്പോൾ ളുഹറിന്റെ ബാങ്ക് കൊടുക്കും. അങ്ങനെയും ആവാം. ഏറ്റവും പുണ്യം ഒരു 9 മണി ടൈമിലായിരിക്കലാണ് നല്ലത്. ളുഹ എന്ന സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്നു, 8 റക്അത്ത് വരെ ആകാം. 2 റക്അത്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ മുടങ്ങാതെ പതിവാക്കി നിലനിർത്താൻ നമ്മൾ ശ്രമിക്കണം. ഈ 2 റക്അത്ത് ളുഹാ നിസ്കാരം സുന്നത്ത് നിസ്കരിക്കുന്നു. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് വശംസി എന്നും, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞതിന് ശേഷം വദ്ദുഹാ വല്ലൈലി സൂറത്തും. അത് അറിയൂലെങ്കിൽ കാഫിറൂനയും ഇഖ്ലാസ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ്. ഇനി അത് 2 ഓതാൻ മാത്രം വിശാല ടൈമില്ല, എന്നാലും ഈ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ ഹുവല്ലാഹ് ഓതിയിട്ട് ചുരുങ്ങിയ 2 റക്അത്ത് നിസ്കരിച്ചാൽ ളുഹാ നിസ്കാരം കിട്ടി. ളുഹാ നിസ്കാരം നിസ്കരിക്കുന്നതിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നിങ്ങൾ 360 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയാം, നിങ്ങൾ 360 ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം. സഹാബത്തിനുണ്ടോ 360 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും? എന്തോ ഒരു ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കഴിയുന്നവര് 360 ആൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ നബിയെ. എന്താ ഒരു 360ന്റെ കണക്ക്? ഒരു മനുഷ്യന്റെ ശരീരത്തിലുള്ള ഏപ്പുറുപ്പുകൾ, മഫാസിലുകൾ, അവന്റെ അവയവങ്ങൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുന്ന സന്ധികൾ, കയ്യിന്റെ വിരൽ ഇവിടെ ഒരു മടക്ക്, ഇവിടെ ഒരു മടക്ക്, ഇവിടെ ഒരു മടക്ക്, പിന്നെ ഇവിടെ ഒരു മടക്ക്, പിന്നെ ഇവിടെ ഒരു മടക്ക്, ഇങ്ങനെ മടക്ക്, ഇങ്ങനെ ശരീരം മൊത്തം പരിശോധിച്ചാൽ എത്ര സന്ധികൾ കാണും, എത്ര മഫാസിലുകൾ കാണും, എത്ര ഏപ്പുറുപ്പുകൾ കാണും? 360 ഏപ്പുറുപ്പുകൾ കാണും. ഓരോ ഏപ്പുറുപ്പുകൾക്കും വരുന്ന ദോഷങ്ങൾ പൊറുക്കാനും, ഓരോ ഏപ്പുറുപ്പുകൾക്ക് വരുന്ന മഫാസിലുകൾക്ക് വരുന്ന കെടുപ്പുകൾക്ക് വരുന്ന അപകടങ്ങൾ തടുക്കുവാനും 2 റക്അത്ത് ളുഹാ നിസ്കാരം പതിവാക്കിക്കോ. 360 ആൾക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കിട്ടും. 2 റക്അത്ത് നിസ്കരിച്ചാൽ ഓരോ കെടുപ്പുകൾക്കും അള്ളാഹു നൽകുന്ന പ്രതിഫലം അതിന്റെ ദോഷങ്ങളും പൊറുക്കും, അതിന്റെ ആപത്തുകൾ തടുക്കുകയും ചെയ്യും, അതിന് വരുന്ന അപകടങ്ങൾ തടുക്കും. ഇത്ര വലിയ പുണ്യമാണ് 360 ആളുകൾ. അപ്പൊ എന്താ 360ന്റെ കണക്ക്? ഒരു മനുഷ്യന്റെ സന്ധികൾ 360 360 ആൾക്ക് ഭക്ഷണം കൊടുത്ത കൂലിയും കിട്ടും. വല്ലാത്ത ഒരു ഉപകാരമാണ്. അത് നിലനിർത്തി പോരാൻ എല്ലാവരും പരിശ്രമിക്കണം, മുടങ്ങാതെ. ഇനി ഒരു ദിവസം നഷ്ടപ്പെട്ടാലോ? സമയം നിശ്ചയിച്ച ഏത് സുന്നത്തുണ്ടോ അതൊക്കെ ഖളാ വീട്ടൽ സുന്നത്താണ്. ളുഹാ നിസ്കാരത്തിന് ടൈം പറഞ്ഞില്ലേ? ഖളാ ആയ ഖളാ വീട്ടൽ സുന്നത്താണ്. പള്ളിയിൽ ളുഹാ നിസ്കരിക്കാൻ വിചാരിച്ച് ഓടിക്കറിച്ച് വന്നു നോക്കുമ്പോഴേക്കും ളുഹറിന്റെ ബാങ്ക് കൊടുത്തു. എന്നാ ളുഹാ ഖളാ വീട്ടാം. ഖളാ വീട്ടാലോ എന്ന് വിചാരിച്ച് ഖളാ ആക്കരുത്. അതല്ല ആ പറഞ്ഞത്. എന്നും നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ നിസ്കരിക്കാൻ വേണ്ടി വന്നപ്പോഴേക്ക്, അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ പെട്ടുപോയി, അയാൾക്ക് അന്നത്തെ നിസ്കാരം ഖളാ ആയിപ്പോയാൽ അത് ഖളാ വീട്ടൽ അയാൾക്ക് സുന്നത്തുണ്ട്.
ഖളാ വീട്ടൽ സുന്നത്തുണ്ടല്ലോ എന്ന് വിചാരിച്ച ഖളാ വീട്ടിയിട്ട് ഖളാ വീട്ടലല്ല, അതൊരു ഉത്തമമുള്ള പണിയല്ല. അങ്ങനെ വകുപ്പില്ലാന്ന് വരെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. ളുഹാ നിസ്കാരത്തിന്റെ ടൈം പാലിച്ച് അത് കൃത്യമായി നിലനിർത്തി പോരുക. വല്ല സാഹചര്യത്തിൽ നഷ്ടപ്പെട്ട ഖളാ. ളുഹാ നമസ്കാരം കൃത്യമായി നിസ്കരിച്ച മനുഷ്യന് ഖബറിൽ ഇരുട്ടുണ്ടാകില്ല. അവന്റെ ഖബർ പ്രകാശപൂരിതമായി കിടക്കും. സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ. ഖബറിന്റെ ഉള്ളിൽ ഇരുട്ട് കൊണ്ട് പെയിന്റ് അടിച്ചതാ. ഖബറിന്റെ ഉള്ളിലെ പെയിന്റ് എന്താ? ഇരുട്ടാ, വെളിച്ചമില്ല. അതിൽ നിന്ന് ഒരു വായു സഞ്ചാരം. വായുവിന് സഞ്ചരിക്കാൻ എത്ര കണ്ട് പഴുതു വേണം? ഒരു ചെറിയ ദ്വാരം പോലെ. ആ ഒരു ദ്വാരം ആ ഖബറിൽ ഉണ്ടായിരുന്നെങ്കിൽ ആ ഖബറിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ ദുർഗന്ധം പുറത്തു വരില്ലേ? പുറത്തു വന്നാൽ അത് പിടിമൃഗങ്ങൾ പിടിച്ച് മാന്തൂലേ. ആ പിടിമൃഗങ്ങൾ മാന്താതിരിക്കാൻ പറ്റിയ കുഴി ആയിരിക്കണം ഖബർ എന്നതല്ലേ ഖബറിന്റെ നിയമം. മണ്ണിട്ട് അടച്ചില്ലേ, അതിലേക്കൊരു വായു സഞ്ചാരം അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ശരിക്ക് കുഴച്ച മണ്ണിട്ട് തേമ്പി അടച്ചല്ലോ കല്ലിന്റെ പഴുതുകളൊക്കെ. അതിൽ മണ്ണിട്ട് ചവിട്ടി മൂടിയില്ലേ. നമ്മളൊക്കെ മണ്ണ് വാരി എറിഞ്ഞ് കൂമ്പാക്കി നിർത്തി വെള്ളം ഒഴിച്ചില്ലേ. ഇനി എങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് വായു കിടക്കും? അപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പ്രകാശം കടക്കാൻ ഒരു മാർഗവുമില്ല. ഒരു ബൾബ് അതിന്റെ ഉള്ളിലേക്ക് വെച്ചു കൊടുത്താൽ ആര്യാടൻ സമ്മതിക്കോ? പവർ കട്ടുണ്ടാവൂലേ? അപ്പോഴും ഇരുട്ടായില്ലേ? അപ്പൊ കാലാകാലം ഇരുട്ടില്ലാതെ ഖബർ പ്രകാശിക്കാൻ പറ്റിയത് നല്ല ഒരു ബൾബാണ് 2 റക്അത്ത് ദുഹാ. ഇരുട്ടത്ത് കിടക്കണ്ട, ഖബർ എന്നും പ്രകാശമായി. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകട്ടെ. സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു സാധാരണക്കാരന്റെ നിത്യജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയതേ. ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞു തൽക്കാലം ഇന്ന് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ സാഹചര്യം പോലെ പിന്നെ പറയാം. തഹജ്ജുദ് നിസ്കാരവും കൂടി എങ്ങനെയെങ്കിലും നമ്മൾ പതിവാക്കി കൊണ്ടു നടക്കണം. ഫർദ് നിസ്കാരത്തിന് മുന്നിലും പിന്നിലും ചെയ്യുന്നത് വിത്ർ, ളുഹ, തഹജ്ജുദ്. ഇതിപ്പോ നമ്മള് സാധാരണഗതിയിൽ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഇതങ്ങ് നിലനിർത്തിയിട്ട് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പോണ സമയത്ത് അത് ഖൈറാണോ അല്ലേ എന്ന് തേടുന്ന ഇസ്തിഖാറത്ത്. മകൾക്കൊരു കല്യാണം, ആ കല്യാണം ഇതിപ്പോ ഖൈറാണോ ഷർറാണോ? മകനൊരു വിസ വന്നു ഗൾഫിക്ക്, ഒരു കച്ചവടം തുടങ്ങാൻ പോകുന്നു, ഒരു കട ഇങ്ങനെ തെരഞ്ഞെടുക്കണം. ഒരു കട കണ്ടെത്തി ഒരു കച്ചവടം തുടങ്ങാനുള്ള ചാൻസ് ഒത്തു വന്നു. ഞാനിപ്പോ തുടങ്ങണോ തുടങ്ങില്ലേ, ഒരു വീട് വെക്കാൻ ഇങ്ങനെ തുടങ്ങി എന്തൊരു സംഗതി ചെയ്യണോ ചെയ്യണ്ടേ എന്ന് നിൽക്കുമ്പോ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഒരു ദുആ, ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്തഖിറുക ഒരു ദുആ ഉണ്ട്. ആ ദുആ നിർവഹിച്ചാൽ എന്ത് തോന്നുന്നു? ചെയ്യണം എന്നാണോ? ചെയ്തേക്ക്. ചെയ്യണ്ടെന്നാ തോന്നുന്നത്? ചെയ്യണ്ട. ആഖിറത്തിൽ അതിന്റെ പേരിൽ പരാതിപ്പെടേണ്ടി വരില്ല. പടച്ചോനെ ഈ എന്നോട് അത് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ കോലത്തിലാ ഞാൻ ചെയ്തത്. അള്ളാഹു നിന്നെ ചോദ്യം ചെയ്യൂല. എന്തിനേക്ക് എടുത്തു ചാടിയത്, എന്തിനാ ആ പണി ചെയ്തത് അള്ളാഹു ചോദിക്കൂല. ഇസ്തിഖാറത്തിന്റെ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ചെയ്തതാണെങ്കിൽ അതിന്റെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും ക്ലേശിക്കേണ്ടി വരില്ല. ഇതൊക്കെ ഒരു കാര്യം ചെയ്യുന്നു, കൺഫ്യൂഷനായി നിൽക്കണോ, എന്താപ്പ ഞാൻ വേണ്ടത്, ചെയ്യണോ ചെയ്യണ്ടേ എന്നാണെങ്കിൽ 2 റക്അത്ത് നിസ്കാരം ആ പറഞ്ഞ കോലത്തിൽ നിസ്കരിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഒന്നും തോന്നുന്നില്ല. എന്നാ പിന്നെ നിസ്കരിച്ച് തന്നെ തോന്നോളം നിസ്കരിച്ച 2 റക്അത്ത് നിസ്കരിച്ച പാടെ തോന്നി കിട്ടിയാ കഴിച്ചിലായി. ചെയ്യണം എന്നാണോ ചെയ്യാം, ചെയ്യണ്ടെന്നാണോ ചെയ്യണ്ട. 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്നും ഒന്നും തോന്നുന്നില്ല, ഒരു പിടിയും കിട്ടുന്നില്ല. എന്നാ വീണ്ടും നിസ്കരിക്കന്നെ, പിടി കിട്ടോളം നിസ്കരിക്കാം. ഇസ്തിഖാറത്തിന് 2 റക്അത്ത് നിസ്കരിച്ച് ചെയ്ത ഒരു കാര്യത്തിന്റെ പേരിൽ ദുനിയാവിലും ആഖിറത്തിലും ക്ലേശിക്കേണ്ടി വരും. അള്ളാഹ് നിന്നെ ചോദ്യം ചെയ്ത് വിഷമിപ്പിക്കൂല. ഇതൊരു സുന്നത്താണ്, ആവശ്യമുള്ള സമയത്ത് ചെയ്യണതാണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ തോന്നും അതൊരു അത്യാവശ്യമായിരുന്നു, പറയേണ്ടതായിരുന്നു. അങ്ങനെ അത്യാവശ്യം തോന്നുന്ന പലതും എനിക്കും തോന്നുന്നുണ്ട്. ഉണ്ടാക്കിയ 2 റക്അത്ത് സുന്നത്താണ്. പള്ളി കയറിയ 2 റക്അത്ത് തഹിയ്യത്ത് സുന്നത്താണ്. ഈ പള്ളി കയറിയ തഹിയ്യത്ത് ഏതെങ്കിലും 2 നിസ്കാരം നന്നാ മതി. പള്ളി അള്ളാന്റെ ഭവനത്തേക്ക് കയറുമ്പോ റബ്ബിന്റെ ഭവനത്തിനൊരു സമ്മാനം നിസ്കരിക്കാനുള്ള ഈ സ്ഥലം ഉണ്ടാക്കിയത്. അപ്പൊ ഇവിടെ വന്നപ്പോ ഒരു ജമാഅത്ത് നടന്നുകൊണ്ടിരിക്കലുണ്ട്, ആ ജമാഅത്തിൽ പങ്കെടുത്തു. മതി. ഒരു നിസ്കാരം നടക്കണം. പ്രത്യേകിച്ചൊരു നിസ്കാരത്തിന്റെ ളുഹറിന്റെ വാങ്ക് കൊടുത്തിട്ടുമില്ല, ളുഹ നേരത്തെ നിസ്കരിച്ചും ചെയ്തു. ഇപ്പൊ പ്രത്യേകിച്ചൊരു നിസ്കാരത്തിന്റെ ടൈമും അല്ല. എന്നാ 2 റക്അത്ത് തഹിയ്യത്ത് എന്ന നിയ്യത്തിൽ തന്നെ അങ്ങ് നിസ്കരിച്ചേക്ക്.
അല്ലെങ്കിൽ ഇവിടെ നടക്കണ ഏതെങ്കിലും ഒരു നിസ്കാരം കൊണ്ട് നമ്മളൊരു നിസ്കാരമാണ് ഒന്നുകിൽ ളുഹറിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് കരിച്ചു, അല്ലെങ്കിൽ കയറി വന്നപ്പോൾ ളുഹാ നിസ്കരിച്ചു, ആദ്യമ തഹയ്യത്തും കിട്ടി. ഇനി അവിടെ തഹയ്യത്തിന്റെ നിയ്യത്തും ളുഹാന്റെ നിയ്യത്തും ഒരുമിച്ച് വെക്കണോ വെക്കണ്ടേ എന്നതിൽ ഖിലാഫുണ്ട്. തഹയ്യത്തിന്റെ നിയ്യത്തും കൂടിക്കരുതുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ അല്ലാഹു തആല കൊണ്ട് ളുഹാ 2 റക്അത്ത് നിസ്കരിക്കുന്നു, ഇത് ഈ പള്ളിയുടെ തഹയ്യത്തും കൂടിയാണ്. ഇപ്പൊ രണ്ടും ബെറ്ററായി. അതിനാവശ്യമില്ല ഈ ളുഹാ നിസ്കരിച്ചാൽ മതി എന്നും ഉലമാന് എന്തായാലും കുഴപ്പമില്ല. രണ്ടായാലും നിങ്ങൾ 2 നിലപാട് സ്വീകരിച്ചാലും കുഴപ്പമില്ല. അവർ 2 റക്അത്ത് തഹയ്യത്ത്. പള്ളിയിൽ വന്നപ്പോ തഹയ്യത്ത് നിസ്കരിക്കാൻ, ഈ തഹയ്യത്ത് പള്ളിയിൽ ഇരുന്നാ പോയി, പള്ളിയിൽ ഇരുന്നാ തഹയ്യത്തിന്റെ ആ സമയം നഷ്ടപ്പെട്ട് പള്ളിയിൽ ഇരിക്കരുത്. പള്ളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു മൗലൂദ് കഴിഞ്ഞാണ്ട് ചായ വിളമ്പ്, കാപ്പി കൊടുക്കുക, പായസം കൊടുക്കുക, അത് കുടിച്ചാണ് വെക്കോളി. ഞാൻ നിസ്കരിച്ചു തരുമ്പോ ഞാൻ കാത്തിക്കാൻ നേരല്ല, എന്താണ് കുടിച്ചാണ് വെക്കോളി പറഞ്ഞു. കുടിക്കണമെങ്കിൽ ഇരിക്കണ്ടേ, നിന്ന് കുടിക്കാൻ പറ്റൂലല്ലോ. ആയിരിക്കാപ്പ നിന്ന് കുടിക്കാൻ, ഇരുന്ന് കുടിച്ചവരോട് ആരാപ്പ ഇരുന്ന് കുടിക്കല്? തുച്ഛ മനുഷ്യന്മാര്. വലത്തെ കൈകൊണ്ട് കുടിക്കുക, ഇരുന്ന് കുടിക്കലൊക്കെ ഒന്ന് കുറഞ്ഞു. ഈ കുടിച്ച് വലിച്ചെറിയുന്ന ഗ്ലാസ് എന്തിനായി ഇടത്തെ കൈയോട് കുടിക്കണമെന്ന് ഞാൻ ചിന്തിക്കണം. ഡിസ്പോസബിൾ ഗ്ലാസ് എന്തിനാ ഇടത്തെ കൈയോട് കുടിക്കണം? അതെന്തായാലും കുടിച്ച് വലിച്ചെറിയാനുള്ളതല്ലേ. വേറൊരാളെ കണ്ടാൽ ഏർപ്പത്തരം തോന്നുന്നുള്ളതാണ് വലത്തെ കൈയോട്. ഈ ചോറ് നിന്ന കൈയോണ്ട് ഞാൻ ഗ്ലാസ് പിടിച്ചാൽ അതിന് വൃത്തികേടാവും. ഞാൻ പറഞ്ഞു ഹോട്ടലിൽ നിന്നൊക്കെയാണ് പ്രത്യേകിച്ചും വലത്തെ ഗ്ലാസ് ഒന്ന് നല്ലോണം കഴുകിക്കോട്ടെ. ഈ പ്ലേറ്റ് കഴുകണം, ഓൽക്കെന്താ ഈ ഗ്ലാസ് കഴുകാൻ? നമ്മൾ തിന്ന പ്ലേറ്റ് കഴുകണ്ടേ? ആ പ്ലേറ്റ് കഴുകണ ഓൽക്കെന്താ ഈ ഗ്ലാസ് കഴുകാൻ? ഈ പ്ലേറ്റിലില്ലാത്തൊരു വെറുപ്പ് ഗ്ലാസ്സിന് വന്ന്. അപ്പൊ നെയ്യപ്പൊക്കെ തിന്നാൻ കയ്യാണെങ്കിൽ വലത്തെ കയ്യോടെ തന്നെ നെയ്യപ്പം പിടിച്ച് വലത്തെ കയ്യോടെ തന്നെ തിന്നിട്ട് അത് ഗ്ലാസ് പിടിച്ചാൽ ആ എണ്ണക്കോപ്പ് പോവാൻ നല്ല വൃത്തിയായിട്ട് കഴുകി കിട്ടുമല്ലോ അല്ലേ? അപ്പൊ വലത്തെ കയ്യോട് കുടിക്കൽ അതൊക്കെ ഇപ്പൊ ഒന്ന് പോയി. ഏതായാലും ആവട്ടെ, ഇരുന്ന് കുടിക്കൽ സുന്നത്താ. പള്ളിക്ക് കയറി വന്നപ്പോ പള്ളിയിൽ പായസം വിതരണം ചെയ്യുന്നു, കാപ്പി വിതരണം ചെയ്യുന്നു, അല്ലെങ്കിൽ ദാഹിച്ച് പൊരിഞ്ഞപ്പോ കുറച്ച് വെള്ളം കുടിക്കണം. പള്ളിയിൽ ചെന്നാൽ അവിടെ ഫ്രിഡ്ജുണ്ട്, തണുത്ത വെള്ളമുണ്ട്, ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ. ഈ കുടിക്കുകയാണെങ്കിൽ ഇരിക്കണം. അപ്പൊ പള്ളിയിൽ ഇരുന്ന തഹയ്യത്തിന്റെ പുണ്യം പോവൂല. അപ്പൊ തഹയ്യത്തിന്റെ പുണ്യം ആ ഇരുത്തം കൊണ്ട് പോവൂല. താൽക്കാലികമായി ഇപ്പോൾ നേരിട്ട പ്രതിബന്ധത്തിന് വേണ്ടിയുള്ള ഇരുത്തമായതുകൊണ്ട് തഹയ്യത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നതിന് വിരുദ്ധമല്ല ഈ ഇരുത്തം. ഈ ഇരുത്തം കൊണ്ട് പള്ളിയുടെ തഹയ്യത്തിന്റെ സുന്നത്ത് നഷ്ടപ്പെടില്ല. പള്ളി കയറി 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിക്കുക. ഇനി പ്രത്യേകിച്ച് ഒരു നിസ്കാരം ബാങ്ക് കൊടുക്കാറായി, ഇഖാമത്ത് കൊടുക്കാറായിട്ടുണ്ട്. ഇപ്പൊ ഇനി ഒരു നിസ്കാരത്തിന് നിന്നാൽ ശരിയാവൂല എന്ന് കണ്ടാൽ പള്ളിയിൽ ഇരിക്കണ്ട, അങ്ങനെ നിന്ന് കഴിച്ചു കൂട്ടുക. നിന്ന് കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ഇഖാമത്ത് കൊടുക്കുമല്ലോ, ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരത്തിൽ കിടക്കൂലേ? അപ്പൊ തഹയ്യത്തും കിട്ടി. പള്ളി കയറി നോക്കുമ്പോ ഇഖാമത്ത് കൊടുക്കാനായിട്ടുണ്ട്, നിസ്കരിക്കാൻ ടൈമും ഇല്ല. ഞങ്ങൾ പള്ളിയിൽ കയറിയാ ഇരിക്കണ്ട, എവിടെയെങ്കിലും ഒരു പള്ളിയിൽ കയറി വന്നപ്പോ 6:05, 6:52, 6:54 മഗ്‌രിബിന്റെ വാങ്കുളി. പള്ളി കയറി വന്നപ്പോ 6:52, 2 മിനിറ്റേ ഉള്ളൂ, നിസ്കരിക്കാൻ ടൈമില്ല. 2 മിനിറ്റ് കഴിഞ്ഞാൽ മഗ്‌രിബിന്റെ വാങ്ക് കൊടുക്കും, നിസ്കരിക്കാൻ ടൈമായി, മഗ്‌രിബ് കരിക്കാൻ ടൈമായി. അങ്ങനെ നിന്നാണ് സമയം കഴിച്ചു കൂട്ടുക. ബാങ്ക് കൊടുക്കുമ്പോ നിസ്കാരത്തിൽ കൂടിയ തഹയ്യത്തും കൂടി ആ കൂട്ടത്തിൽ കിട്ടും. ഇരുന്നാ പോയി. ഇരിക്കുക എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരിക്കലല്ല, അതൊന്നുമില്ലാത്ത ഇരുത്തം പള്ളിയിൽ ഇരുന്നാ തഹയ്യത്തിന്റെ സമയം. അങ്ങനെ നിസ്കാരം ഒരുപാട് പറയാനുണ്ട്. തഹയ്യത്ത്, ഇസ്തിഖാറത്ത്, വുളൂന്റെ 2 റക്അത്ത്, വുളൂ ഉണ്ടാക്കിയാൽ 2 റക്അത്ത് നിസ്കരിക്കുക. പഠിച്ചോരെ അതിന്റെയൊക്കെ പ്രതിഫലം എന്താണെന്നറിയോ? വുളൂനായിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക. ഒരു വുളൂന്റെ നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു സുന്നത്ത് വേണമെന്നാണ്. വുളൂ ഉണ്ടാക്കി നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ, ഫർള് നിസ്കരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സുന്നത്ത് ഉണ്ടായിരിക്കണം. ഒന്നും നിസ്കരിക്കാനില്ലേ? വുളൂന്റെ 2 റക്അത്ത്. ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നിങ്ങനെ പോകുമ്പോ അല്ലാഹു റസൂൽ കാണുക, സ്വർഗത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ തങ്ങളോട് തൊട്ടില്ല എന്ന നിലക്ക് ഒരടി മുന്നിൽ ചവിട്ടിയിട്ട് ഒരാൾ ഇങ്ങനെ പോണം. സ്വർഗത്തിൽ പടച്ചോരെ ഏറ്റവും അഅ്ലാ മഖാമിലല്ലേ അല്ലാഹു റസൂല്? സ്വർഗത്തിൽ ഏറ്റവും അഅ്ലാ മഖാമിൽ, അതിനപ്പുറത്തൊരു സ്ഥാനമില്ലല്ലോ. തങ്ങളെ കവച്ചു വെക്കുന്ന ഒരാൾ സ്വർഗത്തിൽ ഇല്ലല്ലോ. ഉള്ള പദവിയിൽ ഏറ്റവും ഉയർന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പദവിയല്ലേ. തങ്ങളെ കൂടെ ഇരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. ആ റസൂലുള്ളാഹിന്റെ കൂടെ തങ്ങളെ തൊട്ടില്ല, ചവിട്ടിയില്ല എന്ന കോലത്തില് ഒരാൾ തങ്ങളെ മുന്നിൽ തന്നെ ഇങ്ങനെ നടക്കുകയാണ്. ആരാ പഠിച്ചോനെ ഈ നടക്കണത്? ആരാണ് ഇമ്മാതിരി ഒരു മനുഷ്യൻ എന്റെ കൂടെ നടക്കാൻ? സൂക്ഷിച്ചു നോക്കിയപ്പോ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്ന് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കേൾക്കണ്ടേ ഒരു വാക്ക്,
സ്വർഗത്തില് ഞാൻ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി ബിലാലെ. എന്ത് പണിയാ ചെയ്തത്? ഞാൻ എവിടെ നടക്കുന്ന ഒരടി മുന്നിൽ എന്ന നിലക്ക് നീ എന്റെ കൂടെ ഇത്രയും സ്വർഗത്തിലെ ഉന്നതമായ പദവി കിട്ടാൻ എന്ത് അമലാ നീ ചെയ്തത്? ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തങ്ങൾ പറഞ്ഞില്ലേ ഒന്നുണ്ടാക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചാൽ വലിയ കൂലിയുണ്ട് സ്വർഗത്തിലെന്ന്. അത് കേട്ട മുതൽ ഇന്ന് വരെ മുടക്കിയിട്ടില്ല. ഞാൻ അത് അത് തന്നെ അത് തന്നെ ഒന്നുണ്ടാക്കി 2 റക്അത്ത് ഒന്നുവിന്റെ 2 റക്അത്ത് എന്ന നിലക്ക് നിസ്കരിച്ചാൽ സ്വർഗത്തിൽ മുത്തുനബിന്റെ കൂടെ നടക്കാൻ കഴിയും. വലിയ പുണ്യമാണ്. അങ്ങനെ അങ്ങോട്ട് എണ്ണി പറയുമ്പോ കുറേ സുന്നത്തുണ്ട്. സാധാരണക്കാരെ, നിങ്ങൾ ഈ പ്രസംഗത്തിലൊക്കെ ഇത് ആവേശം കൊണ്ടിട്ട് ഇതൊക്കെ നിത്യജീവിതത്തിൽ മുടങ്ങാതെ നിലനിർത്താൻ ആ പുണ്യം ആവേശം കൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് ചെയ്യുക, പിന്നെ അതൊക്കെ ഒഴിവാക്കുക. അടുത്ത കൊല്ലത്തെ റമദാൻ വരുമ്പോ പിന്നെയും കുറെ നമ്മൾ ആവേശത്തിൽ കേൾക്കുക, അപ്പൊ കുറച്ച് ദിവസം ചെയ്യുക. അതല്ല, നിത്യജീവിതത്തിൽ ഇത് കൊണ്ടു നടക്കാൻ കഴിയണം. ഞാൻ പറഞ്ഞില്ലേ, അത്യാവശ്യപ്പെട്ട ചിലതേ പറയുന്നുള്ളൂ, എല്ലാം കൂടി പറയുന്നില്ല. ഈ കേട്ടതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതും കൂലിയുള്ളതും പടച്ചവന്റെ സ്വർഗത്തിൽ എങ്ങനെയെങ്കിലും നമ്മൾ എത്തിപ്പെടണം. എന്തുകൊണ്ടാണ് സ്വർഗത്തിൽ എത്തുക എന്ന് പറയാൻ കഴിയില്ല. സ്വർഗത്തേക്ക് പോകാൻ ഒരു അമല് മതി. അതേതാണെന്ന് അറിഞ്ഞാൽ അത് ചെയ്താൽ മതിയായിരുന്നു. അത് നമുക്ക് അറിയിച്ചു തന്നില്ല. അപ്പൊ എല്ലാം ചെയ്യേണ്ടി വരികയാണ്. ഏതായിരുന്നാലും ഇത്രയൊക്കെ കൂലുള്ള അമല് സാധുക്കളായി നമ്മൾ നിലനിർത്തി പോന്നാൽ അതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും സ്വർഗത്തിൽ കടന്നെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിൽ അതിപുണ്യമുള്ളതാണ് തഹജ്ജുദ് നിസ്കാരം. തഹജ്ജുദ് എന്ന് പറഞ്ഞാൽ രാത്രി ഒന്ന് ഉറങ്ങിയതിനു ശേഷം നിസ്കരിക്കുന്ന നിസ്കാരമാണ്. ഉറങ്ങണം, അത് തഹജ്ജുദിന്റെ ശർത്താണ്. ഉറങ്ങിയാലേ ടൈം കടക്കുള്ളൂ, അല്ലാത്തവരെ തഹജ്ജുദിന്റെ ടൈമില്ല. രാത്രി പകുതി ആയതിനു ശേഷമാണ് ഏറ്റവും പുണ്യം. ഇശാനിസ്കാരം കഴിഞ്ഞ് കുറച്ച് ഉറങ്ങിയ ടൈമായി. അപ്പോ ഇശാനിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പോയി വീട്ടിലെത്തിക്കാണ്ട് ഭക്ഷണം കുട്ടികൾക്ക് ചോറൊക്കെ വിളമ്പോ ഭാര്യ ഭക്ഷണം വിളമ്പുമ്പോ ഇയാൾ സിറ്റ് ഔട്ടിലെ ചാരുകസാരയിൽ കുറച്ചേരം ഇരുന്നപ്പോ വല്ലാത്ത ക്ഷീണം, ഒന്നാണ്ട് ഉറങ്ങി ഒന്നിങ്ങനെ ഹറ ഭരിക്കുമ്പോഴാ പെണ്ണുകൾ എന്നിട്ട് അല്ല നിങ്ങളിപ്പോ ഒന്ന് ചോറ് കഴിക്കാതെ ഉറങ്ങണത്? ഇശാനിസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ, ചോറ് നിട്ടും കൂടി ഇല്ല, ഒന്നും ഉറങ്ങുകയും ചെയ്തു. എന്നാല് ചോറ് നിന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ച് കിടന്നത് തഹജ്ജുദ് കിട്ടി. ഇശാനിസ്കാരത്തിന് ശേഷം ഒന്ന് ഉറങ്ങിയാൽ തഹജ്ജുദിന്റെ ടൈമായി. സുബഹി വരെ അതിന്റെ ഇടയിൽ എപ്പോഴും ആവാം. എപ്പോഴാണോ ഉണർന്നത് അപ്പോ. ഏറ്റവും നല്ലത് ഒരു 12 മണിക്ക് ശേഷമാണ് ഏറ്റവും നല്ലത്. കുറച്ചും കൂടി നല്ലത് എന്താണെന്നറിയോ? സുബഹിക്ക് അല്പം മുമ്പ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിനെ കാത്തിരിക്കാം. ഇതാ ഏറ്റവും പുണ്യം. അപ്പൊ സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് 4:40 4:42 സുബഹിന്റെ ബാങ്ക് വിളിക്കുമെങ്കിൽ 4:15 എഴുന്നേറ്റിട്ട് ഉണരാൻ എന്തെല്ലാം സാധനങ്ങൾ, എന്തെല്ലാം സാമഗ്രികൾ നമ്മുടെ വീടുകളിലുണ്ട്, എന്തെല്ലാം ഉപകരണങ്ങൾ കാശ് കൊടുത്തു വാങ്ങിയിട്ടുണ്ട്. എന്നെ സുബഹിക്ക് തഹജ്ജുദിൽ വിളിച്ചുണർത്താൻ ഒരു ഉപകരണം എന്ന നിലക്ക് ഒരു 100, 150, 200, 250 ചെലവാക്കുന്നതിൽ മാത്രം നമുക്ക് മടിയോ? മൊബൈലുകളിൽ അലാറമില്ലേ? അത് എത്ര ബെല്ലടിച്ചിട്ടെന്താ, അടുത്ത് വെച്ചാ ഓഫാക്കി അവിടെ തന്നെ കിടന്നുറങ്ങും. കുറച്ച് ദൂരത്ത് വെക്കണം, എഴുന്നേറ്റ് പോയി ഓഫാക്കാൻ കഴിയണം. എഴുന്നേറ്റാൽ എന്നാലും പിന്നെ അവിടെ തന്നെ വന്ന് അതെന്താ സോക്കടേറിയോ? വഴുകി കിടന്നുറങ്ങിയിട്ടാ. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യനാമ ഖബല അൽ-ഇശാഇ വ യതഹദ്ദസ ബഅദഹാ. ഇശാന്റെ ശേഷം വർത്താനം പറയാൻ പാടില്ല. ഇശായിഫുകൾ ദിക്റുകൾ ചെല്ല ബാങ്ക് കിടന്നുറങ്ങാം. അങ്ങനത്തെ അലാറടിച്ചാ അവിടെ തന്നെ ഓഫാക്കി കിടക്കൂല. ഏറ്റവും വലിയ അലാറം എന്താണെന്ന് അറിയോ? അൽ-കഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഓതിയിട്ട് ഇന്ന ടൈമിന് ഉണരണം എന്ന് നിയ്യത്തും വെച്ച് കിടന്ന ആ ടൈമിന് ഉണരും. ഉണർന്നാ നീച്ചണം, അല്ലെ പിറ്റേന്ന് ഉണരില്ല. ഏറ്റവും വലിയ അലാറം അതാണ്. അൽ-കഹ്ഫ് സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഓതിയിട്ട് എത്ര മണിക്കാണ് ഉണരേണ്ടത്? കൃത്യ ടൈമിന് ഉണരും. പരിശോധിച്ചു, അത് കറക്റ്റാണ്. പക്ഷെ ഉണർന്നാ നീക്കണം, എഴുന്നേൽക്കണം. അപ്പൊ ഒരു അലാറം വാങ്ങി വെച്ചിട്ട് തഹജ്ജുദിന് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട്, തഹജ്ജുദിന് ഇത്രാന്നൊന്നുമില്ല, എത്രയും നിസ്കരിക്കുക. റക്അത്തിന്റെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ ഖിറാഅത്ത് വർദ്ധിപ്പിക്കലാ പുണ്യം. 1ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതി യാസീനാണ് ഓതുക. 2ാമത്തെ റക്അത്തിൽ ഇദാ വഖഅത്തി ഓതുക, അല്ലെങ്കിൽ തബാറക ഓതുക. അതാ ഏറ്റവും പുണ്യം. 4 റക്അത്ത് തഹജ്ജുദ്, 6 റക്അത്ത്, 8 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന റക്അത്തിന്റെ എണ്ണം കൂട്ടുന്നതിനേക്കാൾ പുണ്യം നിസ്കരിക്കുന്ന റക്അത്തുകളിൽ സൂറത്ത് ദീർഘിപ്പിക്കലാ പുണ്യം. അപ്പൊ 1ാമത്തെ റക്അത്തിൽ യാസീൻ ഓതിക്കോ, 2ാമത്തെ റക്അത്തിൽ തബാറക ഓതിക്കോ, അല്ലെങ്കിൽ കുറെ സൂറത്തുകളെ അറിയുള്ളൂ യാസീൻ,
പിന്നെ ഉള്ളഹാവല്ലേലിന്റെ താഴെ ഒക്കെ അറിയാം, ഒക്കെ ഓതിക്കോ. സൂറത്തുകൾ ദീർഘിപ്പിച്ചിട്ട് നൃത്തത്തെ വർദ്ധിപ്പിക്കൽ പുണ്യമാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിഹാ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ച് തങ്ങളുടെ കാലിൽ നീര് വന്ന് പൊട്ടാനെടുത്തു പോയി. രണ്ട് കാലും വീർത്തു, കാല് പൊട്ടാനെടുത്തു പോയി. മുസ്തഫാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് നിസ്കരിച്ച് കാല് വീർത്തു. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളെ കൂട്ടത്തിൽ 4 ആളുകൾക്ക് താങ്ങാൻ കഴിയാത്ത അതിശക്തമായ പനി നബിക്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നു, വിറച്ചു തെള്ളുന്നു. അപ്പോഴാണ് മുത്തനബി തങ്ങൾ എഴുന്നേറ്റിട്ട് സുന്നത്ത് നിസ്കരിച്ച് കാല് നീര് വന്ന് വീർത്തു. അത്ര കഷ്ടപ്പെടും. എല്ലാമല്ലേ ആഗ്രഹിക്കുന്നത്? കുല്ലുൽ മഖ്ലൂഖിയത്തുൽ ബുരിദാഇ വഅനാതുൽ ബുരിദാക യാ മുഹമ്മദു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എല്ലാ സൃഷ്ടികളും എന്റെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്, ഞാനാണെങ്കിൽ തങ്ങളുടെ പൊരുത്തമാണ് ആഗ്രഹിക്കുന്നത്. ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് എന്തിനാണ്? പടിഞ്ഞാറ് ഭാഗത്തുള്ള ഖിബലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. അല്ലാഹു ഖിബലയിലുണ്ട് എന്ന നിലക്കല്ല. അള്ളാഹനെ വിചാരിച്ചാണെങ്കിൽ എങ്ങോട്ടും തിരിയാം. കഅബത്തേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നത് റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. ഇമാം ബൈദാവി കൊടുത്ത ആദ്യത്തെ തഫ്സീർ തന്നെ അതാണ്. റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ് കഅബത്തേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നത്. ഇങ്ങനത്തെ മുത്തനബി എന്തിനാ ഇങ്ങനെ കിടന്ന് ഇറങ്ങാറാകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അഫലാ കൂന അബ്ദൻ ശകൂറാ, ഇത്രയൊക്കെ അനുഗ്രഹം ചെയ്തെന്ന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണ്ടേ? അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തൊരു അടിമയാകണ്ടേ ഞാൻ? റബ്ബ് നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന അനുഗ്രഹം എന്താണ്? ആ രാത്രി പാതിരാവിലെ എഴുന്നേറ്റ് 2 റക്അത്ത് നെറ്റിത്തടം ഭൂമിയിൽ സുജൂദിന് വെച്ചിട്ട് അല്ലാഹു തആലാന്റെ മുമ്പിൽ നമ്മുടെ നെറ്റിത്തടം വെച്ചൊരു സുജൂദ് ചെയ്ത് ശുക്ർ ചെയ്യാൻ നമുക്ക് അവസരമില്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിന്, നമ്മുടെ കിഡ്നിക്ക്, നമ്മുടെ ആമാശയങ്ങൾ, ശരീരത്തിന്റെ കൈകാലുകൾ, സന്ധികൾ, നടുവേദന വന്നാൽ പോയില്ലേ? ഊരവേദന. ഞാനിപ്പോഴും ഈ കൊല്ലം പ്രസംഗിക്കുമ്പോൾ ഓരോ ദിവസം നിന്ന് പ്രസംഗിക്കണം എന്ന് വിചാരിച്ചിരുന്നു. സ്റ്റാൻഡ് കുട്ടികൾ എടുത്ത് കൊണ്ടുവന്നവിടെ വെച്ചു. അപ്പോഴും നിൽക്കുന്നതിന് എനിക്ക് പ്രയാസം, കുറെ സമയം നിൽക്കാൻ കഴിയുന്നില്ല. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പൊ നിൽക്കാൻ കഴിയുന്നില്ല. കാൽമുട്ടിന് വേദന. എന്റെ 37ാമത്തെ കൊല്ലാണ് എന്റെ പ്രസംഗ ജീവിതത്തിൽ ഇതെന്റെ 37ാമത്തെ വർഷമാണ്. ഇത്രയും കാര്യത്തിനിടയിൽ ഞാൻ ഇരുന്ന് പ്രസംഗിച്ചത് മലപ്പുറം കോട്ടപ്പടി പള്ളിയിൽ മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ കൊല്ലും നടുവേദന. ഈ നടുവേദന വന്നപ്പോ അറിയലേ അള്ളാഹുത്തല ഇത്രയും കൊല്ലം നമുക്ക് ചെയ്യുന്ന സൗകര്യം. 5, 6, 7 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. 7 മണിക്കൂറൊക്കെ പ്രസംഗിച്ച സമയമാണ്. അന്നത്തെ ആവേശ കാലഘട്ടമായിരുന്നു അത്. റമളാൻ മാസത്തിന് തറാവി കഴിഞ്ഞിട്ട് 5 മണിക്കൂറൊക്കെ നീണ്ട പ്രസംഗം. അങ്ങനെയൊക്കെ അപ്പോഴാണ് നമ്മൾ അതിന്റെ അനുഗ്രഹം ഇല്ലാതാവുമ്പോൾ അതിന്റെ ഗുണം മനസ്സിലാകുക. അന്ന് നിൽക്കാൻ കഴിഞ്ഞിരുന്നു, ഇപ്പൊ നിൽക്കാൻ വയ്യ. നടുവേദന വന്നു തുടങ്ങി. കണ്ടോ റബ്ബ് ചെയ്തെന്ന അനുഗ്രഹം? ഒരു ഊരവേദന, കാൽമുട്ടുവേദന, കിഡ്നി, ആമാശയം, ഹാർട്ട്, കണ്ണ്, കൈ, കാല്, ഇതൊക്കെ ചെയ്ത റബ്ബിന് വേണ്ടി പാതിരാവിലൊന്ന് എഴുന്നേറ്റിട്ട് ആ നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുകൊണ്ടൊരു സുജൂദ് ചെയ്ത് ശുക്ർ ചെയ്യാൻ ഞമ്മക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇത്രയും അനുഗ്രഹം ചെയ്ത അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കാലിൽ നീര് വന്ന് പൊട്ടാൻ മാത്രം നിസ്കരിച്ചു. അവർ തഹജ്ജുദിന്റെ 2 റക്അത്തെങ്കിലും നിസ്കരിക്കണം. എന്നിട്ട് സുബഹിന്റെ ബാങ്കും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. തഹജ്ജുദിന്റെ വിഷയത്തിൽ ഏറ്റവും പുണ്യം എന്താണ്? തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾക്കുള്ള പ്രതിഫലം നാളെ പരലോകത്ത് വരുമ്പോൾ, ഞാൻ ഒറ്റവാക്കിൽ നിർത്തുകയാണ്. നാളെ പരലോകത്ത് വരുന്ന സമയത്ത് 50,000 കൊല്ലം മഹ്ശറയിൽ നിർത്തുകയാണ്. 50,000 കൊല്ലം എന്ന് പറഞ്ഞത് മഹ്ശറയിൽ 50,000 കൊല്ലമാണ്. ദുനിയാവിൽ 50,000 കൊല്ലമല്ല. ദുനിയാവിൽ 1000 കൊല്ലമാണ് മഹ്ശറയിലെ ഒരു ദിവസം. അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ്, സംശയിച്ച കാഫറായി പോകും. ഇത് സംശയിച്ച കാഫറായി പോകും. ഖുർആനിൽ അല്ലാഹ് രസായി പറഞ്ഞ കാര്യ 50,000 കൊല്ലം. മഹ്ശറയിലെ ഒരു കൊല്ലം, മഹ്ശറയിലെ ഒരു ദിവസം, ദുനിയാവിൽ 1000 കൊല്ലം. അതെത്ര കാലം? ഒരു മുറുക്ക് വെള്ളം കുടിക്കാൻ ആ കത്തിജ്വലിക്കുന്ന അഗ്നിഗോളമായ സൂര്യന്റെ തീഷ്ണമായ ചൂടിൽ എന്താണ് മഹ്ശറയിലെ ഭൂമി? ഖണ്ഡിതമായി എവിടെയും പറഞ്ഞു കാണുന്നില്ല. ആകാശഭൂമികൾ ഇന്ന് കാണുന്ന കോലം മറിക്കുന്നേ ഉള്ളൂ. എന്താണ് മഹ്ശറിന്റെ ഭൂമി? സ്വർണമാണോ, മണ്ണാണോ, പാറയാണോ, മാർബിളാണോ? ഖണ്ഡിതമായി പറഞ്ഞു കാണുന്നില്ല. എന്നാൽ ചില ഉലമ അഭിപ്രായപ്പെട്ടത്, തെളിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ അഭിപ്രായപ്പെട്ടത് ചെമ്പിന്റെ ലോഹത്തകിടാന്നാണ്.
സുബ്ഹാനല്ലാഹ്, ഒരു ചാൺ മുകളിൽ ഉദിക്കുന്ന സൂര്യന്റെ തീഷ്ണമായ ചൂടുകൊണ്ട് ഈ പതഞ്ഞു കിടക്കുന്ന ലോഹത്തകടിന്റെ മുകളിൽ ചെരുപ്പ് ധരിക്കാതെ എത്ര കാലം നിൽക്കും? എന്തായിരിക്കും ആ നൃത്തത്തിന്റെ അവസ്ഥ? കടിഞ്ഞ വിയർപ്പ്, വിയർപ്പിന്റെ കയത്തിൽ മുങ്ങിക്കളിക്കുകയാണ്. അത് വെറുതെ ഒരു പറച്ചിലല്ല. ചില സന്ദർഭങ്ങളിൽ നമ്മളൊക്കെ ശരീരത്തിൽ നിന്ന് വിയർത്ത് കുളിച്ചു എന്ന് പറയുമല്ലോ, വിയർത്ത് കുളിച്ചു, അതൊരു പ്രയോഗമാണ്. വിയർപ്പ് ഒലിച്ചാൽ മതി, അപ്പോഴേക്ക് നമ്മൾ എന്ത് പറയും? വിയർത്ത് കുളിച്ചു എന്ന് പറയും. ചില സന്ദർഭത്തിൽ വിയർപ്പ് നമ്മൾ നിൽക്കുന്നിടത്ത് തളം കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ദുന്യാവിൽ പലപ്പോഴും വല്ലപ്പോഴൊക്കെ നമുക്ക് അനുഭവപ്പെട്ടേക്കാം. പക്ഷെ ഇതങ്ങനെയല്ല. കാൽ മുട്ട് വരെ തളച്ച് മെറിയുന്ന വിയർപ്പിന്റെ വെള്ളം, ആനക്കയം പോലെ കയത്തിലാണ് മനുഷ്യൻ നിൽക്കുന്നത്. എങ്ങനെ? അരവരെ വിയർപ്പ്, കാൽ മുട്ടുവരെ വിയർപ്പ്, അരവരെ വിയർപ്പ്, മാറുവരെ വിയർപ്പ്, കഴുത്ത് ഈ വിയർപ്പിൽ കടന്നുകൊണ്ട് മുങ്ങിക്കളിക്കുന്ന മനുഷ്യൻ സൂര്യന്റെ തീഷ്ണമായ ചൂടുകൊണ്ട് വല്ലാത്ത വശം. എത്ര മാശറിയിൽ അല്ലാഹു എങ്ങനെ നിർത്തുകയോ? മാശറിയിലുള്ള മൊത്തം ജനങ്ങളെ അല്ലാഹു വരിവരിയായി സ്വഫായിട്ടാ നിർത്തുകയാണ്. ഫാസ മൻ വജദ മൗളിഅ ഖദമൈഹി, രണ്ട് കാലിങ്ങനെ ശരിക്ക് രണ്ട് കാല് ചവിട്ടി നിൽക്കാൻ സ്ഥലം കിട്ടിയോ ജയിച്ചു എന്നാ. രണ്ട് ചെരിപ്പടിക്കാല് ചവിട്ടി നിൽക്കാൻ സ്ഥലം കിട്ടിയോൻ പരലോകത്ത് വിജയിച്ചു. കഴിയൂല. വിജയിച്ച മൂമിനീങ്ങൾക്ക് രണ്ട് കാല് നേർക്ക് വെച്ച് നിൽക്കാൻ കഴിയുള്ളൂ. അത്ര കുടുങ്ങിയ നൃത്തമാണ് മനുഷ്യരെ. ആദം നബി അലൈഹി ഇസ്ലാം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളെയും അല്ലാഹു തആല നിർത്തുന്നത് 120 സൊഫായിട്ടാ നിർത്തുകയാണ്. മൊത്തം ജനങ്ങളെ അല്ലാഹു നിർത്തും 120 സൊഫായിട്ട്. അതിൽ 3 സൊഫേ സ്വർഗത്തുക്കുള്ളൂന്ന, 117 സൊഫും നരകത്തേക്ക് പോകാനുള്ളതാണ്. മാഷാ അല്ലാഹ്. ആ 3 സൊഫിൽ അല്ലാഹു കയറ്റി തരട്ടെ. ആ 3 സൊഫിൽ അല്ലാഹു കയറ്റി തരട്ടെ. ഈ നൃത്തം മഹ്ശറിൽ ഇങ്ങനെ നിന്നിട്ട് 50,000 കൊല്ലം നിൽക്കുമ്പോ ആ നൃത്തത്തിന് അറുതി ഓരോ ആളുകളും എങ്ങനെ ഇവിടുന്ന് കഴിച്ചിട്ടേ കിട്ടുക? നരകത്തേക്ക് പോയാലും മുന്നിലായിരുന്നു ഇവിടെ നിൽക്കാൻ വയ്യ എന്നോടത്തെത്തി. ദിലേറടങ്ങാറ് നരകാണ്. പക്ഷെ ഈ നൃത്ത ആലോചന നരകത്തേക്ക് പോയാലും വേണ്ടിയില്ലായിരുന്നു, ഇവിടെ നിന്ന് കഴിച്ചിലായി കിട്ടിയാൽ മതിയായിരുന്നു എന്നൊരവസ്ഥയിൽ ഇമ്മായില ജന്നത്തിനോ ഇമ്മായിലല്ല എന്നിടത്ത് എത്തി എല്ലാ അമ്പിയാക്കന്മാരും കൈമലർത്തി. വിചാരണയും മാശറിയൊക്കെ ഒരു ദിവസം പറയാണ്ട് എല്ലാ അമ്പിയാക്കന്മാരും കൈമലർത്തി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിന്റെ താഴ്ഭാഗത്ത് ചെന്നിട്ട് സുജൂദിൽ കിടക്കുന്നു. തലമുക്കൂല സുജൂദൊക്കെ ഭൂമിയിൽ. അതൊക്കെ പണ്ട് ദുന്യാവിലെ ജീവിതത്തിൽ. ഇവിടെ സുജൂദിന്റെ സ്ഥലമല്ല. തങ്ങൾ തലമുക്ക് എന്താ വേണ്ടത് ചോദിച്ചോ, തന്നേക്കാം. അപ്പോഴാണ് ഈ ഉമ്മത്തിനെ ഒരു വിചാരണ ചെയ്തിട്ട് നരകത്തേക്കാണെങ്കിൽ നരകത്തേക്ക്, സ്വർഗത്തേക്കാണെങ്കിൽ സ്വർഗത്തേക്ക്, രണ്ടാലും ഒരു തീരുമാനം പഠിച്ചോനെ ഈ നൃത്തത്തിന് ഒരു അറുതി വരുത്തണേ എന്ന് ആദ്യമായി മഹ്ശറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ സുന്നത്ത് ദുന്യാവിൽ തന്നെ ദ്വാരുന്നൂടായിരുന്നോ? ദ്വാരുന്നില്ല, അതങ്ങട്ട് നീട്ടിവെച്ചു. അത് വന്നപ്പോ അല്ലാഹു തആല ഓർഡർ ഇട്ടു. അല്ലാഹു തആലാന്റെ ഓർഡർ മഹ്ശറിലെ ജനങ്ങളെ റബ്ബ് കൈകാര്യം ചെയ്യാൻ പോവാണ്. 50,000 കൊല്ലത്തെ നൃത്തത്തിന് അറുതി വരുത്തിയിട്ട് സ്വർഗക്കാർ സ്വർഗത്തുക്കും നരകക്കാരെ നരകത്തുക്കും വേർതിരിക്കാൻ പോവാണ്. ഈ സാഹചര്യത്തിൽ മഹ്ശറയിൽ ആദ്യമായി നടക്കുന്ന അനൗൺസ് എന്താണെന്നറിയുമോ നിങ്ങൾ? മഹ്ശറയിൽ ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരു വാക്ക് ഞാൻ എന്റെ വക ഹദീസ് റസൂലുള്ളാഹിന്റെ മേൽ കൂട്ടി വാക്ക് പറയാൻ പാടില്ല. ഒരാളെ പറ്റി നമ്മളൊരു വാക്ക് പറഞ്ഞിട്ട് അത് സത്യമല്ലെങ്കിൽ ആ ആളോട് ഖബറിൽ ചോദിക്കും മലക്കുകൾ, തന്നെടാ ഇജ അങ്ങനെ തന്നെയാണോ, ഇജ അങ്ങനെയാണോ എന്ന് ഖബറിൽ ചോദിക്കും. നമ്മളിപ്പോ ഒരാളെ പറ്റി പറയാണ്, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് പറയുമ്പോ ശ്രദ്ധിച്ചോ, അത് അയാളിലുള്ള കാര്യമല്ലെങ്കിൽ മലക്കുകൾ ഇപ്പൊ ഖബറിൽ അയാളോട് ചോദിക്കും, അന്നെപ്പറ്റി ഉണ്ടല്ലോ ആൾക്കാരിങ്ങനെയൊക്കെ പറഞ്ഞു, അങ്ങനെ തന്നെയാണോ? പഠിച്ചോനെ ഞാൻ അങ്ങനെ അല്ലല്ലോ, എന്തിനാണ് ഈ ആൾക്കാരിനെ പറ്റി അങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്? ഇതിനെ ദുരിതം അനുഭവിക്കേണ്ടതാ ഖബർ കിടക്കാനാ? ഇത് മുത്തരവിന്റെ പേരിൽ ഇല്ലാത്ത നിങ്ങൾ പറയാൻ പാടുണ്ടോ? പഠിച്ചവനെ അവന് നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു എന്നല്ലേ ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു,
മഹ്ശറിൽ ആദ്യത്തെ അനൗൺസ് വരുന്നത് എന്താണെന്നറിയുമോ? അയ്നല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അയ്ന എവിടെ? അല്ലദീന കാനത് തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഇ യദ്ഊന റബ്ബഹും. പാതിരാ സമയത്ത് വിരിപ്പുകളിൽ നിന്ന് ശരീരം എടുത്തു കൊണ്ടുവന്ന് നിസ്കാരം നിർവഹിച്ച റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച അഥവാ തഹജ്ജുദ് നിസ്കരിച്ച മുഅ്മിനീങ്ങൾ എവിടെ? മഹ്ശറിൽ ആദ്യത്തെ അനൗൺസ് അത്. അള്ളാന്റെ റസൂൽ ഇതൊന്ന് വിചാരണക്ക് എടുക്കാൻ പറയുന്നത് അള്ളാഹ് തിരിഞ്ഞു നോക്കണില്ല മഹ്ശറിക്ക്. അള്ളാഹു തആല മഹ്ശറിക്ക് പ്രത്യക്ഷപ്പെടാൻ പോവാ. എന്നിട്ട് ഇത് വിചാരണക്ക് എടുക്കാൻ പോവാണ്. ഓരോരുത്തരെ വിചാരണ ചെയ്തിട്ട് അമല് തൂക്കി നോക്കിയിട്ട് കണക്കാക്കി സ്വർഗക്കാരെ സ്വർഗത്തുക്കും നരകക്കാരെ നരകത്തുക്കും വിടുകയാണ്. ആദ്യത്തെ മഹ്ശറിൽ നടക്കുന്ന ആദ്യത്തെ അനൗൺസ് എന്താണെന്നറിയോ? തഹജ്ജുദ് നിസ്കരിക്കുന്നവരിങ്ങോട്ട് വരൂ. അള്ളാഹുവിന്റെ റസൂൽ പറയും വഹും ഖലീൽ. ഈ അനൗൺസ് മഹ്ശറിൽ വന്നാൽ ഈ അനൗൺസിന്റെ പിന്നിലേക്ക് വരാനുള്ള ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവിടുന്ന് കുറച്ചാൾ ഇവിടുന്ന് കുറച്ചാൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് എല്ലാവരുടെയും ഒത്തുകൂടി ഒരു കൂട്ടമായിട്ട് നിൽക്കും. അവരോട് അല്ലാഹു പറയും പൊയ്ക്കോ, സ്വർഗത്ത് പൊയ്ക്കോ, നിങ്ങളോട് ഒന്നും ചോദിക്കാനില്ല, ഹിസാബ് കൂടാതെ സ്വർഗത്തിൽ കടക്കും തഹജ്ജുദ് നിസ്കരിച്ചവർ. അത്ര വലിയ പുണ്യമാണ് തഹജ്ജുദ് നിസ്കാരം. ആ പാതിരാവിൽ അത് വേണമെന്ന് വിചാരിച്ച് നിസ്കരിക്കാൻ 250 രൂപ, 100, 150, 250 രൂപന്റെ ഒരു ടൈമീസ് വാങ്ങി അലാറം വെച്ച് ഉണരാൻ, തഹജ്ജുദ് നിസ്കരിക്കാൻ നമുക്ക് അവസരമില്ലെങ്കിൽ എന്തേ അലാറം വെച്ചിട്ട് ഉണരാത്തത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, കിടന്നുറങ്ങാൻ വൈകിയത് കൊണ്ട്. എന്തിനെ കിടന്നുറങ്ങാൻ വൈകിയത്? അത് ടി വി കണ്ടിരുന്നു, പന്തളി കണ്ടിരുന്നു, സൊറ പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഇശാനേശം സൊറച്ചിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട്ടാള് കൂടി ക്ലബ്ബുകളിൽ ക്യാരം ബോർഡ് കളിച്ച് ക്ലബ്ബുകളിൽ ഇരുന്ന് സ്നേഹിതന്മാരോടൊത്ത് എന്ത് ദീനിയായ ഇൽമിന്റെ വിഷയത്തിൽ ശുഗലാകുന്നത് ഇതിൽ നിന്ന് പുറം അത് ഇതിന് ബാധകമല്ല. ഇൽമ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കലോ പറയലോ ഇൽമിന്റെ വാഴുകൾ അതല്ല ഇത്. വെറുതെ ടൈം പാഴാക്കി കളഞ്ഞിട്ട് അവൻ ഉറങ്ങിപ്പോയെങ്കിൽ, അതുകൊണ്ടാണ് തഹജ്ജുദിന് അറിയാതെ പോയെങ്കിൽ നമ്മുടെ മോശമാണ് നമ്മുടെ തഹജ്ജുദ് നഷ്ടപ്പെടാൻ കാരണം. ഇത്രയും പുണ്യമായ നിസ്കാരങ്ങൾ ഫർദ് നിസ്കാരത്തിന്റെ കൂടെ ഈ സുന്നത്ത് നിസ്കാരങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് ഇനിയും ഒരുപാട് നിസ്കാരങ്ങളൊന്നും പറയുന്നില്ല. ഇത്രത്തോളം പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടു നടക്കാൻ വേണ്ടിയാണ്. ഏറ്റവും ശ്രേഷ്ഠമായി ഇപ്പൊ നമ്മൾ റമളാൻ നിസ്കരിക്കുന്ന തറാവീഹ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു 2-3 വാക്കിലേറി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു പോയത് കൊണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. 20 റക്അത്താണോ അല്ലേ തർക്കം? നമ്മൾ ആ തർക്കത്തിനൊന്നും നമ്മൾ 20ന്റെ ആൾക്കാരാണ്, അത് ഉറച്ച ആളുകളാണ്. എന്തിനാണ് ഈ തർക്കം? അള്ളാഹുവിന്റെ റസൂല് ആകെ ഒരൊറ്റ ഹദീസാ ഉള്ളത്. അള്ളാഹുവിന്റെ റസൂലിന്റെ തറാവീഹ് എത്രയും. അപ്പൊ ആയിഷാ ബീവി പറഞ്ഞാലോ, റമളാനിലും അല്ലാത്തപ്പോഴും 11 കൂടുതലാക്കിയിട്ടില്ല. റമളാൻ അല്ലാത്തപ്പോ തറാവി ഉണ്ടോ? അപ്പൊ ആ ചോദ്യം വിത്തറിനെ പറ്റിയല്ലേ? ഇനി വിത്തറിനെ പറ്റിയാണ് ചോദ്യം. കൈഫക്കാന സ്വലാത്താ റസൂലില്ലാഹി എന്നല്ലല്ലോ, അള്ളാന്റെ റസൂലിന്റെ 2 നിസ്കാരം എങ്ങനെയായിരുന്നു? എന്നാ പിന്നെ 11-8 തറാവീഹും 3 വിത്തറും 11 എന്നുള്ള മറുപടി പറയാം. ചോദ്യം ഒരു നിസ്കാരത്തെ പറ്റി, മറുപടി 2 നിസ്കാരത്തെ പറ്റി. അങ്ങനെയാണോ? അപ്പൊ എന്തിനായി വെറുതെ കറ്റുകെട്ടി ഉണ്ടാക്കുന്നത് ഓരോന്ന്? ആയിഷാ ബീവിയോട് ചോദിച്ചത് റസൂലുള്ളാഹിന്റെ വിത്തറിനെ പറ്റിയാണ്. സാധാരണ നബി വിത്തർക്കരിക്കും. റമളാൻ മാസം വന്നതുകൊണ്ട് വിത്തറിന് വല്ല പ്രത്യേകതയുണ്ടോ? ഇല്ല. റമളാനിലും അല്ലാത്തപ്പോൾ വിത്തർ വരുന്നേയുള്ളൂ. ഈ ഒരു ഹദീസും പിടിച്ചിട്ട് 20 റക്അത്ത് നിരാക്ഷേപം ലോകത്ത് നടന്നു വന്ന, ഇപ്പോഴും മക്കത്തെ ഹറമിലും മദീനത്തെ ഹറമിലും ലോക മുഅ്മിനീങ്ങൾ 20 നിസ്കരിച്ചു വരുന്ന തറാവീഹ്, നമ്മുടെ കോട്ടപ്പട പള്ളിയിലും 20 റക്അത്ത് നിസ്കരിച്ചത് തറാവീഹ്. ആ 20 വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളാണ് നാം എന്നതുകൊണ്ട് അതിന്റെ തർക്ക വിതർക്കങ്ങളിലേക്ക് സമയപരിധി വിട്ടതുകൊണ്ട് ഇനി 3 മണി ഇപ്പൊ തന്നെ ആയി. ഞാൻ അതിലേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞ സുന്നത്തൊക്കെ ജീവിതത്തിൽ പകർത്താകുമ്പോ എന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. ഈ പറഞ്ഞ സുന്നത്തുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ നിത്യം മുടങ്ങാതെ കൊണ്ടു നടന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെടും. ആ രക്ഷപ്പെട്ട കൂട്ടത്തിൽ അർഹമർറാഹിമായ റബ്ബേ, ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് വിഷമിച്ചിട്ട് ദ്വാരക്കളെ എന്ന് പറഞ്ഞ് പ്രത്യേകം വിളിപ്പിച്ചവർ, ഗർഭിണികളായ സഹോദരിമാർ, പലവിധ രോഗത്തിൽ കടന്ന് വിഷമിക്കുന്നവരുണ്ട്. എന്റെ വാപ്പയും രോഗത്തിൽ വല്ലാതെ വിഷമിച്ച് കിടക്കുകയാണ്. മൂത്താപ്പ അതിനേക്കാളും രോഗത്തിൽ വിഷമിച്ച് കിടക്കുക. പഠിച്ചവരെ, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ദുആ വസിയത്ത് പറഞ്ഞവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, ഞങ്ങളെ സഹായിച്ചവർ, ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ, സയ്യിദന്മാർ, സംഘടനാ പ്രവർത്തകർ, ആരൊക്കെ രോഗത്തിലുണ്ടോ എല്ലാവരും
മാരക രോഗങ്ങൾ നൽകരുതേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ പ്രവർത്തകർ, വിശേഷിച്ചും ഗൾഫ് രാജ്യത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രവർത്തകർ, അവർക്കെല്ലാം നല്ല ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ. ദീനിന്റെ ഖിദ്മത്തിനും ഇതിന്റെ ഇബാദത്ത് ചെയ്യാനുള്ള ദീർഘായുസ്സും ആഫിയത്തും ഞങ്ങൾക്കും അവർക്കും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ദോഷങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. കടങ്ങൾ വീട്ടിൽ തരണേ തമ്പുരാനെ. ഞങ്ങളെ സഹായിച്ച ഒരുപാട് മനുഷ്യന്മാരുണ്ട്. പലരുടെയും സഹായങ്ങൾ ഞങ്ങളിലേക്ക് വന്നുകൊണ്ടിപ്പോൾ വളരെ ഞങ്ങൾ കുടുങ്ങിയ സമയത്തായിരിക്കും ഞങ്ങൾക്ക് പലരുടെയും സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാകുന്നത്. അവർക്ക് നീ പ്രത്യേകിച്ചും വലിയ ഔദാര്യം ചെയ്യണേ റഹ്മാനെ. വലിയ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ പള്ളിയിൽ നോമ്പ് തുറക്കാൻ ഏറ്റെടുത്ത പലരുമുണ്ട്. എല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ആഖിറത്തിന് കേടുപറ്റാത്ത സാമ്പത്തിക വർധനവും ഐശ്വര്യവും അവർക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ പള്ളിയിൽ നോമ്പ് തുറപ്പിച്ച നോമ്പ് തുറന്ന ഓരോ നോമ്പുകാരുടെയും പ്രതിഫലം ആ നോമ്പ് തുറപ്പിച്ചവർക്കും നീ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്കെല്ലാം അതിന് ഭാഗ്യം നൽകണേ റഹ്മാനെ. അവസാനം പരിപൂർണ ഈമാനോടുകൂടി നിർമ്മിച്ച് നാളെ സ്വർഗത്തിൽ എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞങ്ങളെ എല്ലാം നീ ഒരുമിച്ച് കൂട്ടി നിന്റെ ലിഖാഅ് തന്ന് സന്തോഷിപ്പിക്കണം റഹ്മാനെ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ